Hello, good evening. നമ്മുടെ CMA Final Day സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സാമ്പിൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാനായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ റിവിഷനൊക്കെ അതിൻ്റെ പീക്കിലായിരിക്കും അല്ലേ? അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസറും ഒന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് നമ്മുടെ മെയിനായിട്ട് ഒബ്ജക്റ്റീവ്. പിന്നെ അതിനൊപ്പം നമുക്ക് ആ ടോപ്പിക്ക് വരുമ്പോൾ അതിലെ റിലവൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് കൂടി ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നതായിരിക്കും. അപ്പോൾ അതിലെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഡിസ്കസ് ചെയ്യുന്നതിനൊപ്പം ആ ടോപ്പിക്കിലെ കൺസേൺ സിലബസിലെ ഇതുകൂടെ നമുക്ക് എന്ത് ചെയ്യാം, കോൺസെപ്റ്റ് കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് 2 hours ലിമിറ്റഡ് ടൈമാണ്. അതിനകത്ത് നമുക്ക് ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ളി ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് നേരെ ക്വസ്റ്റ്യനിലോട്ട് കയറാം. അതിൽ ഞാൻ ആദ്യം ഇതിലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട് 30 മാർക്സിന്. ഞാനത് ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം അത് ടൈം കൺസ്യൂമിങ് ആണ്. നമുക്ക് നേരെ മെയിൻ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 9 gems ലിമിറ്റഡ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ, ഇതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ നോക്കുന്നത്. ഇത് ആക്ച്വലി നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിലെ സെയിം ക്വസ്റ്റ്യൻ ആണ്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ചാപ്റ്ററിൽ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ CMA ഫൈനലിലെ സ്റ്റഡി മെറ്റീരിയൽ ഓൾഡ് സിലബസിലും ന്യൂ സിലബസിലും ഉണ്ടായിരുന്ന അതേ ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ക്വിക്കായിട്ടൊന്ന് നോക്കിപ്പോവാം. ഓക്കെ, ഇതിൽ 9 gems ലിമിറ്റഡ് ആസ് ജസ്റ്റ് ഇൻസ്റ്റോൾഡ് മെഷീൻ ആർ അറ്റ് എ കോസ്റ്റ് ഓഫ് 2 lakh rupee. Machine has 5-year life with no residual value. Annual volume of production is estimated at 1,50,000 units which can be sold at 6 per unit. അപ്പോൾ നമുക്ക് 9 gems ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി they just installed machine at a cost of 2 lakh. അപ്പോൾ അവർ ഇപ്പോൾ 2 ലക്ഷം രൂപ കോസ്റ്റിന് ഓൾറെഡി ഒരു മെഷീൻ അവിടെ ഇൻസ്റ്റാൾ ചെയ്തു. 5 വർഷം ലൈഫ്, സാൽവേജ് വാല്യൂ ഇല്ല, പ്രൊഡക്ഷൻ 1,50,000 units ആണ് which can be sold at 6 per unit. Then annual operating cost at 2 lakh rupee. ആൻഡ് ഫിക്സഡ് കോസ്റ്റ് ആർ എസ്റ്റിമേറ്റഡ് അറ്റ് 3 per unit ഫോർ ദ സെയിം ലെവൽ ഓഫ് പ്രൊഡക്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മെഷീൻ ആറിനെ സംബന്ധിച്ച് ആ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഇൻഫർമേഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ക്വിക്കായിട്ടൊന്ന് നോട്ട് ചെയ്ത് പോകാം. ഞാൻ പാരലി ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ കയ്യിലുള്ളത് മെഷീൻ ആറാണ്. അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 2 lakh rupeesന് ഇൻസ്റ്റാൾ ചെയ്തു എന്നാണ് പറഞ്ഞേക്കണേ. ഇനി നമ്മളോട് പറയുന്നു അതിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി 1,50,000 units ആണ്. അപ്പോൾ 1,50,000 units ആണ് നമ്മളുടെ പ്രൊഡക്ഷൻ. ഇനി സെയിൽസ് പറഞ്ഞേക്കുന്നത് വിച്ച് ക്യാൻ ബി സോൾഡ് അറ്റ് 6 per unit എന്നാണ്. അപ്പോൾ 1,50,000 into 6, ദാറ്റ് ഈസ് അവർ സെയിൽസ് വാല്യൂ. ദെൻ അതിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് പറയുന്നുണ്ട്. നമ്മളുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് 2 lakh rupees per annum ആണ്. ഓക്കെ, ഇനി ലൈഫ് 5 years ആണ്, സാൽവേജ് വാല്യൂ ഇല്ല. ഓക്കെ, അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻ ആണ് മെഷീൻ ആറിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അടുത്ത നേരെ പറയുന്നു 9 gems ലിമിറ്റഡ് ഹാസ് ജസ്റ്റ് കം അക്രോസ് അനദർ മോഡൽ കോൾഡ് മെഷീൻ എസ് capable of giving the same output at an annual operating cost of 1,80,000 excluding depreciation. അപ്പോൾ അവർ പറയുന്നു അനദർ മെഷീൻ എസ്. നമുക്കപ്പോൾ മെഷീൻ എസിൻ്റെ ഡേറ്റ കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് പോവാം. മെഷീൻ എസ് അപ്പോൾ പറയുന്നത് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് 1,80,000 rupees ഉള്ളൂ. നേരത്തത് 2 lakh ആണ്, ഇവിടെ 1,80,000 മാത്രമേ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഉള്ളൂ. ദർ വിൽ ബി നോ ചേഞ്ച് ഇൻ ഫിക്സഡ് കോസ്റ്റ്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റിൽ മാറ്റമില്ല. ഇവിടെ ഒരു ഫിക്സഡ് കോസ്റ്റ് ഉണ്ടായിരുന്നു, നമ്മൾ ആ ഫിക്സഡ് കോസ്റ്റ് എഴുതിയിരുന്നില്ല, അതും കൂടെ ഒന്ന് എഴുതാം. ഫിക്സഡ് കോസ്റ്റ് പറഞ്ഞേക്കുന്നത് മെഷീൻ ആറിന് 3 per unit ആണ്. അപ്പോൾ 1,50,000 into 3, ദാറ്റ് ഈസ് 4,50,000 rupees ആണ് മെഷീൻ ആറിൻ്റെ ഫിക്സഡ് കോസ്റ്റ്. മെഷീൻ എസിൻ്റെ കേസിലും പറയുന്നു ദർ വിൽ ബി നോ ചേഞ്ച് ഇൻ ഫിക്സഡ് കോസ്റ്റ്. അപ്പോൾ 4,50,000 തന്നെയാണ് ഫിക്സഡ് കോസ്റ്റ്. പ്രൊഡക്ഷൻ 1,50,000 units തന്നെ, സെയിൽസ് 1,50,000ന് 6 per unit വെച്ച് സെയിൽസ് 9 lakh rupees തന്നെ. പിന്നെ എവിടെയാണ് ഡിഫറൻസ് ഉള്ളത്? അവർ പറയുന്നു കേപ്പബിൾ ഓഫ് ഗിവിംഗ് ദ സെയിം ഔട്ട്പുട്ട് അറ്റ് ആൻ ആനുവൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഓഫ് 1,80,000 എക്സ്ക്ലൂഡിംഗ് ഡിപ്രീസിയേഷൻ. അപ്പോൾ അവിടെയാണ് ചേഞ്ച്. നമ്മുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് 1,80,000 rupees മാത്രമേ ഉള്ളൂ. ഓക്കെ, then there will be no change in fixed cost and capital cost of this machine is 2,50,000. Estimated life of 5 years with a nil residual value. അപ്പോൾ കോസ്റ്റ് 2ന് പകരം 2,50,000 rupees ആണ്. ലൈഫ് മാറ്റമില്ല, 5 years തന്നെ, 2 മെഷീനും സാൽവേജ് വാല്യൂ ഇല്ല. ഇനി കമ്പനി ഹാസ് ആൻ ഓഫർ ഫോർ സെയിൽ ഓഫ് മെഷീൻ ആർ അറ്റ് ₹1 lakh, ബട്ട് കോസ്റ്റ് ഓഫ് ഡിസ്മാൻഡ്ലിംഗ് ആൻഡ് റിമൂവൽ വിൽ എമൗണ്ട് ടു 30,000 rupees. അതായത് നമ്മുടെ കമ്പനിക്ക് ഇപ്പോൾ എന്ത് ചെയ്യാം, മെഷീൻ ആർ ഇപ്പോൾ വേണമെങ്കിൽ വിൽക്കാം, വിറ്റ 1 lakh rupees കിട്ടും. പക്ഷേ അതിൽ 30,000 rupees എന്ന് പറയുന്നത് അതിൻ്റെ ഡിസ്മാൻഡ്ലിംഗ് ആൻഡ് റിമൂവൽ കോസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് 1 lakh കയ്യിൽ കിട്ടുമോ? ഇല്ല, അതിൽ നിന്ന് 30 പോയിട്ട് ബാക്കി 70,000 rupees മാത്രമേ നമ്മുടെ കയ്യിൽ കിട്ടുള്ളൂ. Then as the company has not yet commenced operation, it wants to sell machine R and purchase machine S. അപ്പോൾ അതാണ് സിറ്റുവേഷൻ. അവർക്ക് മെഷീൻ ആർ വിറ്റിട്ട് മെഷീൻ എസ് വാങ്ങണം. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ സാൽവേജ് വാല്യൂ പറയുന്നുണ്ട്. സാൽവേജ് വാല്യൂ നൗ എത്രയുണ്ട്? ഇത് 5 വർഷം കഴിഞ്ഞുള്ള സാൽവേജ് വാല്യൂ അല്ല, ഇപ്പോഴത്തെ സാൽവേജ് വാല്യൂ ആണ്. അത് 70,000 rupees ആണ്.
എവിടുന്ന 70 വന്നേ? 1 lakh rupees നമുക്ക് ഓപ്പറേറ്റിംഗ് സാൽവേജ് ഉണ്ട്, ബട്ട് അതിൽ 30,000 rupees നമുക്ക് എന്താണ് എക്സ്പെൻസ് ഉണ്ട്, റിമൂവൽ കോസ്റ്റ് ആണ്. അപ്പോൾ പോയിട്ട് ബാക്കിയുള്ള എമൗണ്ട് ആണ് നമ്മളുടെ 70,000 rupees. അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇതാണ്, അഡ്വൈസ് വെദർ കമ്പനി ഷുഡ് ഓഫർ റീപ്ലേസ്മെന്റ്. നമ്മുടെ കമ്പനി ഇപ്പോൾ ഇത് റീപ്ലേസ്മെന്റ് ഓപ്റ്റ് ചെയ്യണോ എന്നാണ് ചോദ്യം. ഓക്കെ, 5 വർഷത്തെ PV ഫാക്ടേഴ്സ് തന്നിട്ടുമുണ്ട്. അപ്പോൾ ഇത് ചോദ്യം എന്താണെന്നുള്ളത് കെയർഫുൾ ആയിട്ട് മനസ്സിലാക്കുക. കമ്പനി റീപ്ലേസ്മെന്റ് ഓപ്റ്റ് ചെയ്യണോ എന്നാണ് ചോദിച്ചേക്കണേ, അല്ലാതെ മെഷീൻ 6 വേണോ മെഷീൻ S വേണോ എന്നല്ല ചോദ്യം. അപ്പോൾ ഇവിടുത്തെ ചോദ്യം വളരെ ക്ലിയർ ആണ്, കാരണം അവർ മെഷീൻ 6 ഓൾറെഡി അവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അല്ലാതെ മെഷീൻ 6 വാങ്ങുന്നതിന് മുമ്പല്ല അവർ ചിന്തിക്കുന്നത് മെഷീൻ 6 വേണോ മെഷീൻ S വേണോ എന്ന്. പിന്നെയോ മറിച്ച് മെഷീൻ 6 ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ആ 6 കണ്ടിന്യൂ ചെയ്യണോ അതോ 6 മാറ്റി മെഷീൻ S വെക്കണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ആ ക്ലിയർ ഡിഫറൻസ് ഐഡന്റിഫൈ ചെയ്യുക. എന്താ ഇവിടുത്തെ ഡിഫറൻസ്? കാരണം മെഷീൻ 6 ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. അപ്പോൾ പിന്നെ മെഷീൻ 6 കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഇനി എന്തെങ്കിലും കോസ്റ്റ് മുടക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം മെഷീൻ 6ന്റെ ഇനിഷ്യൽ കോസ്റ്റ് ആയ 2 lakh rupee ഓൾറെഡി സ്പെൻഡ് ചെയ്തതാണ്. അപ്പം നമ്മൾ ഇനി മെഷീൻ 6 വാങ്ങണോ എന്നല്ല ചിന്തിക്കുന്നത്, മറിച്ച് മെഷീൻ 6 കണ്ടിന്യൂ ചെയ്യണോ എന്നാണ് ചിന്തിക്കുന്നത്. മെഷീൻ 6 കണ്ടിന്യൂ ചെയ്യാൻ ഇനിഷ്യൽ കോസ്റ്റ് ഉണ്ടോ? ഇനിഷ്യൽ കോസ്റ്റ് ഇല്ല. ഇനിഷ്യൽ കോസ്റ്റ് 0 ആണ്. കാരണം എന്താ? അത് ഓൾറെഡി വാങ്ങിച്ച മെഷീനാണ്. എന്നാൽ മെഷീൻ S വാങ്ങണമെങ്കിലോ? മെഷീൻ S വാങ്ങണമെങ്കിൽ ഇപ്പോൾ നമ്മൾ 2.5 ലക്ഷം രൂപ കൊടുക്കണം. പക്ഷേ 2.5 ലക്ഷം രൂപ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? 2,50,000 കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം മെഷീൻ 6 വിൽക്കുന്ന എമൗണ്ട് നമുക്ക് മെഷീൻ S വാങ്ങാൻ യൂസ് ചെയ്തുകൂടെ? കാരണം S വാങ്ങാൻ തീരുമാനിച്ചാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ട? 6 കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. 6 നമുക്ക് സെൽ ഓഫ് ചെയ്യാം. അങ്ങനെ സെല്ല് ചെയ്താൽ നമുക്കൊരു 70,000 rupees കിട്ടും. ആ 70,000 നമുക്ക് മെഷീൻ Sന്റെ കോസ്റ്റിൽ നിന്ന് മൈനസ് ചെയ്തുകൂടെ? കറക്റ്റ് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആലോചിക്കുക, നമുക്ക് ഒരു ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് സെനാരിയോ വരുമ്പോൾ നമ്മൾ അവിടുത്തെ ക്യാഷ് ഫ്ലോയെ 3 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യണം. ഇനിഷ്യൽ, ഇൻ്ററിം, ടെർമിനൽ. ഇനിഷ്യൽ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. ഇൻ്ററിം എന്ന് പറയുന്നത് നമ്മുടെ ഇൻഫ്ലോ ആണ്. ടെർമിനൽ എന്ന് പറയുന്നത് പ്രോജക്റ്റ് അവസാനിക്കുന്ന സമയത്ത് നമുക്കുള്ള ഇൻഫ്ലോ അല്ലെങ്കിൽ ഔട്ട്ഫ്ലോ എന്താണോ വോട്ട് എവർ ഇറ്റ് ഈസ് അതാണ്. അപ്പോൾ ഇവിടുത്തെ ഇനിഷ്യൽ ക്യാഷ് ഫ്ലോ എത്ര ഉണ്ടെന്ന് നോക്കുക. ഇനിഷ്യൽ ക്യാഷ് ഫ്ലോ നമ്മുടെ മെഷീൻ 6 കണ്ടിന്യൂ ചെയ്യാനായിട്ട് ടു കണ്ടിന്യൂ മെഷീൻ 6 നമുക്ക് കോസ്റ്റ് ഉണ്ടോ? MR എന്ന് കൊടുത്തേക്കുന്ന മെഷീൻ 6 എന്നുള്ള രീതിയിലാണ്. കോസ്റ്റ് ഉണ്ടോ? ഇല്ല, 0 ആണ്. എന്നാൽ ടു ബൈ മെഷീൻ S, നമ്മുടെ മെഷീൻ S വാങ്ങണമെങ്കിലുള്ള കോസ്റ്റോ? നമുക്ക് 2.5 ലക്ഷം രൂപ കൊടുക്കണം അല്ലേ? പക്ഷെ അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യാം? സാൽവേജ് ഓഫ് മെഷീൻ 6 നമുക്ക് മൈനസ് ചെയ്യാം. എത്ര സാൽവേജ് ഉണ്ട്? ഒരു 70,000 rupees സാൽവേജ് വാല്യൂ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നെറ്റ് ഇനിഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? നമ്മുടെ നെറ്റ് ഇനിഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത് മെഷീൻ 6 കണ്ടിന്യൂ ചെയ്യാൻ 0യും മെഷീൻ S റീപ്ലേസ് ചെയ്യാൻ 1,80,000 rupees ആയിരിക്കും നമ്മളുടെ ഇനിഷ്യൽ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? കാരണം എന്താ? കാരണം മെഷീൻ 6 ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള മെഷീനാണ്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് നമ്മൾ ഇനി ഒന്നും സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ മെഷീൻ S വാങ്ങണമെങ്കിലോ? S വാങ്ങണമെങ്കിൽ ആദ്യം അത് വാങ്ങണം. അപ്പോൾ ആ വാങ്ങാനായി 2,50,000 കോസ്റ്റ് ഉണ്ട്. എന്നാൽ പഴയ മെഷീൻ വിൽക്കുമ്പോൾ കിട്ടുന്ന 70,000 നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. പോയിട്ട് 1,80,000 മാത്രമേ ഇനി നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇനിഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത് മെഷീൻ 6ന് 0യും മെഷീൻ Sന് 1,80,000 rupees ആയിരിക്കും. അടുത്ത നമ്മളുടെ ഇൻ്ററിം ക്യാഷ് ഫ്ലോ ആണ്. എന്താണ് ഇൻ്ററിം ക്യാഷ് ഫ്ലോ? നമ്മളുടെ ഇൻഫ്ലോ ആണ്. എത്ര നമ്മളുടെ ഇൻഫ്ലോ? നമുക്ക് സെയിൽസിൽ സ്റ്റാർട്ട് ചെയ്യാം. 2 മെഷീനും സെയിം സെയിൽസ് ആണ്. 9 lakh rupees ആണ് സെയിൽസ്. അതിൽ നിന്ന് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് മൈനസ് ചെയ്യാം. ആദ്യത്തെ മെഷീൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് 2,80,000, 2 lakhും രണ്ടാമത്തെ മെഷീൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് 1,80,000 rupeesമാണ്. അതിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കൂടെ മൈനസ് ചെയ്യാം. ഫിക്സഡ് കോസ്റ്റ് 4,50,000 rupees ആണ് ആദ്യത്തെ മെഷീന്. രണ്ടാമത്തെ മെഷീനും അതേ 4,50,000 rupees ആണ് നമ്മളുടെ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയാം. കറക്റ്റ് അല്ലേ? വേറെ ഡിപ്രീസിയേഷൻ ഇല്ല, ടാക്സ് ഇല്ല. ക്വസ്റ്റ്യനകത്ത് ടാക്സ് പറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ ടാക്സ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നിക്കുന്നവർ സീറോ ടാക്സ് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ട്. S9 Gems Limited വിൽ ബി എ സീറോ ടാക്സ് കമ്പനി ഫോർ 7 years എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത 7 വർഷത്തേക്ക് നമുക്ക് ടാക്സ് ഇല്ല. അപ്പോൾ ടാക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല? ഡിപ്രീസിയേഷൻ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഡിപ്രീസിയേഷൻ കൺസിഡർ ചെയ്യുന്നത് എന്തിനു വേണ്ടി മാത്രമാണ്? ടാക്സ് അഡ്വാൻറ്റേജ് കൺസിഡർ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ ആണല്ലോ? ഈ കോൺസെപ്റ്റ് ഒക്കെ ഫെമിലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കിത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഫ്ലോ കിട്ടും. എത്ര ഇൻഫ്ലോ കിട്ടുക? 9 lakhിൽ നിന്ന് ഈ 2 lakhും 4,50,000 മൈനസ് ചെയ്താൽ 2,50,000, ഇവിടെ 2,70,000. നമുക്കിതിനെ പ്രസൻറ്റ് വാല്യൂലോട്ട് കൊണ്ടുവരാം. 5 വർഷത്തെ പ്രസൻറ്റ് വാല്യൂ ആണ് എടുക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യാം? നമ്മൾക്ക് നമ്മുടെ ആന്യൂറ്റി ഫാക്ടർ ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അവിടുത്തെ ആന്യൂറ്റി ഫാക്ടർ എത്രയാണെന്ന് നോക്കുക. ആന്യൂറ്റി ഫാക്ടർ അറ്റ്
15% ഫോർ 5 years. അതാണ് നമുക്ക് ആവശ്യം. കാരണം എന്താ, 5 വർഷം ഒരേ ഇൻഫ്ലോ അല്ലേ. അപ്പോൾ പിന്നെ യൂണിഫോം ക്യാഷ് ഫ്ലോ ആയ സ്ഥിതിക്ക് ആനുവിറ്റി ഫാക്ടർ ഉപയോഗിച്ചാൽ മതിയാവും. അവിടെ ആനുവിറ്റി ഫാക്ടർ തന്നിട്ടില്ല, പകരം നമുക്ക് 5 വർഷത്തെ ഡിസ്കൗണ്ട് ഫാക്ടറാണ് തന്നേക്കുന്നത്. അപ്പോൾ അതെന്ത് ചെയ്താൽ മതി, ഒന്ന് ആഡ് ചെയ്തെടുത്താൽ മതി. 0.8696 പ്ലസ് 0.7561 പ്ലസ് 0.6575 പ്ലസ് 0.5717 പ്ലസ് 0.4972. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ആനുവിറ്റി ഫാക്ടർ കിട്ടും. നമുക്ക് കിട്ടുന്ന ആനുവിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് 3.3521 ആണ്. അപ്പോൾ 2 വർഷം ആനുവിറ്റി ഫാക്ടർ കിട്ടി. മൾട്ടിപ്ലൈ ചെയ്താൽ പി വി ഓഫ് ഇൻഫ്ലോ കിട്ടും, അല്ലെങ്കിൽ ഇൻ്ററിം ക്യാഷ് ഫ്ലോ കിട്ടും. പി വി ഓഫ് ഇൻ്ററിം ക്യാഷ് ഫ്ലോ എത്ര കിട്ടുക, 2,50,000 ഇൻറ്റു 3.3521, 8,38,025. ഇവിടെ 2,70,000 ഇൻറ്റു 3.3521, അപ്പോൾ നമുക്ക് 9,05,067 എന്ന് കിട്ടും. ഓക്കെ ആണോ? അപ്പോൾ ഇനിഷ്യലായി ഇൻ്ററിമായി. ഇനി ടെർമിനൽ ക്യാഷ് ഫ്ലോ. ടെർമിനൽ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് പ്രോജക്റ്റ് എൻഡ് ചെയ്യുമ്പോഴത്തെ ക്യാഷ് ഫ്ലോ ആണ്. അങ്ങനെ ഒരു പ്രോജക്റ്റ് എൻഡ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് എന്തില്ല, ക്യാഷ് ഫ്ലോ ഒന്നും വരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അവിടെ സാൽവേജ് വാല്യൂ ഇല്ല, 5 വർഷം ലൈഫാണ്, റെസിഡ്യൂവൽ വാല്യൂ ഇല്ല എന്നാണ് തന്നേക്കുന്നത്. അപ്പോൾ പിന്നെ അവിടെ എന്തില്ല, നമ്മൾക്ക് ടെർമിനൽ ക്യാഷ് ഫ്ലോ വരാനായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എൻ ബി വി കാൽക്കുലേറ്റ് ചെയ്യാം. എന്താ എൻ ബി വി? പി വി ഓഫ് ഇൻഫ്ലോ മൈനസ് ഔട്ട്ഫ്ലോ. എത്ര പി വി ഓഫ് ഇൻഫ്ലോ? 8,38,025 മൈനസ് ഔട്ട്ഫ്ലോ എത്ര? നമ്മുടെ ഇനിഷ്യൽ കോസ്റ്റ്, നമ്മുടെ മെഷീൻ ആർ കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള ഇനിഷ്യൽ കോസ്റ്റ് 0 ആണ്. അപ്പോൾ പിന്നെ ഈ കിട്ടിയ എൻ്റയർ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോയും നമ്മളുടെ എൻ ബി വി ആയിരിക്കും. 8,38,025 റുപ്പീസും നമ്മുടെ ഇൻഫ്ലോ ആയിരിക്കും. എന്നാൽ മെഷീൻ എസിൻ്റെ കേസിലോട്ട് വന്നാൽ 9,05,000 ആണ് ഇൻഫ്ലോ. അതിൽ നിന്ന് ഔട്ട്ഫ്ലോ 1,80,000 മൈനസ് ചെയ്യാനുണ്ട്. മൈനസ് ചെയ്താൽ 7,25,067 റുപ്പീസ് നമുക്ക് എൻ പി വി കിട്ടും. അങ്ങനെയാണെങ്കിൽ എന്താ നമ്മുടെ ഡിസിഷൻ? മെഷീൻ ആർ കണ്ടിന്യൂ ചെയ്യുന്നതാണ് ബെറ്റർ, കറക്റ്റ് അല്ലേ? കാരണം മെഷീൻ ആർ കണ്ടിന്യൂ ചെയ്താൽ 8,38,025 റുപ്പീ ഇൻഫ്ലോ കിട്ടും, എൻ ബി വി കിട്ടും. എന്നാൽ മെഷീൻ എസ് ആണെങ്കിൽ 7,25,067 റുപ്പീസേ കിട്ടുള്ളൂ. അപ്പോൾ മെഷീൻ ആർ കണ്ടിന്യൂ ചെയ്താൽ എത്ര രൂപയുടെ ഇൻക്രിമെൻ്റൽ ബെനിഫിറ്റ് ഉണ്ട്? ഇൻക്രിമെൻ്റൽ എൻ പി വി ഓഫ് മെഷീൻ ആർ എത്രയുണ്ട്? ആ 8,38,025ഉം 7,25,000 ഡിഫറൻസ് 1,12,958 റുപ്പീസിൻ്റെ ഇൻക്രിമെൻ്റൽ എൻ ബി വി ആണ് മെഷീൻ ആറിനുള്ളത്. അപ്പോൾ നമ്മുടെ കൺക്ലൂഷൻ എന്താ? ഇറ്റ് ഈസ് ബെറ്റർ ടു കണ്ടിന്യൂ വിത്ത് മെഷീൻ ആർ. അപ്പോൾ മെഷീൻ ആർ കണ്ടിന്യൂ ചെയ്യുന്നതാണ് ലാഭം, അല്ലാതെ മെഷീൻ എസ് വാങ്ങുന്ന നഷ്ടമാണ്. അപ്പോൾ മെഷീൻ ആർ കണ്ടിന്യൂ ചെയ്യുന്നതാണ് നമ്മളെ സംബന്ധിച്ച് ലാഭം. ക്ലിയർ ആണോ? നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ ചോദിക്കുക. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാം, നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഐ തിങ്ക് നമ്മുടെ ടൈപ്പ് ചെയ്യുന്നതിൽ പലതും കുറച്ച് വിസിബിലിറ്റി പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. സോ ഐ വിൽ പുട്ട് എ ഗ്യാപ്പ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങളുടെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ ലൈവിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തോളാം. ആ ഡൗട്ട് കാണുമ്പോൾ ഞാനത് ക്ലിയർ ചെയ്തോളാം. ഓക്കെ, ദെൻ അതിൻ്റെ ഒരു ബി പാർട്ട് ചോദിച്ചിട്ടുണ്ട്. സജസ്റ്റ് ഇഫ് ദർ ഈസ് എനി ചേഞ്ച് ഇൻ യുവർ വ്യൂ ഇഫ് മെഷീൻ ആർ ഹാസ് നോട്ട് ബീൻ ഇൻസ്റ്റോൾഡ് ബട്ട് കമ്പനി ഈസ് ഇൻ ദ പ്രോസസ് ഓഫ് സെലക്ടിങ് വൺ ഓർ ദ അതർ മെഷീൻ. അപ്പോൾ അവിടെ രണ്ടാമതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്ന അതാണ്, നിങ്ങളുടെ വ്യൂ പോയിന്റിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? എങ്ങനെയാണെങ്കിൽ ഇഫ് മെഷീൻ ആർ ഹാസ് നോട്ട് ബീൻ ഇൻസ്റ്റോൾഡ് ബട്ട് കമ്പനി ഈസ് ഇൻ ദ പ്രോസസ് ഓഫ് സെലക്ടിങ് വൺ ഓർ ദ അതർ മെഷീൻ. അപ്പോൾ കമ്പനി മെഷീൻ ആർ അവിടെ ഇൻസ്റ്റോൾ ചെയ്തിട്ടില്ല, മറിച്ച് ഏതെങ്കിലും ഒരു മെഷീൻ ഇൻസ്റ്റോൾ ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുകയാണ്. അപ്പോൾ മെഷീൻ ആർ ഇൻസ്റ്റോൾ ചെയ്തിട്ടില്ല, പകരം ഏതർ ഓഫ് ദ മെഷീൻ ആർ വേണോ മെഷീൻ എസ് വേണോ എന്നാണ് ചിന്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആൻസറിനകത്ത് മാറ്റമുണ്ടാകുമോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആൻസറിനകത്ത് മാറ്റം ഉണ്ടാവുമോ? ഡെഫിനറ്റ്ലി മാറ്റം ഉണ്ടാവും. കാരണം എന്താ, മെഷീൻ ആർ ഇൻസ്റ്റോൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മെഷീൻ ആർ വാങ്ങണം, കറക്റ്റ് അല്ലേ? അപ്പോൾ മെഷീൻ ആറിന് ഇനീഷ്യൽ ക്യാഷ് ഫ്ലോ ഉണ്ടാവും. ഇനി മെഷീൻ എസ് എൻ്റെ കേസിലോ, മെഷീൻ എസ് വാങ്ങാൻ 2,50,000 മുടക്കേണ്ടിയും വരും. കാരണം മെഷീൻ ആർ വിറ്റ് കിട്ടുന്ന എമൗണ്ട് നമുക്കവിടെ കിട്ടില്ല. അപ്പോൾ പിന്നെ മെഷീൻ എസ് പൂർണ്ണമായും നമ്മൾ വാങ്ങേണ്ടി വരും. അപ്പോൾ എന്തൊക്കെ മാറ്റം ഉണ്ടാവും? നമ്മളുടെ ഇനിഷ്യൽ ക്യാഷ് ഫ്ലോയിലാണ് പ്രധാനമായിട്ട് മാറ്റം ഉണ്ടാവുക. ഇനിഷ്യൽ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് മെഷീൻ ആറിന് 2,00,000 റുപ്പീസ് കോസ്റ്റ് ഉണ്ടാവും, മെഷീൻ എസിന് 2,50,000 റുപ്പീസും കോസ്റ്റ് ഉണ്ടാവും. ഇനി പി വി ഓഫ് ഇൻ്ററിമിനകത്തോ? പി വി ഓഫ് ഇൻ്ററിം സെയിം തന്നെ, എത്ര തന്നെ? പഴയ 8,38,025ഉം 9,05,067. ഓക്കെ ആണോ? അപ്പോൾ അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മളുടെ എൻ പി വി കിട്ടും. എത്ര എൻ പി വി കിട്ടുക?
8,38,025 മൈനസ് ഒറിജിനൽ കോസ്റ്റ് 2 lakh. അപ്പോൾ 6,38,025. ഇവിടെ 6,55,067. അങ്ങനെയാണെങ്കിൽ ഏതാണ് ബെറ്റർ? മെഷീൻ എസ് വാങ്ങുന്നതാണ് ബെറ്റർ. കറക്റ്റ് അല്ലേ? കാരണം എന്താ? മെഷീൻ എസ് വാങ്ങുമ്പോഴാണ് NBV കൂടുതൽ കിട്ടുക. എത്ര ഇൻക്രിമെൻ്റൽ NBV ഉണ്ടാവും? ഇൻക്രിമെൻ്റൽ NBV ഓഫ് മെഷീൻ എസ് എന്ന് പറയുന്നത് 6,55,067 മൈനസ് 6,38,025, ദാറ്റ് ഈസ് 17,042 റുപ്പീസിൻ്റെ ഇൻക്രിമെൻ്റൽ NBV നമ്മൾക്ക് അവിടെ ഉണ്ടാവും. ഓക്കെ ആണോ? അപ്പോൾ PV ഓഫ് ഇൻ്ററിം അതുപോലെ എടുക്കാനുള്ള കാരണം എന്താ? അതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, രണ്ടും സെയിം വാല്യൂസ് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിൽ ഒരു ചേഞ്ചും കൊണ്ടുവരാത്തത്. എന്നാൽ ഇനിഷ്യൽ ക്യാഷ് ഫ്ലോയുടെ കാര്യത്തിൽ മാറ്റം ഉണ്ടാവും, കാരണം മെഷീൻ ആർ പുതുതായിട്ട് വാങ്ങണം. മെഷീൻ എസിൻ്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യണം? പുതുതായിട്ട് വാങ്ങണം. അതുപോലെ മെഷീൻ ആർ വിറ്റ് കിട്ടുന്ന പൈസ നമുക്ക് അവിടെ കിട്ടുകയില്ല. ഓക്കെ, സോ അതാണ് നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ഇനി അതിൻ്റെ ബി പാർട്ടാണ്. നമുക്ക് ബി പാർട്ടിലോട്ട് പോയാലോ? ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ക്ലിയർ ചെയ്യാം. ബി പാർട്ടിലോട്ട് പോവാം. ബി പാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ, ഫെയർ ഫിനാൻസ്, എ ലീസിംഗ് കമ്പനി, ഹാസ് ബീൻ അപ്രോച്ച്ഡ് ബൈ എ പ്രോസ്പെക്റ്റീവ് കസ്റ്റമർ intending to acquire a machine whose cash down price is 3 crore. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫെയർ ഫിനാൻസ് എന്ന് പറയുന്ന ലീസിംഗ് കമ്പനിയുടെ കേസാണ്. അപ്പോൾ നമുക്ക് ഇത് ഏത് ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റൻ ആണ്? ലീസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റൻ ആണ് അല്ലേ? അപ്പോൾ എഗെയിൻ ഇതും നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ അതേ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തേക്കാണ്. ഈ പാറ്റേൺ കണ്ടാൽ അറിയാം, സ്റ്റഡി മെറ്റീരിയൽ അതേ ക്വസ്റ്റൻ ആണ് വീണ്ടും ചോദിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നിക്കുന്നു ന്യൂ സിലബസിൽ നേരത്തെ ആണെങ്കിൽ തന്നെ ഓൾറെഡി CMA ഫൈനലിൻ്റെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് കൂടുതലും സ്റ്റഡി മെറ്റീരിയൽ ബേസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ സ്റ്റഡി മെറ്റീരിയലിനെ പ്രൈമറി ഫോക്കസ് കൊടുക്കുക. സ്റ്റഡി മെറ്റീരിയലിലെ മാക്സിമം ക്വസ്റ്റ്യൻ 100% ക്വസ്റ്റ്യൻ കവർ ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം മാത്രം മതി നിങ്ങൾ ഈ അഡീഷണൽ മെറ്റീരിയലിലോട്ടൊക്കെ പോകേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയലിന് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. സ്റ്റഡി മെറ്റീരിയലിലെ മാക്സിമം ക്വസ്റ്റ്യൻ കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കേസിൽ ഫെയർ ഫിനാൻസ്, എ ലീസിംഗ് കമ്പനി, has been approached by a prospective customer intending to acquire a machine whose cash down price is 3 crore. അപ്പോൾ നമ്മുടെ ഒരു ഫെയർ ഫിനാൻസ് എന്ന് പറയുന്ന ലീസിംഗ് കമ്പനിയാണ്. അവരുടെ അടുത്ത് ഒരു കസ്റ്റമർ അപ്രോച്ച് ചെയ്യുന്നു. എന്തിനാണ്? ഒരു മെഷീൻ വാങ്ങാനായിട്ട്. ആ മെഷീൻ്റെ കോസ്റ്റ് 3 crore rupees ആണ്. ഇനി കസ്റ്റമർ ഇൻ ഓർഡർ ടു ലെവറേജ് ഹിസ് ടാക്സ് പൊസിഷൻ ഹാസ് റിക്വസ്റ്റഡ് എ കോഡ് ഫോർ 3-year lease വിത്ത് rental payable at the end of each year, but in a diminishing manner such that they are in the ratio of 3:2:1. അപ്പോൾ നമ്മളോട് പറഞ്ഞേക്കുന്നത് കസ്റ്റമർ ലീസിന് കോട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ലീസ് റെൻറ്റ് കോട്ട് ചെയ്യണം നമ്മുടെ കസ്റ്റമർക്ക്. നമ്മുടെ ലീസിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന അസറ്റിൻ്റെ കോസ്റ്റ് 3 crore rupees ആണ്. പക്ഷേ കസ്റ്റമർ ഇൻ ഓർഡർ ടു ലെവറേജ് ഹിസ് ടാക്സ് പൊസിഷൻ ഹാസ് റിക്വസ്റ്റഡ് എ കോഡ് ഫോർ 3-year lease വിത്ത് ലീസ് റെൻ്റൽ പേയബിൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ, ബട്ട് ഇൻ എ ഡിമിനിഷിംഗ് മാനർ സച്ച് ദാറ്റ് ദേ ആർ ഇൻ ദ റേഷ്യോ ഓഫ് 3:2:1. അപ്പോൾ കസ്റ്റമർ ലീസ് റെൻ്റ് ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? 3 വർഷവും ഒരേ ലീസ് റെൻ്റ് അല്ല അയാൾക്ക് വേണ്ടേ, മറിച്ച് 3:2:1 എന്ന് പറഞ്ഞ റേഷ്യോയിൽ അയാൾക്ക് ലീസ് റെൻ്റ് വേണം എന്നാണ് ആവശ്യം. എന്തിനാണ് അങ്ങനെ ഒരു ഡിമാൻഡ്? അവർക്ക് ടാക്സ് പൊസിഷൻ, ടാക്സ് അഡ്വാൻറ്റേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം 3:2:1 റേഷ്യോ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, നമ്മൾ 3-ാമത്തെ വർഷം ചാർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലീസ് റെൻ്റ് 1 രൂപയാണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ ചാർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലീസ് റെൻ്റ് അതിൻ്റെ 3 times ആവണം. സെക്കൻഡ് ഇയറിൽ ചാർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ 2 times ആവണം. ലാസ്റ്റ് ഇയറിൽ ആ നോർമൽ വാല്യൂ തന്നെ. അപ്പോൾ അങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താ? ആദ്യ വർഷങ്ങളിൽ ഹൈ ലീസ് റെൻറ്റും അവസാനത്തെ വർഷങ്ങളിൽ ലീസ് റെൻറ്റ് കുറവുമായിരിക്കും. അങ്ങനെ വന്നാൽ കസ്റ്റമർക്കുള്ള അഡ്വാൻറ്റേജ് എന്താ? ലീസ് റെൻറ്റ് കൂടുതൽ കിട്ടുമ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാം? കൂടുതൽ ടാക്സ് അഡ്വാൻറ്റേജ് നേരത്തെ തന്നെ ക്ലെയിം ചെയ്യാൻ പറ്റും. കാരണം അയാളുടെ ലീസ് റെൻറ്റ് കൂടുതലാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? P&L അക്കൗണ്ടിൽ അത്രയും കൂടുതൽ എക്സ്പെൻസ് ക്ലെയിം ചെയ്യാം. അതുവഴിക്ക് കൂടുതൽ ടാക്സ് അഡ്വാൻറ്റേജ് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം 3:2:1 ലീസ് റെൻറ്റ് ചോദിച്ചേക്കുന്നത്. ഇനി പറയുന്നു, ഡിപ്രീസിയേഷൻ ക്യാൻ ബി അസ്യൂംഡ് ഓൺ സ്ട്രേറ്റ് ലൈൻ ബേസിസ് ആൻഡ് ഫെയർ ഫിനാൻസസ് മാർജിനൽ ടാക്സ് റേറ്റ് ഈസ് 35%. ദ ടാർഗറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ ഫോർ ഫെയർ ഫിനാൻസ് ഓൺ ട്രാൻസാക്ഷൻ ഈസ് 12%. ഇപ്പോൾ നമ്മുടെ ഫെയർ ഫിനാൻസിൻ്റെ ടാർഗറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് 12% ആണ്. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ലീസ് റെൻറ്റ് ടു ബി കോട്ടഡ് ഫോർ ദ ലീസ് ഫോർ 3 years. അങ്ങനെയാണെങ്കിൽ അടുത്ത 3 വർഷത്തേക്കുള്ള ലീസ് റെൻറ്റ് കോട്ട് ചെയ്യാനായിട്ടാണ് നമ്മളോട് ആവശ്യപ്പെട്ടേക്കണേ. അപ്പോൾ എങ്ങനെ ചെയ്യാം? നമ്മൾ നോർമലി ഇത്തരത്തിലുള്ള ലീസിങ് ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുക? ലീസ് റെൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ, ലീസ് റെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മളത് എങ്ങനെയാണ് സോൾവ് ചെയ്യുക? നമ്മൾ ചിന്തിക്കുന്ന ഇതാണ്, നമ്മളുടെ ലീസ് റെൻറ്റ് എന്ന് പറയുന്നത് എക്സ് എമൗണ്ട് ആണ്. അപ്പോൾ നമ്മുടെ ലീസിങ് കമ്പനിയുടെ ഭാഗത്തുനിന്ന് ആലോചിക്കാം, ഞാൻ എക്സ് എമൗണ്ട് വീതം ലീസ് റെൻറ്റ് ചാർജ് ചെയ്യുന്നു. ഈ ലീസ് റെൻറ്റിനകത്തുനിന്ന് കിട്ടുന്ന എമൗണ്ട് മുഴുവൻ എനിക്ക് നെറ്റ് പ്രോഫിറ്റ് അല്ല. പിന്നെയോ എൻ്റെ ലീസ് റെൻറ്റിന് ഞാൻ ടാക്സ് അടയ്ക്കണം. പക്ഷേ ടാക്സ് അടയ്ക്കുമ്പോൾ ഞാൻ ലീസിന് കൊടുത്തേക്കുന്ന അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ എനിക്ക് ക്ലെയിം ചെയ്യാം.
അപ്പോൾ ഞാൻ എക്സ് എമൗണ്ട് ലീസ് റെൻറ്റ് ചാർജ് ചെയ്താൽ ആ ലീസ് റെൻറ്റിൽ നിന്ന് ഞാൻ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യും. ബാക്കിയുള്ള പ്രോഫിറ്റിൻ്റെ 35% ടാക്സ് ഞാൻ പേ ചെയ്യണം. എന്നിട്ട് ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്യുക. അപ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ നെറ്റ് ക്യാഷ് ഫ്ലോ എന്ന് പറയുക. അപ്പോൾ ഞാൻ അസറ്റ് ലീസിന് കൊടുത്താൽ എൻ്റെ കയ്യിൽ കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഈ എക്സ് എമൗണ്ടിൽ നിന്ന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്ത് ടാക്സ് മൈനസ് ചെയ്ത് ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്യുന്നതാണ്. കറക്റ്റ് അല്ലേ? അങ്ങനെ എത്ര വർഷത്തേക്കാണ് ലീസിന് കൊടുക്കുന്നത്? 3 വർഷത്തേക്ക്. അങ്ങനെ 3 വർഷത്തെ ലീസ് റെൻറ്റിൻ്റെ പ്രസൻറ്റ് വാല്യൂ എടുക്കാം. ഏത് റേറ്റിൽ? നമ്മുടെ ടാർഗറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ പറഞ്ഞിട്ടുണ്ട് 12% ആണ്. എന്താ ഈ ടാർഗറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ? നമ്മുടെ IRR ആണ്, ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. അപ്പോൾ IRR 12%. കാരണം IRR എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രോജക്റ്റിൻ്റെ ആക്ച്വൽ പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് ആണ് IRR, അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റിൻ്റെ ടോട്ടൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് IRR. IRRൻ്റെ കോൺസെപ്റ്റ് കറക്റ്റായിട്ട് അറിയാത്തവർ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, IRRൽ NBV 0 അല്ലേ, അപ്പോൾ പിന്നെ IRR എന്ന് പറഞ്ഞാൽ പ്രോജക്റ്റിൻ്റെ പ്രോഫിറ്റ് ആണോ? നിങ്ങൾ മനസ്സിലാക്കിയ കോൺസെപ്റ്റ് തെറ്റാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംശയം ഉണ്ടാവുക. IRRൻ്റെ കറക്റ്റ് കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ IRR 12% ആണെന്ന് വെച്ചാൽ മീനിങ് ആ പ്രോജക്റ്റിൻ്റെ ടോട്ടൽ പ്രോഫിറ്റ് 12% ആണെന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളിൽ നമുക്ക് ഇത്തരം കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മുടെ IRR 12% ആണ്. സോ നമ്മളുടെ ഇൻഫ്ലോയെ 12%ൽ ഡിസ്കൗണ്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? നമ്മുടെ കോസ്റ്റിന് തുല്യമാവണം, ഔട്ട്ഫ്ലോയ്ക്ക് തുല്യമാകണം. ഓക്കെ ആണോ? അപ്പോൾ നമ്മുടെ ഇൻഫ്ലോയെ 12%ൽ ഡിസ്കൗണ്ട് ചെയ്താൽ അത് ഏതിന് തുല്യമാവണം? ഔട്ട്ഫ്ലോയ്ക്ക് തുല്യമാകണം. കാരണം എന്താ? നമ്മുടെ IRR 12% ആണ്, ടാർഗറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ 12%. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ലീസ് റെൻറ്റ് ഇൻ ഇയർ 3 നമുക്ക് എക്സ് ആയിട്ട് കൊടുക്കാം. കാരണം നമ്മുടെ ലീസ് റെൻറ്റ് 3 വർഷം ഒരേ എമൗണ്ട് ആണോ? അല്ല, 3 വർഷം 3 എമൗണ്ട് ആണ് അല്ലേ? മൂന്നാമത്തെ വർഷം 1 ആണെങ്കിൽ രണ്ടാമത്തെ വർഷം 2 ആണ്, ആദ്യത്തെ വർഷം 3 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലീസ് റെൻറ്റ് ഇൻ ഇയർ 3 എന്ന് പറയുന്നത് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും ലീസ് റെൻറ്റ് എന്തായിരിക്കും? നമുക്ക് 3 വർഷമായിട്ട് കൊടുക്കാം. ഓക്കെ, 3 വർഷം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലീസ് റെൻറ്റ് എന്ന് പറയുന്നത് ഇൻ ഇയർ 3 എക്സ് ആണെങ്കിൽ ഫസ്റ്റ് ഇയറിലെ ലീസ് റെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 3x ആയിരിക്കും. സെക്കൻഡ് ഇയറിലത് 2x ആയിരിക്കും. തേർഡ് ഇയറിലത് എക്സ് ആയിരിക്കും. കറക്റ്റ് അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം കൊടുക്കുന്നു ലെറ്റ് ലീസ് റെൻറ്റ് ഇൻ ഇയർ 3 dx. ലെറ്റ് ലീസ് റെൻറ്റ് ഇൻ ഇയർ 3 ബി എക്സ്. മൂന്നാമത്തെ വർഷത്തെ ലീസ് റെൻറ്റ് എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്താൽ ആദ്യത്തെ വർഷത്തെ ലീസ് റെൻറ്റ് എത്ര ആയിരിക്കും? 3x ആയിരിക്കും. സെക്കൻഡ് ഇയറിൽ 2x ആയിരിക്കും. തേർഡ് ഇയറിൽ എക്സ് ആയിരിക്കും. അതിൽ നിന്ന് നമുക്ക് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യാം. അപ്പോൾ എത്രയാണ് ഡിപ്രീസിയേഷൻ? അസറ്റിൻ്റെ കോസ്റ്റ് 3 crore rupees ആണ്. പിന്നെ നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ ഡിപ്രീസിയേഷൻ ആണ് പറഞ്ഞേക്കുന്നത്. ഡിപ്രീസിയേഷൻ ക്യാൻ ബി അസ്യൂംഡ് ടു ബി ഓൺ സ്ട്രെയിറ്റ് ലൈൻ ബേസിസ്. മാർജിനൽ ടാക്സ് റേറ്റ് 35%. അവിടെ എന്തെങ്കിലും സാൽവേജ് വാല്യൂ ഉള്ളതായിട്ട് പറയുന്നില്ല, അസറ്റിന് എന്തെങ്കിലും സാൽവേജ് വാല്യൂ ഉള്ളതായിട്ട് പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡിപ്രീസിയേഷൻ എത്ര ആയിരിക്കും? 1 crore rupee വെച്ചായിരിക്കും നമ്മുടെ ആനുവൽ ഡിപ്രീസിയേഷൻ വരിക. കറക്റ്റ് അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്താൽ നമുക്ക് PBT കിട്ടും, പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടും. എത്ര കിട്ടുക? 3x മൈനസ് 1 crore. ഇവിടെ 2x മൈനസ് 1 crore. ഇവിടെ x മൈനസ് 1 crore. ഇതിൽ നിന്ന് ടാക്സ് 35% മൈനസ് ചെയ്യാം. ഏതിൻ്റെ 35%? ഈ 3x മൈനസ് 1 crore-ൻ്റെ 35%. അപ്പോൾ 35% ഓഫ് 3x മൈനസ് 1 crore. ഇവിടെ 35% ഓഫ് 2x മൈനസ് 1 crore. ഇവിടെ 35% ഓഫ് x മൈനസ് 1 crore. അപ്പോൾ ഇതിൽ നിന്ന് 35% പോയാൽ നമുക്ക് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടും. എത്ര ആയിരിക്കും? നാച്ചുറലി ഈ എമൗണ്ടിൽ നിന്ന് അതിൻ്റെ 35% പോയാൽ പിന്നെ ബാക്കിയുള്ളത് എന്താ? 65% ആണ് അല്ലേ? അപ്പോൾ 65% ഓഫ് 3x മൈനസ് 1 crore എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 65% ഓഫ് 3. സോ 3യുടെ 65% വിച്ച് ഈസ് 1.95 crore. അപ്പോൾ 1.95 മൈനസ് 1.95x മൈനസ് 65% ഓഫ് 1 crore 65 lakh. ഓക്കെ, ഇവിടെയോ 65% ഓഫ് 2x മൈനസ് 1 crore. 65% ഓഫ് 2x മൈനസ് 1 crore. അപ്പോൾ എത്ര വരിക? 2ൻ്റെ 65%. നമുക്ക് അകത്തോട്ട് എക്സ്പാൻഡ് ചെയ്യാം. 2ൻ്റെ 65% മീൻസ്
നമുക്ക് എത്ര കിട്ടുക 1.3. അപ്പോൾ 1.30x മൈനസ് 65 lakh. ലാസ്റ്റ് 65% ഓഫ് എക്സ് മൈനസ് 1 crore. അപ്പോൾ അതിൻ്റെ വാല്യൂ എത്ര വരിക 0.65x മൈനസ് 65 lakh. ഇനി അതിൽ നമുക്ക് ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്യാം. എത്ര നമ്മുടെ ഡിപ്രീസിയേഷൻ വരിക? നമ്മുടെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 1 crore rupees ആണ്. അപ്പോൾ 3 വർഷവും 1 crore rupee വീതം ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ് ബിഫോർ ഡിപ്രീസിയേഷൻ കിട്ടും. എത്ര കിട്ടുക 1.95x മൈനസ് 65 lakh പ്ലസ് 1 crore. അപ്പോൾ മൈനസ് 65 lakh പ്ലസ് 1 crore എത്ര വരും? പ്ലസ് 35 lakh എന്ന് വരും. ഓക്കെ ആണോ? ഇവിടെയോ? ഇവിടെ 1.3x മൈനസ് 65 lakh പ്ലസ് 1 crore. അപ്പോൾ 1.30x മൈനസ് 65 പ്ലസ് 1 crore പ്ലസ് 35 lakh എന്ന് വരും. ഇവിടെയോ 0.65x മൈനസ് 65 പ്ലസ് 1 crore പ്ലസ് 35 lakh. അപ്പോൾ ഇതാണ് നമ്മളുടെ ക്യാഷ് ഫ്ലോ എന്ന് പറയുക. നമുക്കിനി എന്ത് ചെയ്യണം? ഈ ക്യാഷ് ഫ്ലോയെ പ്രസൻറ്റ് വാല്യൂയിലോട്ട് കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്യാഷ് ഫ്ലോയെ പ്രസൻറ്റ് വാല്യൂയിലോട്ട് കൊണ്ടുവരാം. അതിനായിട്ട് നമ്മുടെ ഡിസ്കൗണ്ടിങ് ഫാക്ടർ യൂസ് ചെയ്യാം. എത്ര റേറ്റ്? 12% ആണ്. അപ്പോൾ ആ 12%ലുള്ള ഡിസ്കൗണ്ടിങ് ഫാക്ടർ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെ എടുക്കാം? 1 ഡിവൈഡഡ് ബൈ 1.12 റേസ് ടു 1. 0.8929. സെക്കൻഡ് ഇയറിൽ 0.7972. തേർഡ് ഇയറിൽ 0.7118. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ കിട്ടും. ഈ കിട്ടുന്ന പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ നമുക്ക് എന്തിലോട്ട് ഇക്വേറ്റ് ചെയ്യാം? ഔട്ട്ഫ്ലോ ആയ 3 crore rupeesലോട്ട് ഇക്വേറ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് എക്സിൻ്റെ വാല്യൂ സോൾവ് ചെയ്യാൻ പറ്റും. ക്ലിയർ? അപ്പോൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ കിട്ടും. എങ്ങനെ എടുക്കുക? 1.95x പ്ലസ് 35 lakh ഇൻറ്റു 0.8929. അപ്പോൾ എത്ര വരും? 1.95 ഇൻറ്റു 0.8929. അപ്പോൾ അത് 1.7412x എന്ന് കിട്ടും. അപ്പോൾ 1.7412x പ്ലസ് 35 lakh ഇൻറ്റു 0.8929. 35 lakh ഇൻറ്റു 0.8929. 31,25,150. അപ്പോൾ പ്ലസ് 31,25,000. 31.25 lakh. ഞാൻ എക്സാക്ട് ഫിഗർ എടുക്കുന്നില്ല, റൗണ്ട് ചെയ്തങ്ങ് വിടുകയാണ്. അടുത്ത 1.3x പ്ലസ് 35 lakh ഇൻറ്റു 0.7972. അപ്പോൾ എത്ര വരിക? 1.30 ഇൻറ്റു 0.7972 എന്ന് പറയുന്നത് 1.04x ആണ്. അപ്പോൾ 1.04x പ്ലസ് 35 lakh ഇൻറ്റു 0.7972. അപ്പോൾ 1.04x പ്ലസ് 35 lakh ഇൻറ്റു 0.7972 which is 27,90,000. അപ്പോൾ 1.04x പ്ലസ് 27,90,000. ഓക്കെ, ഇനി ലാസ്റ്റ് 0.65 ഇൻറ്റു 0.7118. അപ്പോൾ 0.65 ഇൻറ്റു 0.7118. 0.46x. അപ്പോൾ 0.46x പ്ലസ് 35 lakh ഇൻറ്റു 0.7118. 24,91,000. അപ്പോൾ 0.46x പ്ലസ് 24.91 lakh. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ പി വി ഓഫ് ഇൻഫ്ലോ കിട്ടും. അപ്പോൾ എത്ര ടോട്ടൽ പി വി ഓഫ് ഇൻഫ്ലോ? നമ്മുടെ എക്സ് ഉള്ളതെല്ലാം കൂടെ ആഡ് ചെയ്യാം. 1.7412x പ്ലസ് 1.04x പ്ലസ് 0.46x എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3.24x എന്ന് കിട്ടും. അപ്പോൾ 3.24x പ്ലസ് 31,25,000 പ്ലസ് 27,90,000 പ്ലസ് 24,91,000 എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 84,06,000 എന്ന് കിട്ടും. അപ്പോൾ പ്ലസ് 84,06,000. ഇതാണ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ. നമ്മുടെ ഔട്ട്ഫ്ലോ എത്ര? ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് 3 crore rupees ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ ഔട്ട്ഫ്ലോയ്ക്ക് ഈക്വൽ ആയിരിക്കും. കാരണം എന്താ? നമ്മൾ IRR ആയ 12%ലാണ് ഇൻഫ്ലോ എടുത്തിട്ടുള്ളത്, ഇൻഫ്ലോയുടെ പ്രസൻറ്റ് വാല്യൂ എടുത്തിട്ടുള്ളത്. അപ്പോൾ IRR 12% ആണെങ്കിൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ 12% എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഔട്ട്ഫ്ലോയ്ക്ക് ഈക്വൽ ആയിരിക്കും. അതായത് 3 crore rupeesന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതിനെ ഇക്വേറ്റ് ചെയ്യാം, നമുക്ക് എക്സിൻ്റെ വാല്യൂ വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ 3.24x പ്ലസ് 84,06,000 ഈസ് ഈക്വൽ ടു 3 crore.
അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്ര വരിക? ആദ്യം 3.24 എക്സിൻ്റെ വാല്യൂ എടുക്കാം. എക്സ് ഈസ് ഈക്വൽ ടു 3 crore മൈനസ് 84,06,000. ഇത് എക്സാക്ട് വാല്യൂ അല്ല, നമ്മൾ റൗണ്ട് ഓഫ് ചെയ്തിട്ടുണ്ട് പലയിടത്തും, അതുകൊണ്ട് എക്സാക്ട്ലി കിട്ടത്തില്ല. സോ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2,15,94,000 ഡിവൈഡഡ് ബൈ 3.24 വിച്ച് ഈസ് 66,64,815 എന്നാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, അതിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും, കാരണം നമ്മൾ ഞാൻ ഇതിൽ ലൈവ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ എക്സാക്ട് വാല്യൂസ് എടുത്ത് 4 ഡെസിമൽ പോയിന്റ് ഒന്നും എടുത്തിട്ടില്ല. ആൻസർ റൗണ്ട് ചെയ്തങ്ങ് വിട്ടേക്കാണ്. അപ്പോൾ തേർഡ് ഇയറിലെ ലീസ് റെൻ്റ് ആണ് നമുക്ക് കിട്ടിയത്. എത്ര? ലീസ് റെൻ്റ് ഇൻ ഇയർ 3 എന്ന് പറയുന്നത് 66.65 lakh ആണ്. 66.65 lakh. ഓക്കെ, ഇനി ഇയർ 2ലെ റെൻ്റ് എത്ര ആയിരിക്കും? ഇൻറ്റു 2 ആയിരിക്കും. ഇയർ 1ലെ റെൻ്റ് ഇൻറ്റു 3 ആയിരിക്കും. ഓക്കെ ആണോ? അപ്പോൾ ഇതാണ് നമ്മളുടെ ഫെയർ ഫിനാൻസിൻ്റെ കേസിലുള്ള നമ്മുടെ ലീസ് റെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ലീസ് റെൻ്റ്. നമ്മുടെ മെറ്റീരിയൽ ആൻസർ, നിങ്ങളുടെ മോഡൽ ക്വസ്റ്റിൻ്റെ അതിനകത്ത് സജസ്റ്റഡ് ആൻസർ വരുന്ന ഇതാണ് 66.6409 lakh. അതാണ് നമുക്ക് കിട്ടിയത്. എത്രയാണ്? 66,65,000 അല്ലെങ്കിൽ 66.65 lakh എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് തേർഡ് ഇയറിലെ ലീസ് റെൻ്റ് ആണ്. അപ്പോൾ ഇയർ 2ൽ എത്ര ആയിരിക്കും? ഇയർ 2ൽ ഇത് ഇൻറ്റു 2 ആയിരിക്കും. 66.65 ഇൻറ്റു 2. അപ്പോൾ നമുക്ക് 133.3 lakh എന്ന് കിട്ടും. ഇയർ 1ൽ ഇൻറ്റു 3 ആയിരിക്കും. ഇപ്പോൾ 66.65 ഇൻറ്റു 3 ദാറ്റ് ഈസ് 200 lakh അല്ലെങ്കിൽ 199.95 lakh. ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ലീസ് റെൻ്റ് കിട്ടുക. 3 വർഷത്തെ ലീസ് റെൻ്റ് ആയിട്ട് കിട്ടുക. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണോ? ഓക്കെ ആണോ? നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് മൂവ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നമ്മളുടെ റിസ്ക് അനാലിസിസ് ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെയാണ്. അവിടെ പറയണു, എ ഫേം ഹാസ് ആൻ ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽ റിക്വയറിംഗ് ആൻ ഔട്ട്ലേ ഓഫ് ₹80,000. The investment proposal is expected to have a 2-year life with no salvage value. In year 1, there is 0.4 probability that cash inflow after tax will be 50,000 and 0.6 probability that cash inflow after tax will be 60,000. The probability assigned to cash inflow after tax for the 2 years, year 2, are as follows. അപ്പോൾ രണ്ടാമത്തെ വർഷത്തെ ക്യാഷ് ഇൻഫ്ലോയും അതിൻ്റെ പ്രോബബിലിറ്റിയും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റിസ്ക് അനാലിസിസ് ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിലെ പ്രോബബിലിറ്റിയുടെ ആപ്ലിക്കേഷനുള്ള ക്വസ്റ്റൻ ആണ് നമുക്ക് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് 80,000 rupees. ഇനി 80,000 rupees കൊടുത്ത് ഔട്ട്ഫ്ലോ കൊടുത്താൽ നമുക്ക് എങ്ങനെയാണ് ഇൻഫ്ലോ കിട്ടുക? ഫസ്റ്റ് ഇയറിൽ 50,000 60,000 കിട്ടാം. അതിൻ്റെ പ്രോബബിലിറ്റി തന്നിട്ടുണ്ട് 0.4ഉം 0.6ഉം ആണ്. ഓക്കെ, ഇനി സെക്കൻഡ് ഇയറിലെ ക്യാഷ് ഫ്ലോയോ? സെക്കൻഡ് ഇയറിലെ ക്യാഷ് ഫ്ലോ എത്രയാകാം എന്നുള്ളതിന് മൾട്ടിപ്പിൾ പോസിബിലിറ്റീസ് പറയുന്നുണ്ട്. ഫസ്റ്റ് ഇയറിൽ 50 ആയാൽ സെക്കൻഡ് ഇയറിൽ ചിലപ്പോൾ 24 ആകാം, 32 ആകാം, അല്ലെങ്കിൽ 44 ആകാം. ഇനി ഫസ്റ്റ് ഇയറിൽ 60 ആണ് കിട്ടുന്നതെങ്കിൽ സെക്കൻഡ് ഇയറിൽ 40യോ 50യോ 60യോ കിട്ടാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചോദ്യം എന്താ? ദ ഫേം യൂസസ് 8% ഡിസ്കൗണ്ട് റേറ്റ് റിക്വയർഡ്. ഡെവലപ്പ് എ ഡിസിഷൻ ട്രീ ഫോർ ദ പ്രപ്പോസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് പ്രോജക്റ്റ് ആൻഡ് കാൽക്കുലേറ്റ് എക്സ്പെക്റ്റഡ് നെറ്റ് പ്രസന്റ് വാല്യൂ. അപ്പോൾ NPV കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മൾ എന്ത് കൺസിഡർ ചെയ്യാൻ വേണം? നമ്മുടെ നമ്മുടെ ഡിസിഷൻ ട്രീ പ്രിപ്പയർ ചെയ്യാൻ വേണം. അപ്പോൾ എങ്ങനെ ഡിസിഷൻ ട്രീ പ്രിപ്പയർ ചെയ്യുക? നമ്മുടെ ഈ പല പോസിബിലിറ്റീസിനെ ഒരു ഗ്രാഫായിട്ട് റെപ്രസെൻറ്റ് ചെയ്താൽ മതിയാവും അല്ലേ? അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇയറിൽ 2 പോസിബിലിറ്റിയാണ്. നമ്മുടെ ആദ്യത്തെ ഔട്ട്ഫ്ലോ 80,000 രൂപയാണ്. 80,000 രൂപ മുടക്കിയാൽ 2 പോസിബിലിറ്റിയാണ്. ഫസ്റ്റ് ഇയറിൽ 50 കിട്ടാം, അല്ലെങ്കിൽ 60,000 rupees കിട്ടാം. ഇനി ഫസ്റ്റ് ഇയറിൽ 50 കിട്ടിയാൽ സെക്കൻഡ് ഇയറിൽ മറ്റ് 3 പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്നെങ്കിൽ 24 കിട്ടാം, 32 കിട്ടാം, അല്ലെങ്കിൽ 44 കിട്ടാം. ഓക്കെ, അതുപോലെ ഫസ്റ്റ് ഇയറിൽ 60 ആണ് വരുന്നതെങ്കിലും മറ്റ് 3 പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇത് 6 പോസിബിലിറ്റിയും കൂടെ ഒരു ഗ്രാഫായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുക? നമ്മുടെ ഡിസിഷൻ ട്രീ എന്ന് പറയുക. അപ്പോൾ അതിനൊപ്പം നമ്മളുടെ ജോയിൻ പ്രോബബിലിറ്റി കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ആ ഡിസിഷൻ ട്രീ പ്രിപ്പയർ ചെയ്തത് നിങ്ങൾക്ക് കാണിക്കാം. അപ്പോൾ ഇവിടെ ഇതാണ് നമ്മളുടെ ഡിസിഷൻ ട്രീ എന്ന് പറയുക. നമ്മളുടെ ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് 80,000 rupees. അപ്പോൾ അതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് നോഡ് 80,000 rupee. ഇനി ഈ 80,000 rupees ഔട്ട്ഫ്ലോ വെച്ച് എടുത്താൽ നമുക്ക് 2 പോസിബിലിറ്റിയാണ്. എന്തൊക്കെയാണ്? ഒന്നെങ്കിൽ ഫസ്റ്റ് ഇയറിൽ 50 കിട്ടാം, അല്ലെങ്കിൽ 60,000 കിട്ടാം. അപ്പോൾ നമ്മൾ 2 നോഡ് അവിടെ നിന്ന് കണക്ട് ചെയ്യുന്നു. ഫസ്റ്റ് ഇയറിൽ 50,000, അതിൻ്റെ പ്രോബബിലിറ്റി 0.4.
ഫസ്റ്റ് ഇയറിൽ അല്ലെങ്കിൽ 60,000 അതിൻ്റെ പ്രോബബിലിറ്റി 0.6. ഇനി ഫസ്റ്റ് ഇയറിൽ 50 വന്നാൽ സെക്കൻഡ് ഇയറിൽ 3 പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ആ 50,000ൽ നിന്ന് നമ്മൾ 3 നോഡുകൾ കണക്ട് ചെയ്യുന്നു. എന്തൊക്കെ? സെക്കൻഡ് ഇയറിൽ 24 ആകാം, അല്ലെങ്കിൽ 32 ആവാം, അല്ലെങ്കിൽ 44 ആകാം. അതിൻ്റെ പ്രോബബിലിറ്റി അവർ പറയുന്നുണ്ട് 0.2, 0.3, 0.5. പക്ഷെ ഓർക്കുക, സെക്കൻഡ് ഇയറിൽ 24,000 കിട്ടാൻ 20% ചാൻസ് ആണുള്ളത്. പക്ഷേ ആ 20% കിട്ടാൻ ആദ്യം എന്ത് സംഭവിക്കണം? ഫസ്റ്റ് ഇയറിൽ 50 കിട്ടണം. ആ 50 കിട്ടാൻ എത്ര പ്രോബബിലിറ്റി ഉള്ളൂ? 40% ഉള്ളൂ, 0.4 ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഇയറിൽ 24 കിട്ടാനായിട്ടുള്ള കമ്പൈൻഡ് പ്രോബബിലിറ്റി അല്ലെങ്കിൽ ജോയിൻറ്റ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? 20%ൻ്റെ 40% ആയിരിക്കും. കറക്റ്റ് അല്ലേ? കാരണം എന്താ? കാരണം ആദ്യം ഫസ്റ്റ് ഇയറിൽ 50,000 കിട്ടാൻ ആകെ 40% ചാൻസേ ഉള്ളൂ. ഇനി ആ 40% കിട്ടിയിട്ട് വേണം സെക്കൻഡ് ഇയറിൽ 24,000 കിട്ടാൻ. അതിനാകെ 20% ചാൻസേ ഉള്ളൂ. അപ്പോൾ 20% ചാൻസ് ഫൈനലി കിട്ടുന്നുണ്ടോ? ഇല്ല, 20%ൻ്റെ 40% ചാൻസേ നമുക്ക് വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ജോയിൻറ്റ് പ്രോബബിലിറ്റി കാണാൻ നമ്മൾ എന്ത് ചെയ്യുന്നത്? മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ ജോയിൻറ്റ് പ്രോബബിലിറ്റി എത്ര? 40% ഓഫ് 20 എന്ന് വെച്ചാൽ 8%. 20യുടെ 40% അതാണ് 8%, 0.08 എന്ന് പറയുന്നത്. ഇനി ഫസ്റ്റ് ഇയറിൽ 50 കിട്ടിയാൽ സെക്കൻഡ് ഇയറിൽ 32 കിട്ടാം. അപ്പോൾ സെക്കൻഡ് ഇയറിൽ 32 കിട്ടാൻ 30% ചാൻസ് ഉണ്ട്. പക്ഷേ ആ 30% കിട്ടാൻ ആകെ 40% ചാൻസേ ഉള്ളൂ. അപ്പോൾ ജോയിൻറ്റ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 40% ഓഫ് ദാറ്റ് 30 അല്ലേ? അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ജോയിൻറ്റ് പ്രോബബിലിറ്റി എത്ര? 0.4 × 0.3, ദാറ്റ് ഈസ് 0.12. ഓക്കെ. ആൻഡ് ഫസ്റ്റ് ഇയറിൽ സെക്കൻഡ് ഇയറിൽ 50%, 44,000 കിട്ടാൻ 50% ചാൻസ് ഉണ്ട്. ബട്ട് 50% കിട്ടാൻ ആകെ 40% ചാൻസേ ഉള്ളൂ. സോ ജോയിൻറ്റ് പ്രോബബിലിറ്റി 0.4 × 0.5, 0.2. ഇനി അതുപോലെ മറ്റ് 3 നോഡുകളുണ്ട്. ഫസ്റ്റ് ഇയറിൽ 60 കിട്ടിയാൽ നമുക്ക് മറ്റ് 3 ചാൻസ് ആണ്. ചിലപ്പോൾ 40 കിട്ടാം, 50 കിട്ടാം, അല്ലെങ്കിൽ 60 കിട്ടാം. അപ്പോൾ അവിടുത്തെ ജോയിൻറ്റ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫസ്റ്റ് ഇയർ പ്രോബബിലിറ്റി 0.6 × 0.4, 0.6 × 0.5, 0.6 × 0.1. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ജോയിൻറ്റ് പ്രോബബിലിറ്റി കിട്ടും. ഇതെല്ലാം കൂടെ എടുക്കുമ്പോൾ നമുക്ക് 1 എന്നുള്ള കമ്പൈൻഡ് പ്രോബബിലിറ്റി കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. എന്താണ്? നമ്മളുടെ ഡിസിഷൻ ട്രീ അനാലിസിസ് എന്ന് പറയുന്നത് ഇത്രയൊരു സംഭവം ഗ്രാഫ് പ്രിപ്പയർ ചെയ്ത് വരയ്ക്കുന്നതിനെയാണ് നമ്മുടെ ഡിസിഷൻ ട്രീ അനാലിസിസ് എന്ന് പറയുക. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ചേക്കണേ? കാൽക്കുലേറ്റ് ദ നെറ്റ് പ്രസൻറ്റ് വാല്യൂ വിൽ ദ പ്രോജക്റ്റ് yield if worst outcome is realized and also calculate the probability of occurrence of this NPV. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ചോദിച്ചേക്കുന്നത് നിങ്ങളുടെ വേഴ്സ്റ്റ് ഔട്ട്കം റിയലൈസ് ചെയ്താൽ എത്ര NPV കിട്ടാം, അതിൻ്റെ പ്രോബബിലിറ്റി എത്രയാണ്? അപ്പോൾ എന്താ അവിടുത്തെ വേഴ്സ്റ്റ് ഔട്ട്കം എന്ന് പറയണേ? അവിടുത്തെ വേഴ്സ്റ്റ് ഔട്ട്കം എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കുക. ഫസ്റ്റ് ഇയറിൽ 50,000 കിട്ടുകയും സെക്കൻഡ് ഇയറിൽ 24,000 ഇൻഫ്ലോ കിട്ടുകയും ചെയ്യുക. ഇതല്ലേ അവിടുത്തെ ഏറ്റവും വേഴ്സ്റ്റ് ഔട്ട്കം എന്ന് പറയുക. കാരണം എന്താ? ഫസ്റ്റ് ഇയറിൽ 50യും സെക്കൻഡ് ഇയറിൽ 24ഉം കിട്ടുന്നതാണ് ഏറ്റവും കുറവ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുക. അതല്ലേ അവിടുത്തെ വേഴ്സ്റ്റ് കേസ് സെനാരിയോ. ബാക്കിയെല്ലാം അതിനേക്കാൾ ബെറ്റർ ആണ്. ഫസ്റ്റ് ഇയറിൽ 50-32, 50-44, 60-40, 60-50, 60-60 ഇതെല്ലാം അതിനേക്കാൾ ബെറ്റർ സിറ്റുവേഷൻസ് ആണ്. അപ്പോൾ അവിടുത്തെ വേഴ്സ്റ്റ് കേസ് സെനാരിയോ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഇയറിൽ 50,000ഉം സെക്കൻഡ് ഇയറിൽ 24,000ഉം കിട്ടുക എന്ന് പറയുന്നതാണ് നമ്മുടെ ഏറ്റവും വേഴ്സ്റ്റ് കേസ് സെനാരിയോ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി എത്രയാണ്? അതിൻ്റെ ജോയിൻറ്റ് പ്രോബബിലിറ്റി നോക്കിയാൽ മതി. എത്ര? ഫസ്റ്റ് ഇയറിൽ 50 കിട്ടാൻ 0.4 ചാൻസ്, പിന്നെ 0.2. അപ്പോൾ 0.4 × 0.2, 0.08, 8% ആണ് അവിടുത്തെ പ്രോബബിലിറ്റി. ഇനി അങ്ങനെ വന്നാൽ നമുക്ക് എത്ര NPV കിട്ടാം? എത്ര NPV കിട്ടാം? ഫസ്റ്റ് ഇയറിൽ 50യും സെക്കൻഡ് ഇയറിൽ 24ഉം വന്നാലുള്ള NPV എങ്ങനെയാണ്? നമുക്ക് പ്രസൻറ്റ് വാല്യൂയിലോട്ട് കൊണ്ടുവരണം. നമ്മുടെ ഡിസ്കൗണ്ട് റേറ്റ് തന്നിട്ടുണ്ട് 8%. അപ്പോൾ ആ 8% നമ്മൾ എന്ത് ചെയ്യുക? പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് അവിടുത്തെ വേഴ്സ്റ്റ് കേസ് സെനാരിയോയിലെ NPV എത്രയാണെന്ന് നോക്കുക. അപ്പോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഫസ്റ്റ് ഇയറിൽ 50, അപ്പോൾ 50,000 ഇൻറ്റു 8%ൻ്റെ ഫസ്റ്റ് ഇയർ ഡിസ്കൗണ്ട് ഫാക്ടർ അതാണ് 0.9259. അപ്പോൾ 46,295 എന്ന് കിട്ടും. ദെൻ സെക്കൻഡ് ഇയറിൽ 24 ആണ് ഇൻഫ്ലോ. സെക്കൻഡ് ഇയറിലെ ഡിസ്കൗണ്ട് ഫാക്ടർ 0.8573. അപ്പോൾ ഇൻറ്റു 0.8573, അപ്പോൾ 20,575 എന്ന് കിട്ടും. ടോട്ടൽ ഇൻഫ്ലോ 66,000, ഔട്ട്ഫ്ലോ 80,000, NPV -13,130. അപ്പോൾ ഇതല്ലേ അവിടുത്തെ ഏറ്റവും വേഴ്സ്റ്റ് കേസ് NPV എന്ന് പറയാം. ബാക്കിയൊക്കെ ഇതിനേക്കാൾ ബെസ്റ്റ് സിറ്റുവേഷൻസ് ആണ്. അപ്പോൾ ഇത് മൊത്തം കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ആക്ച്വലി വേഴ്സ്റ്റ് കേസ് കണ്ടുപിടിക്കാൻ ആവശ്യമില്ല, നമുക്കറിയാം. പിന്നെ നമ്മുടെ ഫൈനൽ ആൻസർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം? മൊത്തം കേസിലെയും NPV കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത ഫസ്റ്റ് ഇയറിൽ 50യും സെക്കൻഡ് ഇയറിൽ 32 വന്നാലുള്ള NPV -6,271. അടുത്ത ഫസ്റ്റ് ഇയറിൽ 50യും സെക്കൻഡ് ഇയറിൽ 44 വന്നാലുള്ള NPV 4,016. അടുത്ത ഫസ്റ്റ് ഇയറിൽ 60, സെക്കൻഡ് ഇയറിൽ 40,
അടുത്ത 60-50 60-60. എന്താ ചെയ്യേണ്ടത്? ഓരോ വർഷത്തെയും ക്യാഷ് ഫ്ലോയെ അതിൻ്റെ ഡിസ്കൗണ്ട് ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, പ്രസൻറ്റ് വാല്യൂ എടുക്കുക. അതിൽ നിന്ന് ഔട്ട്ഫ്ലോ 80,000 മൈനസ് ചെയ്യുക, NBV 26,000 എന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വേഴ്സ്റ്റ് കേസ് സെനാരിയോ എന്ന് പറയുന്നത് എത്രയാണ്? 13,130 റുപ്പി NPV കിട്ടുന്നതാണ് അവിടുത്തെ വേഴ്സ്റ്റ് കേസ് സെനാരിയോ എന്ന് പറയുന്നത്. ഏറ്റവും ബെസ്റ്റ് കേസ് സെനാരിയോ എന്ന് പറയുന്നത് ഏതാണ്? 26,992 റുപ്പീസ് NBV കിട്ടുന്നതാണ് അവിടുത്തെ ബെസ്റ്റ് കേസ് സെനാരിയോ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെയൊക്കെ പ്രോബബിലിറ്റി എത്രയാണ്? നമ്മൾ ആദ്യമേ അതിൻ്റെ ജോയിൻറ്റ് പ്രോബബിലിറ്റി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. വേഴ്സ്റ്റ് കേസ് കിട്ടാനുള്ള പ്രോബബിലിറ്റി 8%. ഏറ്റവും ബെസ്റ്റ് കേസ് കിട്ടാനുള്ള പ്രോബബിലിറ്റി 6%. കാരണം 60,000 കിട്ടുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കേസ്. ആ 60-60 കിട്ടുന്നതാണ് ബെസ്റ്റ് കേസ്. ആ ബെസ്റ്റ് കേസ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 0.06 ആണ്, അല്ലെങ്കിൽ 6% ആണ്. ഓക്കെ ആണോ? ഇനി ഫൈനൽ ചോദിച്ചേക്കുന്നത് പ്രോജക്റ്റ് അക്സെപ്റ്റ് ചെയ്യണോ എന്നുള്ളതാണ്. പ്രോജക്റ്റ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഫൈനൽ NBV കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ 6 കേസിലെയും കൂടെ NBV ആഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ NBV കിട്ടും. അത് 8,508 എന്ന് പറയുന്നത് പോസിറ്റീവ് ഫിഗർ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രോജക്റ്റ് അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ ആണോ? ഇനി അടുത്ത ചോദ്യം, അതിൻ്റെ B പാർട്ടിലോട്ട് പോവാം. അവിടെ B പാർട്ടിൽ വാല്യുവേഷനിൽ നിന്നുള്ളൊരു ക്വസ്റ്റൻ ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വാല്യുവേഷനിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എൻ്റെ B പാർട്ട് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ B പാർട്ട്, തേർഡ് ക്വസ്റ്റ്യൻ്റെ B പാർട്ട്. അപ്പോൾ തേർഡ് B ക്വസ്റ്റ്യൻ നോക്കുക. കൺസിഡർ ദ ഇക്വിറ്റി ഷെയർ ഓഫ് ഇന്ത്യ ഇൻകോർപ്പറേറ്റഡ്. D0, current dividend per share 3 rupee. Duration of the period of supernormal growth 5 years. Growth rate during the period of supernormal growth 25%. അടുത്ത normal growth rate after supernormal growth period is over 7%. Investors required rate of return 14%. Calculate a price of equity share under multiple growth rate model. ഇതാണ് ചോദ്യം. അപ്പോൾ ഇത് നമ്മുടെ ഗോർഡൻസ് മൾട്ടി സ്റ്റേജ് ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ എന്ന് പറയുന്നൊരു മോഡലാണ്. വാല്യൂഷനകത്ത് നമ്മൾ പഠിക്കുന്നതാണ്. CA ഇൻ്ററിനകത്ത് ഡിവിഡൻഡ് പോളിസി, CMA ഇൻ്ററിനകത്ത് ഡിവിഡൻഡ് പോളിസി എന്ന് പറഞ്ഞൊരു ചാപ്റ്ററിൽ നിങ്ങൾ ഇതേ കോൺസെപ്റ്റ് കണ്ടതുമാണ്. ഫൈനലിൽ നമ്മളിപ്പോൾ വാല്യുവേഷനകത്ത് ഈ കോൺസെപ്റ്റ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മളുടെ മൾട്ടി സ്റ്റേജ് ഗ്രോത്ത് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഈ മൾട്ടി സ്റ്റേജ് ഗ്രോത്ത് മോഡൽ? നമ്മുടെ കമ്പനിയുടെ ഡിവിഡൻഡ് ഒരു കോൺസ്റ്റൻറ്റ് റേറ്റിൽ ഗ്രോ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ഡിവിഡൻഡിൻ്റെ ഗ്രോത്ത് റേറ്റ് ആദ്യത്തെ കുറച്ച് വർഷങ്ങളിൽ ഒരു ഹൈ റേറ്റിലും അതിനുശേഷം ഒരു സ്റ്റേബിൾ റേറ്റിലും ഗ്രോ ചെയ്യും. ഈ കോൺസെപ്റ്റിനെയാണ് എന്തെന്ന് വിളിക്കുക? മൾട്ടി സ്റ്റേജ് ഗ്രോത്ത് മോഡൽ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ഷെയറിൻ്റെ വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഇത് നമ്മുടെ ബേസിക് ഏരിയ ആണ്. അതായത് ഡിവിഡൻഡ് വാല്യുവേഷനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നൊരു നോർമൽ ടൂളാണിത്. അപ്പോൾ അവിടെ വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നത്, വാല്യൂ ഓഫ് ഷെയർ അഥവാ P0 എന്ന് പറയുന്നത് D1 ഡിവൈഡഡ് ബൈ K മൈനസ് G എന്ന് പറഞ്ഞ ഫോമുലയാണ്. ഇത് നമ്മുടെ ഡിവിഡൻഡ് ഗ്രോത്ത് മോഡൽ എന്ന് പറഞ്ഞ ഗ്രോത്ത് മോഡലിനകത്ത് നമ്മൾ കണ്ട അതേ ഫോമുലയാണ്, D1 ബൈ K മൈനസ് G. അപ്പോൾ എന്താ D1? എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ്, K കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, G ഗ്രോത്ത് റേറ്റ്. പക്ഷേ ഈ ഫോമുല അപ്ലൈ ചെയ്യണമെങ്കിലുള്ള പ്രശ്നം അവിടെ ഒരൊറ്റ ഗ്രോത്ത് റേറ്റേ ഉണ്ടാവാൻ പാടുള്ളൂ. പക്ഷേ നമ്മുടെ കേസിലോ മൾട്ടി സ്റ്റേജ് ഗ്രോത്ത് ആണ്. ആദ്യത്തെ കുറച്ച് വർഷങ്ങളിൽ ഒരു ഗ്രോത്തും അതിനുശേഷം മറ്റൊരു ഗ്രോത്ത് റേറ്റുമാണ് വരുന്നത്. അപ്പോൾ അത്തരം സെനാരിയോയിൽ നമുക്ക് നേരെ ഈ ഫോമുല ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അവിടെ നമ്മൾ മൾട്ടി സ്റ്റേജ് ഗ്രോത്തിൻ്റെ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ അവിടെ എന്താ നോക്കേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം ലാസ്റ്റ് പേ ചെയ്ത ഡിവിഡൻഡ് D0 എത്ര ആണെന്ന് നോക്കുക. അപ്പോൾ നോക്കുമ്പോൾ നമുക്കറിയാം കറണ്ട് ഡിവിഡൻഡ് പെർ ഷെയർ 3 ആണ്. അത് അടുത്ത 5 വർഷം സൂപ്പർ ഗ്രോത്ത് പീരീഡ് ആണ്. ആ സൂപ്പർ ഗ്രോത്ത് പീരീഡിൽ 25% വെച്ച് ഗ്രോ ചെയ്യും എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത 5 വർഷത്തെ എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളുടെ അടുത്ത 5 വർഷത്തെ എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് കാൽക്കുലേറ്റ് ചെയ്യുക. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ലാസ്റ്റ് പേ ചെയ്ത ഡിവിഡൻഡ് 3 രൂപയാണ്. ആ 3 രൂപ ഡിവിഡൻഡ് എത്ര പെർസെൻറ്റേജ് വെച്ച് ഗ്രോ ചെയ്യും? 25% വെച്ച് ഗ്രോ ചെയ്യും എന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ ആ 3 രൂപയ്ക്ക് 25% ഗ്രോത്ത് കൊടുത്ത് നമ്മൾ അടുത്ത 5 വർഷത്തെ എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. എങ്ങനെ? 3 വർഷത്തെ 25% ഗ്രോത്ത് കൊടുക്കുക, 3ൻ്റെ കൂടെ 3ൻ്റെ 25% കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ 3.75. അടുത്ത 3.75ൻ്റെ കൂടെ വീണ്ടും 25% ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര എന്ന് കിട്ടും? 4.69. അടുത്ത 5.86, 7.32 ആൻഡ് 9.16. അപ്പോൾ നമുക്ക് അടുത്ത 5 വർഷത്തെ എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് എത്രയാണ് എന്ന് കിട്ടും.
ഇനി 5 വർഷം കഴിഞ്ഞാൽ, ഈ സൂപ്പർ ഗ്രോത്ത് പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രോത്ത് നോർമൽ ഗ്രോത്ത് ആയിട്ട് മാറും. അവിടെ പറയുന്നു നോർമൽ ഗ്രോത്ത് റേറ്റ് ആഫ്റ്റർ സൂപ്പർ നോർമൽ ഗ്രോത്ത് പീരീഡ് ഈസ് ഓവർ ഈസ് 7%. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ 7% ഗ്രോത്തേ ഉള്ളൂ. അപ്പോൾ അവിടെ ഇനി അങ്ങോട്ട്, അതായത് 6ാമത്തെ വർഷം മുതൽ ഇൻഫിനിറ്റി വരെ ഒരൊറ്റ ഗ്രോത്ത് റേറ്റേ ഉള്ളൂ, അത് 7% ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ വെച്ച് നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? നമ്മുടെ ഫോമുല അപ്ലൈ ചെയ്യാം. ഏത് ഫോമുല? D1 ഡിവൈഡഡ് ബൈ KE മൈനസ് G എന്ന് പറഞ്ഞ ഫോമുല നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. മനസ്സിലാവോ? അങ്ങനെയാണെങ്കിൽ ആദ്യം 6ാമത്തെ വർഷത്തെ എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് ഇൻ ഇയർ 6. എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് ഇൻ ഇയർ 6 എത്രയാണെന്ന് നോക്കുക. എത്ര ആയിരിക്കും? 9.16ൻ്റെ കൂടെ എത്ര പെർസെൻറ്റേജ് ഗ്രോത്ത്? 7% ഗ്രോത്ത്. അങ്ങനെയാണെങ്കിൽ എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് എത്ര വരിക? 9.16 ഇൻറ്റു 1.07. നമുക്ക് എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് 9.8 രൂപ കിട്ടും. ഓക്കെ ആണോ? ഈ 9.82 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഫോമുല അപ്ലൈ ചെയ്യാം. P0 അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ P0 എന്ന് പറയുന്നത് എന്താ? D1 ഡിവൈഡഡ് ബൈ KE മൈനസ് G ആണ്. അങ്ങനെയാണെങ്കിൽ D1 9.8 റുപ്പി ഡിവൈഡഡ് ബൈ KE മൈനസ് G. KE എത്ര? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി തന്നിട്ടുണ്ട്. ഇൻവെസ്റ്റേഴ്സ് റിക്കവർഡ് റേറ്റ് ഓഫ് റിട്ടേൺ 14% മൈനസ് G 7%. കാരണം നമ്മുടെ സൂപ്പർ ഗ്രോത്ത് പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ നോർമൽ ഗ്രോത്തേ ഉള്ളൂ, അത് 7% ഗ്രോത്ത് ആണ്. അപ്പോൾ നമുക്ക് മാർക്കറ്റ് പ്രൈസ് കിട്ടും. അപ്പോൾ പ്രൈസ് ഓഫ് ഷെയർ ഇൻ ഇയർ 6 ബിഗിനിങ് എത്രയാണ്? 9.8 ഡിവൈഡഡ് ബൈ 7%. നമുക്കവിടെ ഷെയറിൻ്റെ പ്രൈസ് 140 റുപ്പി എന്ന് കിട്ടും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ പ്രൈസ് ഓഫ് ഷെയർ ഇൻ ഇയർ 6 ബിഗിനിങ് എന്ന് എഴുതാനുള്ള കാരണം എന്താണ്? പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണത്. കാരണം ഈ ഫോമുല അനുസരിച്ച്, ഗോർഡൻ്റെ ഗ്രോത്ത് മോഡൽ അനുസരിച്ചുള്ള ഫോമുല അനുസരിച്ച് നമ്മൾ ഏത് വർഷത്തിലാണോ നമ്മൾ ഫോമുല അപ്ലൈ ചെയ്യുന്നത് ആ വർഷത്തിൻ്റെ തുടക്കത്തിലുള്ള വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക. നമ്മൾ 1ാമത്തെ വർഷം ഫോമുല അപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന മാർക്കറ്റ് പ്രൈസ് കറണ്ട് മാർക്കറ്റ് പ്രൈസ് ആയിരിക്കും. അതായത് 1ാമത്തെ വർഷം ബിഗിനിങ്ങിലെ മാർക്കറ്റ് പ്രൈസ് ആയിരിക്കും. 6th ഇയറിൽ നിങ്ങൾ ഫോമുല അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കറ്റ് പ്രൈസ് 6th ഇയറിലെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ആയിരിക്കും. അതായത് 6th ഇയർ ബിഗിനിങ്ങിലെ മാർക്കറ്റ് പ്രൈസ് ആയിരിക്കും. എന്തുകൊണ്ടാണ് അത് സ്പെസിഫൈ ചെയ്ത് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഈ കോൺസെപ്റ്റ് പ്രകാരം ഷെയറിൻ്റെ ഇന്നത്തെ മാർക്കറ്റ് പ്രൈസ് ആണ് നമുക്ക് കാണേണ്ടത്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ എന്താ ഉള്ളത്? അടുത്ത 5 വർഷത്തെ ഈ ഷെയർ പേ ചെയ്യാൻ പോകുന്ന ഡിവിഡൻഡും നമ്മുടെ കയ്യിലുണ്ട്. 6ാമത്തെ വർഷത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസും നമ്മുടെ കയ്യിലുണ്ട്. നമുക്കറിയേണ്ടത് ഇത് രണ്ടുമല്ല, ഷെയറിൻ്റെ ഇന്നത്തെ മാർക്കറ്റ് പ്രൈസ് ആണ്, അതായത് കറണ്ട് മാർക്കറ്റ് പ്രൈസ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ അവിടുത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഷെയറിനെ അടുത്ത 5 വർഷത്തെ ഡിവിഡൻഡിൻ്റെയും 5ാമത്തെ വർഷത്തെ മാർക്കറ്റ് വാല്യൂവിൻ്റെയും കൂടെ പ്രസൻറ്റ് വാല്യൂ ആയിരിക്കും ഷെയറിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ നമ്മുടെ ഷെയറിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് എന്താ? അടുത്ത 5 വർഷത്തെ ഡിവിഡൻഡ് പ്ലസ് 5ാമത്തെ വർഷത്തെ മാർക്കറ്റ് വാല്യൂ, അതിൻ്റെ എല്ലാം കൂടെ പ്രസൻറ്റ് വാല്യൂ ആയിരിക്കും ഷെയറിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ നമ്മുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഇസ് ഈക്വൽ ടു കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ എന്ന് പറയുന്നത് എന്താ? PV ഓഫ് ഡിവിഡൻഡ് പ്ലസ് PV ഓഫ് മാർക്കറ്റ് പ്രൈസ്. മാർക്കറ്റ് പ്രൈസ് ഇൻ ഇയർ 6. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത 5 വർഷത്തെ ഡിവിഡൻഡിൻ്റെ മാർക്കറ്റ് പ്രൈസ് പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത 5 വർഷത്തെ ഡിവിഡൻഡ് എടുക്കുക, നേരെ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഏത് റേറ്റിലുള്ള പ്രസൻറ്റ് വാല്യൂ? നമ്മുടെ ഡിസ്കൗണ്ട് ഫാക്ടർ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ്. അപ്പോൾ ആ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിലുള്ള പ്രസൻറ്റ് വാല്യൂ. ഡിസ്കൗണ്ട് ഫാക്ടർ അറ്റ് നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്ര? 14% ആണ്. അപ്പോൾ ആ 14% വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഡിസ്കൗണ്ട് ചെയ്യാൻ. 1 ഡിവൈഡഡ് ബൈ 1.14 റേസ് ടു 1. നേരെ അതിനെ പ്രസൻറ്റ് വാല്യൂലോട്ട് കൺവേർട്ട് ചെയ്യുക. PV ഓഫ് ക്യാഷ് ഫ്ലോ അപ്പോൾ എങ്ങനെ എടുക്കാം? 3.75 ഇൻറ്റു ഡിസ്കൗണ്ട് ഫാക്ടർ. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ കിട്ടും. ഇനി എന്താ വേണ്ടേ? ഇനി ആ മാർക്കറ്റ് പ്രൈസിൻ്റെ പ്രസൻറ്റ് വാല്യൂ കൂടെ വേണം. പക്ഷേ മാർക്കറ്റ് പ്രൈസിൻ്റെ പ്രസൻറ്റ് വാല്യൂ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക,
ആ മാർക്കറ്റ് പ്രൈസ് കിടക്കുന്നത് 6ാമത്തെ വർഷത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ആണ്. അതായത് 6ാമത്തെ വർഷം ബിഗിനിങ്ങിലെ മാർക്കറ്റ് പ്രൈസ് ആണ്. ഈ 6ാമത്തെ വർഷം ബിഗിനിങ് എന്ന് പറഞ്ഞാൽ പ്രസന്റ് വാല്യൂ എടുക്കാൻ നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റൂ? 5th ഇയർ എന്ന് എടുക്കാൻ പറ്റൂ. ആ 5th ഇയറിലെ മാർക്കറ്റ് പ്രൈസ് എത്ര? 140 rupees ആണ്. അപ്പോൾ 5th ഇയറിന്റെ ഡിസ്കൗണ്ട് ഫാക്ടർ വെച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? മൾട്ടിപ്ലൈ ചെയ്യാൻ. അപ്പോൾ നമുക്ക് 5th ഇയറിന്റെ ഡിസ്കൗണ്ട് ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 72.71 rupee എന്ന് പ്രസന്റ് വാല്യൂ കിട്ടും. ഇതിന്റെ എല്ലാം കൂടെ സം എടുത്താൽ ആ സം ആണ് നമ്മളുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 92.65 rupees ആണ് നമ്മുടെ ആ ഷെയറിന്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൾട്ടി സ്റ്റേജ് ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ അനുസരിച്ചിട്ട് ഒരു ഷെയറിന്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ആ ഷെയറിൽ നിന്ന് ഫ്യൂച്ചറിൽ കിട്ടാൻ സാധ്യതയുള്ള ഡിവിഡൻഡിന്റെ പ്രസന്റ് വാല്യൂ പ്ലസ് ആ ഷെയറിന് ഫ്യൂച്ചറിൽ കിട്ടാൻ പോകുന്ന ഷെയറിന്റെ പ്രസന്റ് വാല്യൂ, അതായിരിക്കും ഇത് രണ്ടും കൂടെ ചേരുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത്? ആ ഷെയറിന്റെ കറണ്ട് മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ലോജിക്കൽ അല്ലേ? കാരണം ഒരു ഷെയറിൽ നിന്ന് ഭാവിയിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഡിവിഡൻഡിന്റെയും ആ ഷെയറിന് ഭാവിയിൽ വിറ്റാൽ കിട്ടുന്ന എമൗണ്ട്, അതായത് ഷെയറിന് ഭാവിയിൽ 140 രൂപ വില ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 വർഷം കഴിഞ്ഞ് എന്ത് ചെയ്യാം? 140 രൂപയ്ക്ക് വിൽക്കാം. അങ്ങനെ 5 വർഷം കഴിഞ്ഞ് 140ന് വിൽക്കുമ്പോഴുള്ള ആ 140ൻ്റെയും കൂടെ പ്രസന്റ് വാല്യൂ എടുത്താൽ ഷെയറിന്റെ ഇന്നത്തെ വാല്യൂ കിട്ടും എന്നതാണ് നമ്മുടെ കോൺസെപ്റ്റ്. ഓക്കെ, ഈ കോൺസെപ്റ്റ് പ്രകാരമാണ് ഈ മൾട്ടി സ്റ്റേജ് ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ സോൾവ് ചെയ്യുക. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യേണ്ടത്? അടുത്ത 5 വർഷത്തെ ഡിവിഡൻഡ് കാൽക്കുലേറ്റ് ചെയ്യുക, ഫോർമുല അപ്ലൈ ചെയ്യുക, മാർക്കറ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുക, ആ ഡിവിഡൻഡിനെയും മാർക്കറ്റ് പ്രൈസിനെയും കൂടെ പ്രസന്റ് വാല്യൂ കൺവേർട്ട് ചെയ്യുക. ആ കിട്ടുന്ന പ്രസന്റ് വാല്യൂ ആയിരിക്കും ഷെയറിന്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അടുത്തത് നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 4A. അപ്പോൾ 4A നോക്കിക്കഴിഞ്ഞാൽ AB Limited is expected to pay a dividend of 4 rupee at the end of first year, a dividend of 7 at the end of second year, dividend of 11 at the end of third year. From 4th year onwards, dividend are expected to grow at a constant growth rate of 4%. If required rate of return is 14%, compute a present value stock. അപ്പോൾ അടുത്ത നമ്മളിപ്പോൾ ചെയ്ത അതേ കോൺസെപ്റ്റിൻ്റെ റിപ്പീറ്റേഷനാണ് അല്ലേ? മൾട്ടി സ്റ്റേജ് ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡലാണ്. ആകെയുള്ള വ്യത്യാസം എന്താ? അവിടെ ഗ്രോത്ത് റേറ്റ് പറഞ്ഞിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതായത് നമ്മുടെ ഡിവിഡൻഡ് എത്ര വെച്ചാണ് അടുത്ത 3 വർഷം ഗ്രോ ചെയ്യുന്നത് എന്ന് പറയുന്നില്ല. എന്നാൽ 4ാമത്തെ വർഷം മുതൽ അവിടുത്തെ ഗ്രോത്ത് റേറ്റ് എത്രയാണെന്ന് തന്നിട്ടുമുണ്ട്. പകരം അടുത്ത 3 വർഷത്തെ ഡിവിഡൻഡ് എത്രയാണെന്ന് നേരിട്ടിങ്ങ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസിയാണ് അല്ലേ? നമ്മുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത അതേ കോൺസെപ്റ്റ് ആണ്. നമ്മുടെ ഷെയറിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് അടുത്ത 3 വർഷം ആ ഷെയർ പേ ചെയ്യാൻ പോകുന്ന ഡിവിഡൻഡ് പ്ലസ് 3ാമത്തെ വർഷത്തെ മാർക്കറ്റ് പ്രൈസ്, ഇതിൻ്റെ പ്രസന്റ് വാല്യൂ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഷെയറിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത 3 വർഷത്തെ ഡിവിഡൻഡ് തന്നിട്ടുണ്ടല്ലോ. എത്രയ്ക്കാണ്? 4 rupee, 7 rupee, 11 rupee. അപ്പോൾ ഈ 4ൻ്റെ പ്രസന്റ് വാല്യൂ ഏത് റേറ്റിൽ? 14%ലുള്ള പ്രസന്റ് വാല്യൂ. 7ന് 14% സെക്കൻഡ് ഇയറിൻ്റെ പ്രസന്റ് വാല്യൂ, അടുത്ത 11 rupeeക്ക് 14% 3ാമത്തെ വർഷത്തെ പ്രസന്റ് വാല്യൂ. അപ്പോൾ ഇതിനെ പ്രസന്റ് വാല്യൂയിലോട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 3.509, 5.39, 7.41 എന്ന് കിട്ടും. ഇനി 4ാമത്തെ വർഷം മുതൽ ഇൻഫിനിറ്റി വരെ അവിടെ ഒരൊറ്റ ഗ്രോത്ത് റേറ്റേ ഉള്ളൂ. അതെത്ര? 4%. അപ്പോൾ അവിടെ വെച്ച് നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യാം. എന്താ? D1 ഡിവൈഡഡ് ബൈ KE മൈനസ്. അപ്പോൾ D1 എങ്ങനെ എടുക്കുക? ഏറ്റവും ലാസ്റ്റ് പേ ചെയ്ത ഡിവിഡൻഡ് 11 രൂപയാണ്. ആ 11 രൂപയ്ക്ക് 4% ഗ്രോത്ത് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് 11.44 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ KE മൈനസ് G. KE 14%, ഗ്രോത്ത് റേറ്റ് 4%. അപ്പോൾ 14 മൈനസ് 4 10% എന്ന് കിട്ടും. അപ്പോൾ 11.44 ഡിവൈഡഡ് ബൈ 10% 114.4 rupee എന്ന് കിട്ടും. ആ 114.4ൻ്റെ പ്രസന്റ് വാല്യൂ എത്രാമത്തെ വർഷത്തെ പ്രസന്റ് വാല്യൂ? 3ാമത്തെ വർഷത്തെ പ്രസന്റ് വാല്യൂ. ആ പ്രസന്റ് വാല്യൂ എടുത്താൽ നമുക്ക് 77.22 rupees എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ ആഡപ്പ് ചെയ്താൽ 93.54 rupees എന്ന് കിട്ടും. അതായിരിക്കും നമ്മുടെ കറണ്ട് മാർക്കറ്റ് വാല്യൂ എന്ന് പറയുക. ഇത് ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ അല്ലെങ്കിൽ മൾട്ടി സ്റ്റേജ് ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൻ്റെ സെയിം കണ്ടിന്യൂവേഷൻ ആണ്. നമ്മളിപ്പോൾ മൂന്നാമത് ചെയ്ത, ഇപ്പോൾ തൊട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റിൻ്റെ അതേ കോൺസെപ്റ്റിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. ആകെയുള്ള വ്യത്യാസം അടുത്ത 3 വർഷത്തെ ഡിവിഡൻഡ് ഗ്രോ ചെയ്യുന്ന റേറ്റ് പറഞ്ഞിട്ടില്ല, പകരം ഡിവിഡൻഡ് നേരിട്ടിങ്ങ് തന്നേക്കാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് റിപ്പീറ്റേഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഡീപ്പായിട്ട് ഞാനത് ഡിസ്കസ് ചെയ്യുന്നില്ല, നമ്മുടെ ടൈം ലിമിറ്റഡ് ആയതുകൊണ്ട്. നമുക്ക് തൊട്ടടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. 4B. അപ്പോൾ അവിടെ നോക്കിയാൽ 4 friends S, T, U and V have invested equivalent amount of money in 4 different funds.
in tune with their attitude to risk. S prefers to play aggressive and is keen on equity funds. T is moderately aggressive with a desire to invest up to 50% of his funds in equity, whereas U does not invest anything beyond 20% equity. അപ്പോൾ ഓരോരുത്തരുടെയും താല്പര്യം നമുക്ക് തന്നിട്ടുണ്ട്. 4 ആൾക്കാരാണ് എസ് ടി യു ആൻഡ് ബി. അപ്പോൾ അതിൽ പറയുന്നു എസ് പ്രിഫേഴ്സ് ടു പ്ലേ അഗ്രസീവ് ആൻഡ് ഈസ് കീൻ ഓൺ ഇക്വിറ്റി ഫണ്ട്സ്. അപ്പോൾ എസ്സിന് ഇക്വിറ്റി ഫണ്ടാണ് താല്പര്യം. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഏത് ചാപ്റ്ററാണ്? മ്യൂച്വൽ ഫണ്ടാണ് അല്ലേ? മ്യൂച്വൽ ഫണ്ടിൽ അഗെയിൻ സ്റ്റഡി മെറ്റീരിയലിലെ സെയിം ക്വസ്റ്റ്യൻ ആണ്. സ്റ്റഡി മെറ്റീരിയൽ തന്നിട്ടുള്ള അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ എസ് പ്രിഫേഴ്സ് ടു പ്ലേ അഗ്രസീവ് ആൻഡ് ഈസ് കീൻ ഓൺ ഇക്വിറ്റി ഫണ്ട്സ്. അപ്പോൾ എസ്സിന് താല്പര്യം ഇക്വിറ്റി ഫണ്ട്സ് ആണ്. ടി എന്ന് പറയുന്നത് മോഡറേറ്റ്ലി അഗ്രസീവ് ആണ് വിത്ത് ഡിസയർ ടു ഇൻവെസ്റ്റ് അപ് ടു 50% ഓഫ് ഹിസ് ഫണ്ട്സ് ഇൻ ഇക്വിറ്റി. രണ്ടാമത്തെ ആൾ ടി, അയാൾ മോഡറേറ്റ്ലി അഗ്രസീവ് ആണ്. 50% വരെ അയാൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ട് എന്നാണ് പറഞ്ഞേക്കണേ. ഓക്കെ. ഇനി മൂന്നാമത്തെ ആൾ യു ഡസ് നോട്ട് ഇൻവെസ്റ്റ് എനിത്തിങ് ബിയോണ്ട് 20% ഇക്വിറ്റി. അയാൾക്ക് 20% ഇക്വിറ്റി മാത്രമാണ് താല്പര്യം. എന്നാൽ ബി എന്ന് പറയുന്നത് റിലേസ് മോർ ഓൺ മൂവ്മെന്റ് ഓഫ് മാർക്കറ്റ് ആൻഡ് പ്രിഫേഴ്സ് എനി ഫണ്ട് വിച്ച് റെപ്ലിക്കേറ്റ്സ് എ മാർക്കറ്റ് പോർട്ട്ഫോളിയോ. ബി എന്ന് പറയുന്ന ആൾക്ക് മാർക്കറ്റിന്റെ മൂവ്മെന്റിനോടാണ് താല്പര്യം. സോ മാർക്കറ്റിന്റെ മൂവ്മെന്റ് റെപ്ലിക്കേറ്റ് ചെയ്യുന്ന ഏത് ഫണ്ടിലും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള താല്പര്യമുണ്ട്. എന്ന് വെച്ചാൽ ബേസിക്കലി ഇൻഡെക്സ് ഫണ്ടുകളിലാണ് അയാൾക്ക് താല്പര്യം. ഓക്കെ. ഇനി their investment particulars, return therefrom and beta of the funds are given below. അപ്പോൾ എല്ലാവരുടെയും ബീറ്റയും റിട്ടേണും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഫണ്ട് മണി മൾട്ടിപ്ലെയർ ഫണ്ടാണ്, 100% ഇക്വിറ്റിയാണ്. അതിൻ്റെ റിട്ടേണും ബീറ്റയും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ മണി മൾട്ടിപ്ലെയർ ഫണ്ട് ആർക്കായിരിക്കും താല്പര്യം? മിസ്റ്റർ എസ്സിനായിരിക്കും താല്പര്യം. കാരണം എസ്സിന് ഇക്വിറ്റി ഫണ്ടിനോടാണ് താല്പര്യം. രണ്ടാമത്തെ ബാലൻസ്ഡ് ഫണ്ടാണ്, 50% ഇക്വിറ്റി 50% ഡെറ്റിലാണ്. അപ്പോൾ ആ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് പകുതി ഇക്വിറ്റിയിലും പകുതി ഡെറ്റിലുമാണ്. അപ്പോൾ ഈ ഫണ്ട് ആർക്ക് താല്പര്യം ഉണ്ടാവും? രണ്ടാമത്തെ ആളായ ടിക്ക് താല്പര്യം ഉണ്ടാവും. മൂന്നാമത്തെ ആൾ യു, ഹി വോണ്ട് ഇൻവെസ്റ്റ് എനിത്തിങ് ബിയോണ്ട് 20% ഇക്വിറ്റി എന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ സേഫ് മണി ഫണ്ട് ഉണ്ട്, അവിടെ 20% ഇക്വിറ്റിയും 80% ഡെറ്റുമാണ്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ആളായ യുവിന് താല്പര്യം ഈ സേഫ് മണി ഫണ്ടായിരിക്കും. ഓക്കെ. ഇനി നമ്മളോട് പറയണു ഇഫ് മാർക്കറ്റ് റിട്ടേൺ വാസ് 16%, റിസ്ക് ഫ്രീ റേറ്റ് ഈസ് മെഷർഡ് അറ്റ് 7%, സജസ്റ്റ് വിച്ച് ഓഫ് ദ 4 ഫ്രണ്ട്സ് വെയർ റിവാർഡഡ് ബെറ്റർ പെർ യൂണിറ്റ് ഓഫ് റിസ്ക് ടേക്കൺ. അങ്ങനെയാണെങ്കിൽ ഈ 4 ഫ്രണ്ട്സിൽ ആർക്കാണ് ബെറ്റർ റിട്ടേൺ കിട്ടിയത് പെർ യൂണിറ്റ് ഓഫ് റിസ്ക് ടേക്കൺ? ഓരോ യൂണിറ്റ് റിസ്കിനും എത്ര റിട്ടേൺ കിട്ടിയത്, ബെറ്റർ ആയിട്ട് കിട്ടിയത് ആർക്കാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആർക്കാണ് ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടിയതെന്ന് ചോദിച്ചാൽ വളരെ ഈസിയാണ്. കാരണം നമ്മൾ ഇവിടുത്തെ റേറ്റ് ഓഫ് റിട്ടേൺ അങ്ങ് നോക്കിയാൽ മതി. മണി മൾട്ടിപ്ലെയറിനാണ് ഏറ്റവും കൂടുതൽ റിട്ടേൺ ഉള്ളത്, 23.5. ബാലൻസിന് അതിൽ കുറവാണ്, സേഫ് മണിക്ക് അതിലും കുറവാണ്. മാർക്ക് റിട്ടേൺ 16% അതിൻ്റെ ഇടയ്ക്കുണ്ട്. അപ്പോൾ ഇതിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടിയെന്ന് ചോദിച്ചാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാം. പക്ഷേ ചോദ്യം അതല്ല. പിന്നെയോ, സജസ്റ്റ് വിച്ച് ഓഫ് ദ 4 ഫ്രണ്ട്സ് വെയർ റിവാർഡഡ് ബെറ്റർ പെർ യൂണിറ്റ് ഓഫ് റിസ്ക് ടേക്കൺ. ഒരു യൂണിറ്റ് റിസ്കിന് ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടിയത് ആർക്കാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അതെങ്ങനെ കാണാം? അത് കാണാനായിട്ട് നമ്മൾ നമ്മുടെ മ്യൂച്വൽ ഫണ്ടിനകത്ത് 2 റേഷ്യോസ് പഠിച്ചിട്ടുണ്ട്. ഷാർപ്പ് റേഷ്യോയും ട്രെയിനർ റേഷ്യോയും നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഷാർപ്പ് റേഷ്യോ, ട്രെയിനർ റേഷ്യോ എന്ന് പറഞ്ഞിട്ട് 2 റേഷ്യോകൾ പഠിക്കാനുണ്ടായിരുന്നു. ഷാർപ്പ് റേഷ്യോ ആൻഡ് ട്രെയിനർ റേഷ്യോ. ഓക്കെ. അപ്പോൾ ഷാർപ്പ് റേഷ്യോ, ട്രെയിനർ റേഷ്യോ എന്ന് പറഞ്ഞ 2 റേഷ്യോസ് ആണ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. ആ റേഷ്യോ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഈ ഷാർപ്പ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? റിട്ടേൺ മൈനസ് റിസ്ക് ഫ്രീ റേറ്റ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് പോർട്ട്ഫോളിയോ. അപ്പോൾ റിട്ടേൺ ഓഫ് പോർട്ട്ഫോളിയോ മൈനസ് റിസ്ക് ഫ്രീ റേറ്റ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് പോർട്ട്ഫോളിയോ. ട്രെയിനർ റേഷ്യോയോ റിട്ടേൺ ഓഫ് പോർട്ട്ഫോളിയോ മൈനസ് റിസ്ക് ഫ്രീ റേറ്റ് ഡിവൈഡഡ് ബൈ ബീറ്റ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഷാർപ്പ് റേഷ്യോ, ട്രെയിനർ റേഷ്യോ. അപ്പോൾ എങ്ങനെ മനസ്സിലായി? പെർ യൂണിറ്റ് ഓഫ് റിസ്ക് എന്ന് പറയുമ്പോൾ ഈ റേഷ്യോ ആണ്. ഇവിടെ തന്നെ നോക്കുക, റിട്ടേൺ ഓഫ് പോർട്ട്ഫോളിയോ മൈനസ് റിസ്ക് ഫ്രീ റേറ്റ്. നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ പോർട്ട്ഫോളിയോയുടെ റിട്ടേൺ ചെയ്യുന്ന റിസ്ക് ഫ്രീ റേറ്റ് മൈനസ് ചെയ്യുന്നു. ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് പോർട്ട്ഫോളിയോ. എന്താ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് പോർട്ട്ഫോളിയോ? പോർട്ട്ഫോളിയോയുടെ ടോട്ടൽ റിസ്ക് ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയ എക്സസ് റിട്ടേണിനെ പോർട്ട്ഫോളിയോയുടെ റിസ്ക് വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ഒരു യൂണിറ്റ് റിസ്കിന് എത്ര റിട്ടേൺ കിട്ടുന്നുണ്ട് എന്നല്ലേ കിട്ടുക. ഇനി രണ്ടാമത്തെ ട്രെയിനർ റേഷ്യോ നോക്കിയാലോ, റിട്ടേൺ ഓഫ് പോർട്ട്ഫോളിയോ മൈനസ് റിസ്ക് ഫ്രീ റേറ്റ് ഡിവൈഡഡ് ബൈ ബീറ്റ എന്ന് വെച്ചാൽ ബീറ്റ എഗെയിൻ സിസ്റ്റമാറ്റിക് റിസ്കിൻ്റെ മെഷറാണ്. അപ്പോൾ റിട്ടേൺ ഓഫ് പോർട്ട്ഫോളിയോ മൈനസ് റിസ്ക് ഫ്രീ റേറ്റ് ഇത് ചെയ്യുമ്പോൾ നമുക്ക് എക്സസ് റിട്ടേൺ കിട്ടും. ഡിവൈഡഡ് ബൈ ബീറ്റ ചെയ്താൽ ഒരു യൂണിറ്റ് ബീറ്റയ്ക്ക് നമുക്ക് എത്ര റിട്ടേൺ കിട്ടും എന്നാണ് മനസ്സിലാവുക. അപ്പോൾ പെർ യൂണിറ്റ് റിട്ടേൺ പെർ യൂണിറ്റ് ഓഫ് റിസ്ക് കാണണമെങ്കിൽ എന്ത് കാണണം? ഒന്നെങ്കിൽ ഷാർപ്പ് റേഷ്യോ കാണണം, അല്ലെങ്കിൽ ട്രെയിനർ റേഷ്യോ കാണണം.
അപ്പോൾ ഇതിൽ ഏതാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്? നമ്മൾ ട്രെയിനറാണ് അപ്ലൈ ചെയ്യേണ്ടത്. കാരണം നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ബീറ്റയാണ് തന്നേക്കുന്നത്. അപ്പോൾ പിന്നെ ട്രെയിനർ റേഷ്യോ ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ 4 ഫണ്ടാണുള്ളത്. ഒന്ന് മണി മൾട്ടിപ്ലെയർ ഫണ്ട്, അത് മിസ്റ്റർ എസ് ചൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ മിസ്റ്റർ എസിൻ്റെ കേസിൽ നമ്മുടെ ട്രെയിനർ റേഷ്യോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? റിട്ടേൺ ഓഫ് പോർട്ട്ഫോളിയോ 23.5% മൈനസ് റിസ്ക് ഫ്രീ റേറ്റ് പറഞ്ഞിട്ടുണ്ട് 7%, ഡിവൈഡഡ് ബൈ ബീറ്റ ഓഫ് പോർട്ട്ഫോളിയോ തന്നിട്ടുണ്ട് 1.80. അങ്ങനെയാണെങ്കിൽ ഇത് സോൾവ് ചെയ്താൽ എത്ര കിട്ടും? 23.50 മൈനസ് 7 ഡിവൈഡഡ് ബൈ 1.80. അപ്പോൾ നമുക്ക് മിസ്റ്റർ എസിൻ്റെ ട്രെയിനർ റേഷ്യോ കിട്ടുന്നത് എത്രയെന്നാണ്? 9.17 എന്നാണ്. അടുത്ത മിസ്റ്റർ ടി, രണ്ടാമത്തെ ആളാണ്. രണ്ടാമത്തെ ആൾ ഏത് ഫണ്ടായിരിക്കും ചൂസ് ചെയ്തിട്ടുണ്ടാവുക? ബാലൻസ്ഡ് ഗ്രോത്ത് ഫണ്ടായിരിക്കും ചൂസ് ചെയ്തിട്ടുണ്ടാവുക. അതിൻ്റെ റിട്ടേൺ 16.5% ആണ്. അപ്പോൾ 16.5 മൈനസ് 7 ഡിവൈഡഡ് ബൈ ബീറ്റ 1.25. അപ്പോൾ അത് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 16.5 മൈനസ് 7 ഡിവൈഡഡ് ബൈ 1.25. അപ്പോൾ നമുക്ക് അവിടുത്തെ ട്രെയിനർ റേഷ്യോ എന്ന് പറയുന്നത് 7.6 എന്ന് കിട്ടും. ഇനി മൂന്നാമത്തെ ആൾ മിസ്റ്റർ യുവിൻ്റെ കേസിൽ പറഞ്ഞേക്കുന്നത് അയാൾ ഹി വോണ്ട് ഇൻവെസ്റ്റ് എനിത്തിങ് ബിയോണ്ട് 20% ഇക്വിറ്റി എന്നാണ്. അപ്പോൾ അയാൾ സേഫ് മണി ഫണ്ടായിരിക്കും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. 12.50 മൈനസ് 7 ഡിവൈഡഡ് ബൈ ബീറ്റ 0.60. അപ്പോൾ നമുക്ക് കിട്ടുക 12.5 മൈനസ് 7 ഡിവൈഡഡ് ബൈ 0.6 എത്ര എന്ന് കിട്ടും? 9.17 എന്ന് കിട്ടും. ഇനി ലാസ്റ്റ് മിസ്റ്റർ വി ആണ്. വിയുടെ കേസിൽ അയാൾക്ക് മാർക്കറ്റിനെ റെപ്ലിക്കേറ്റ് ചെയ്യുന്ന ഫണ്ടിലാണ് താല്പര്യം എന്നാണ് പറഞ്ഞേക്കണേ. അങ്ങനെ ഒരു ഫണ്ടിൻ്റെ ഡേറ്റ അവർ തന്നിട്ടുമില്ല. അപ്പോൾ എന്ത് ചെയ്യും? മാർക്കറ്റിനെ റെപ്ലിക്കേറ്റ് ചെയ്യുന്ന ഫണ്ട് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൻ്റെ റിട്ടേൺ തന്നെ ആയിരിക്കും കിട്ടുക. അപ്പോൾ നമ്മൾ മാർക്കറ്റിൻ്റെ റിട്ടേൺ നോക്കിയാൽ മതി. അത് 16% ആണ്. അപ്പോൾ 16% മൈനസ് റിസ്ക് ഫ്രീ റേറ്റ് 7 ഡിവൈഡഡ് ബൈ ബീറ്റ ഓഫ് മാർക്കറ്റ്, അതും പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ബീറ്റ എവിടുന്ന് കിട്ടും? ബീറ്റ ഓഫ് മാർക്കറ്റ് എത്ര എന്ന് മനസ്സിലാക്കുക. ബീറ്റ ഓഫ് മാർക്കറ്റ് എപ്പോഴും എത്ര ആയിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ഡിവൈഡഡ് ബൈ ബീറ്റ ഓഫ് മാർക്കറ്റ് 1. അങ്ങനെയാണെങ്കിൽ 16 മൈനസ് 7 എത്ര വരും? 9 എന്ന് കിട്ടും. 9 ഡിവൈഡഡ് ബൈ 1 9 തന്നെ. അങ്ങനെയാണെങ്കിൽ പെർ യൂണിറ്റ് റിസ്കിന് ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടിയത് ആർക്കൊക്കെയാണ്? 2 പേർക്ക് സെയിം ആണ്. മിസ്റ്റർ എസിനും മിസ്റ്റർ യുവിനും സെയിം ആണ്. 9.17 എന്നാണ് കിട്ടുക. വേണമെങ്കിൽ 4 ഡെസിമലൊക്കെ ഫ്രാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എന്നാലും സെയിം ആണ്. രണ്ട് പേർക്ക് എക്സാക്ട്ലി സെയിം റിട്ടേൺ ആണ്. മിസ്റ്റർ എസിനും മിസ്റ്റർ യുവിനും ഒരേ പെർ യൂണിറ്റ് റിട്ടേൺ ആണ് കിട്ടിയിട്ടുള്ളത്. എത്രയൊക്കെയാണ്? 9.17 9.17. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് കിട്ടിയത് ആർക്കൊക്കെയാണ്? മിസ്റ്റർ എസിനും മിസ്റ്റർ യുവിനുമാണ്. ബാക്കിയുള്ളവർക്ക് അതിൽ കുറവാണ്. 7.6 പിന്നുള്ളവർക്ക് 9 നമുക്ക് കിട്ടിയേക്കുന്ന റിട്ടേൺ. ഓക്കെ ആണോ? മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തത് എഗെയിൻ വാല്യുവേഷൻ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 5A നോക്കുക. The beta coefficient of M Limited is 1.4. The company has been maintaining 8% rate of growth in dividend and earnings. The last dividend paid was 4 per share. Return on government security is 12%. Return on market portfolio is 18%. Current market price of share of M Limited is 32. Calculate the equilibrium price per share of M Limited. ഇതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാല്യുവേഷൻ ആണ്. എം ലിമിറ്റഡിൻ്റെ മാർക്കറ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്, ഇക്വിലിബ്രിയം പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മളോട് ആവശ്യപ്പെട്ടേക്കുന്നത്. അപ്പോൾ എം ലിമിറ്റഡിൻ്റെ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഏത് മോഡലിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? നമുക്ക് ബീറ്റയും റിട്ടേൺ ഓഫ് മാർക്കറ്റും റിസ്ക് ഫ്രീ റേറ്റും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ മനസ്സിലാവും നമുക്ക് CAPM മോഡൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ CAPM മോഡൽ അപ്ലൈ ചെയ്തിട്ട് ഷെയറിൻ്റെ വാല്യൂ എങ്ങനെ എടുക്കാം? നമ്മുടെ നേരത്തെ കണ്ട ഗോൾഡൻ മോഡൽ പ്രകാരം തന്നെ എടുക്കാം അല്ലേ? D1/KE - G ചെയ്യാം. അപ്പോൾ അതിൽ D1 കാണാനായിട്ട് ലാസ്റ്റ് പെയ്ഡ് ഡിവിഡൻഡ് 4 റുപ്പി തന്നിട്ടുണ്ട്. നമ്മുടെ ഗ്രോത്ത് റേറ്റ് പറഞ്ഞിട്ടുണ്ട് 8% ഗ്രോത്ത് ആണുള്ളത്. അപ്പോൾ 4-നകത്ത് ഗ്രോത്ത് അപ്ലൈ ചെയ്താൽ D1 കിട്ടും. ഡിവൈഡഡ് ബൈ KE - G ചെയ്യാൻ KE വേണം. ആ KE കാണാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് തന്നേക്കുന്നത്? CAPM ഡേറ്റ. ബീറ്റ 1.4 ഉണ്ട്. പിന്നെ റിട്ടേൺ ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റി ദാറ്റ് ഈസ് റിസ്ക് ഫ്രീ റേറ്റ് 12% ഉണ്ട്. മാർക്കറ്റ് റിട്ടേൺ ഓൺ പോർട്ട്ഫോളിയോ 18% ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആസ് പെർ CAPM. KE ആസ് പെർ CAPM മോഡൽ കണ്ടുപിടിക്കാം. എങ്ങനെ? റിസ്ക് ഫ്രീ റേറ്റ് പ്ലസ് നമ്മുടെ റിസ്ക് ഫ്രീ റേറ്റ് 12 പ്ലസ് ബീറ്റ 1.40 ഇൻറ്റു
റിട്ടേൺ ഓഫ് മാർക്കറ്റ് മൈനസ് റിസ്ക് ഫ്രീ റേറ്റ്. റിട്ടേൺ ഓഫ് മാർക്കറ്റ് എത്ര? 18% മൈനസ് റിസ്ക് ഫ്രീ റേറ്റ് 12%. അപ്പോൾ ഇത് സോൾവ് ചെയ്താൽ 12 പ്ലസ് 1.40 ഇൻറ്റു 18 മൈനസ് 12 6. എത്ര എന്ന് കിട്ടും? 1.4 ഇൻറ്റു 6 നമുക്ക് 8.4 എന്ന് കിട്ടും. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 20.4% എന്ന് കിട്ടും. നമ്മുടെ കെ ഇ എന്ന് പറയുന്നത് എത്രയാണ്? 20.4% ആണ്. അടുത്ത D1. D1 എന്ന് പറഞ്ഞാൽ D0 നമുക്ക് തന്നിട്ടുണ്ട്. ലാസ്റ്റ് പെയ്ഡ് ഡിവിഡൻഡ് 4 റുപ്പിയാണ്. ഇനി അതിൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 8% ഗ്രോത്ത് റേറ്റുമാണ്. അപ്പം 4ന് 8% ഗ്രോത്ത് അപ്ലൈ ചെയ്യാം. 4.32 ഡിവൈഡഡ് ബൈ കെ ഇ മൈനസ് സി. അപ്പോൾ P0 ഈസ് ഈക്വൽ ടു D1 ഡിവൈഡഡ് ബൈ കെ ഇ മൈനസ് സി. കെ ഇ മൈനസ് സി. അപ്പോൾ D1 4.32 ഡിവൈഡഡ് ബൈ കെ ഇ മൈനസ് സി 20.40 മൈനസ് ഗ്രോത്ത് റേറ്റ് 8%. അപ്പോൾ 4.32 ഡിവൈഡഡ് ബൈ 20.4 മൈനസ് 8 12.4%. അപ്പോൾ ഡിവൈഡഡ് ബൈ 12.4%. നമ്മുടെ മാർക്കറ്റ് പ്രൈസ് എത്ര എന്ന് കിട്ടും? 34.84 റുപ്പീസ് എന്ന് കിട്ടും. അപ്പം നമ്മുടെ മാർക്കറ്റ് പ്രൈസ് അഥവാ ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത് 34.84 റുപ്പീസാണ്. ഇനി അവർ ക്വസ്റ്റനിൽ പറയുന്നു ദ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ ഓഫ് എം ലിമിറ്റഡ് ഈസ് 32. അപ്പോൾ തന്നേക്കുന്ന മാർക്കറ്റ് പ്രൈസ് എന്താ? 32. അതതിൻ്റെ ആക്ച്വൽ മാർക്കറ്റ് പ്രൈസ് ആണ്. വേണമെങ്കിൽ ഇതേ ക്വസ്റ്റ്യനകത്ത് ഒരു പോയിന്റും കൂടെ ആഡ് ഓൺ ചെയ്യാം. ഈ ഷെയർ അണ്ടർ വാല്യൂഡ് ആണോ ഓവർ വാല്യൂഡ് ആണോ എന്ന് കൂടെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ നമ്മുടെ തിയറിറ്റിക്കൽ പ്രൈസ് ആണ് നമുക്ക് കിട്ടിയിരിക്കണേ. തിയറിറ്റിക്കൽ പ്രൈസ് എന്താ? നമ്മുടെ ഫോർമുല പ്രകാരം നമുക്ക് കിട്ടുന്ന ഇക്വിലിബ്രിയം പ്രൈസ് 34.84 ആണ്. എത്ര അതിൻ്റെ ആക്ച്വൽ പ്രൈസ്? 32 റുപ്പീസ് ആണ്. അങ്ങനെയാണ് ഈ ഷെയർ അണ്ടർ വാല്യൂഡ് ആണോ ഓവർ വാല്യൂഡ് ആണോ? അണ്ടർ വാല്യൂഡ് ആണ് അല്ലേ? കാരണം തിയറിറ്റിക്കലി 34 റുപ്പി വിലയുള്ള ഷെയർ ആണ് നമ്മൾ 32 റുപ്പീസിന് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ യഥാർത്ഥ വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് ഇത് ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഷെയർ എന്താണെന്ന് വേണമെങ്കിൽ പറയാം? അണ്ടർ വാല്യൂഡ് ഷെയർ ആണ്, അല്ലെങ്കിൽ അണ്ടർ റേറ്റഡ് ഷെയർ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. മനസ്സിലാവൂ? ഇത് ചോദിച്ചിട്ടില്ല ക്വസ്റ്റ്യനകത്ത്, ബട്ട് വേണമെങ്കിൽ അതുകൂടെ ചോദിക്കാം. മൂവിങ് ഓൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ ടൈം 8:20 ആയി. ഹാഫ് ആൻ അവർ കൂടി നമുക്ക് സെഷൻ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് നമുക്കിതൊന്ന് പെട്ടെന്ന് തീർക്കണം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ അസർടൈൻ ദ റിസ്ക് ഓഫ് എ പോർട്ട്ഫോളിയോ. ഇത് വളരെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ റിസ്ക് ഓഫ് എ പോർട്ട്ഫോളിയോ ഹാവിംഗ് 3 സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചേക്കണേ. അപ്പോൾ നമ്മുടെ റിസ്ക് ഓഫ് എ പോർട്ട്ഫോളിയോ ഹാവിംഗ് 3 സെക്യൂരിറ്റി എന്താ? നമ്മൾ ഫോർമുല വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? സ്ക്വയർ റൂട്ട് ഓഫ് variance of A into weight of A square plus variance of B into weight of B square plus variance of C into weight of C square plus 2 into standard deviation of A weight of A, standard deviation of B weight of B, correlation between A and B. അതുപോലെ correlation between A and C and correlation between B and C. ആ രീതിയിൽ നമ്മുടെ 3 ഷെയർ ഉള്ള പോർട്ട്ഫോളിയോയുടെ ഫോർമുല അപ്ലൈ ചെയ്ത് ചെയ്യുന്നൊരു ക്വസ്റ്റൻ ആണ്. ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. നേരെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതിയാവും. വേറെ ഒരു കോംപ്ലിക്കേഷനും ആ ക്വസ്റ്റിനകത്ത് ഇല്ല. ഡയറക്റ്റ് ആയിട്ട് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നൊരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഇത് ഏത് ഫോർമാറ്റിലാണ് വരുന്നത്? ആക്ച്വലി എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab എന്ന് പറഞ്ഞ ഫോർമാറ്റാണ് ആക്ച്വലി ഫോർമുല എന്ന് പറയുന്നത്. ഈ ഫോർമുലയുടെ ലോജിക്ക് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതായത് ഒരു പോർട്ട്ഫോളിയോ, ആ പോർട്ട്ഫോളിയോയിൽ നമുക്ക് എന്തുണ്ട്? ആ പോർട്ട്ഫോളിയോയുടെ റിസ്ക് ഉണ്ട്, അതിൻ്റെ വെയിറ്റ് ഉണ്ട്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ റിസ്ക് ആണ്. ഇനി വെയിറ്റ് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ വെയിറ്റുമാണ്. ഓക്കെ ആണോ? അങ്ങനെയാണ് ഈ പോർട്ട്ഫോളിയോയുടെ ടോട്ടൽ റിസ്ക് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റി എയുടെ ഡേറ്റയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ വെയിറ്റ് ഓഫ് എ. അതുപോലെ സെക്യൂരിറ്റി ബി ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ബി വെയിറ്റ് ഓഫ് ബി. സെക്യൂരിറ്റി സി ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സി വെയിറ്റ് ഓഫ് സി. അപ്പോൾ ഇതിൻ്റെ ഫോർമുല എന്താ? എ സ്ക്വയർ പ്ലസ് 2ab. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എയുടെ സ്ക്വയർ, ദാറ്റ് ഈസ് വേരിയൻസ് ഓഫ് എ, ഇൻറ്റു വെയിറ്റ് ഓഫ് എയുടെ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. എന്താ ബി സ്ക്വയർ? രണ്ടാമത്തെ സെക്യൂരിറ്റി, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ബി അതിൻ്റെ സ്ക്വയർ, ദാറ്റ് ഈസ് വേരിയൻസ് ഓഫ് ബി, ഇൻറ്റു വെയിറ്റ് ഓഫ് ബിയുടെ സ്ക്വയർ പ്ലസ് 2ab. എന്താ 2ab? 2 ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ വെയിറ്റ് ഓഫ് എ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ബി വെയിറ്റ് ഓഫ് ബി, കോറിലേഷൻ ബിറ്റ്വീൻ എ ആൻഡ് ബി. അപ്പോൾ ഇതാണ് ഈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab എന്ന് പറഞ്ഞ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ആക്ച്വലി അതേ ഫോർമാറ്റിൽ കിടക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ ഈ ഫോർമുല എന്ന് പറയുക. ആ ഫോർമുലയുടെ ലോജിക്ക് മാത്രമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുള്ളത്. ആ ഫോർമുലയിൽ നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ അതിനകത്ത് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. ആ ഫോർമുലയിൽ നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും.
അടുത്ത കുറച്ചുകൂടെ നല്ല ക്വസ്റ്റൻ ആണ്. നമുക്ക് ഡെറിവേറ്റീവ്സിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഡെറിവേറ്റീവ്സിലെ ക്വസ്റ്റൻ ആണ്. മേ ബി നിങ്ങൾക്കും കൂടുതലായിട്ട് ആവശ്യം വരിക ഡെറിവേറ്റീവ്സിലെ ക്വസ്റ്റൻ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നേരെ ക്വസ്റ്റൻ നമ്പർ 6 കയറാം. ഗിവൺ ദ ഫോളോയിങ് ഇൻഫർമേഷൻ. BSE index 50,000. Value of a portfolio 1 crore 1 lakh. Risk-free interest rate 9%. Dividend yield on index 6% per annum. Beta of portfolio 2. We assume that future contract on BSE index with a 4-month maturity is used to hedge the value of portfolio over the next 3 months. One future contract is for delivery of 50 times the index. Based on the information, calculate the price of future contract and gain on short future position if index turns out to be 45,000 in 3 months time. Okay. അപ്പോൾ നമ്മുടെ ഹെഡ്ജിങ് ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. അത് ഫ്യൂച്ചർ ഉപയോഗിച്ചുള്ള ഹെഡ്ജിങ് ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഒരു പോർട്ട്ഫോളിയോ എങ്ങനെയാണ് ഹെഡ്ജ് ചെയ്യുക? ഫസ്റ്റ് ഓഫ് ഓൾ എന്താ ഹെഡ്ജിങ്? നമ്മുടെ പോർട്ട്ഫോളിയോയിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും അല്ലേ? നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ഷെയറിൻ്റെ വാല്യൂവിൽ കൂടുതലോ കുറവോ ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ ഷെയറിനകത്ത് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന പോർട്ട്ഫോളിയോയുടെ നമ്മുടെ പോർട്ട്ഫോളിയോയ്ക്കകത്ത് നമുക്ക് എന്ത് പൊസിഷനാണോ ആ പൊസിഷൻ്റെ എക്സാക്ട് ഓപ്പോസിറ്റ് പൊസിഷൻ ഒരു ഡെറിവേറ്റീവിൽ എടുക്കാൻ പറ്റിയാൽ നമ്മൾക്ക് നമ്മുടെ പോർട്ട്ഫോളിയോയെ അപ്സ് ആൻഡ് ഡൗൺസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ മാർക്കറ്റ് അപ്പ് ആവുകയോ ഡൗൺ ആവുകയോ ചെയ്താലും നമുക്ക് ലാഭമോ നഷ്ടമോ ഉണ്ടാവാത്ത അവസ്ഥ സെക്യൂർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഹെഡ്ജിങ് എന്ന് പറഞ്ഞാൽ സംതിങ് ലൈക്ക് ആൻ ഇൻഷുറൻസ് പോളിസി. നമുക്ക് ഇൻഷുറൻസ് എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, പിന്നെയോ നഷ്ടം ഉണ്ടാവാതിരിക്കാനാണ്. നമ്മളൊരു ഫയർ ഇൻഷുറൻസ് എടുക്കുന്നു. എന്തിനാ? തീപിടുത്തം ഉണ്ടായാൽ നമുക്ക് പൈസ കിട്ടണം. അല്ലാതെ നമ്മൾ ഇൻഷുറൻസ് എടുത്തു, തീ പിടിച്ചില്ല, അപ്പോൾ ഇൻഷുറൻസിൻ്റെ പൈസ നഷ്ടമല്ലേ എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. കാരണം എന്താ? ഹെഡ്ജിങ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ പോർട്ട്ഫോളിയോയുടെ വാല്യൂ കുറഞ്ഞു പോയാൽ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലാവോ? അപ്പോൾ അതാണ് ഹെഡ്ജിങ്. അപ്പോൾ ഫ്യൂച്ചർ ഉപയോഗിച്ച് എങ്ങനെ നമ്മുടെ പോർട്ട്ഫോളിയോ ഹെഡ്ജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. അതുപോലെ ഫ്യൂച്ചറിൻ്റെ വാല്യുവേഷനും ചോദിച്ചിട്ടുണ്ട്, തിയറിറ്റിക്കൽ വാല്യൂ ഓഫ് ഫ്യൂച്ചർ ചോദിച്ചിട്ടുണ്ട്, പ്രൈസ് ഓഫ് എ ഫ്യൂച്ചർ കോൺട്രാക്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 2 കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ഒന്ന് ഹെഡ്ജിങ്, 2 അതിൻ്റെ വാല്യുവേഷനും. അപ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റുക? നമുക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമ്മുടെ തിയറിറ്റിക്കൽ വാല്യൂ ഓഫ് ഫ്യൂച്ചർ എന്താണെന്ന് ആദ്യം നോക്കാം. അപ്പോൾ തിയറിറ്റിക്കൽ വാല്യൂ ഓഫ് എ ഫ്യൂച്ചർ ഇസ് ഈക്വൽ ടു സ്പോട്ട് റേറ്റ് ഇൻടു ഇ റേസ് ടു ആർ ടി. ഫോമിലേക്ക് ഫെമിലിയർ ആയിരിക്കുന്നു വിചാരിക്കുന്നു. സ്പോട്ട് റേറ്റ് ഇൻടു ഇ റേസ് ടു ആർ ടി. എന്താ സ്പോട്ട്? അണ്ടർലൈങ് അസറ്റിൻ്റെ സ്പോട്ട് റേറ്റ് ഇൻടു ഇ റേസ് ടു ആർ ടി. എന്താ ഇ റേസ് ടു ആർ ടി? ഇ എക്സ്പൊണൻഷ്യൽ വാല്യൂ ആണ്, റേസ് ടു ആർ ടി. ആർ റിസ്ക് ഫ്രീ റേറ്റ് ആണ്, ടി ടൈം പീരീഡ് ആണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കേസിലെ സ്പോട്ട് റേറ്റ് എത്ര? BSE ഇൻഡെക്സിൻ്റെ സ്പോട്ട് എത്രയാണെന്ന് നോക്കുക. 50,000 റുപ്പീസ് ആണ്. അപ്പോൾ 50,000 റുപ്പീസ് ഇൻടു ഇ റേസ് ടു ആർ ടി. ഇ റേസ് ടു ആർ റിസ്ക് ഫ്രീ റേറ്റ് എത്ര? റിസ്ക് ഫ്രീ റേറ്റ് 9% ഉണ്ട്. പക്ഷേ ഡിവിഡൻഡിൻ്റെ ഈൽഡ് ഓൺ ഇൻഡെക്സ് 6% ഉണ്ട്. നമ്മുടെ ഇൻഡെക്സിന് ഡിവിഡൻഡ് ഈൽഡ് ഉണ്ട്, അതൊരു 6% ഉണ്ട് എന്നാണ് പറഞ്ഞേക്കണേ. നമ്മൾ ഡിവിഡൻഡ് കിട്ടിയാൽ എന്ത് ചെയ്യും? സ്പോട്ടിനകത്തുനിന്ന് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഡിവിഡൻഡ് മൈനസ് ചെയ്യും. പക്ഷേ ഇൻഡെക്സ് ആണെങ്കിൽ നമ്മൾ ആ ഡിവിഡൻഡ് എമൗണ്ട് അല്ലിക്കത്തില്ല മൈനസ് ചെയ്യുക, പകരം ആ പെർസെൻറ്റേജ് നമ്മുടെ റിസ്ക് ഫ്രീ റേറ്റിൽ നിന്ന് അങ്ങ് മൈനസ് ചെയ്യും. അപ്പം 9% എടുക്കുന്നതിന് പകരം 9ൽ നിന്ന് 6% മൈനസ് ചെയ്തിട്ട് 3% മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ ഇ റേസ് ടു ആർ ടി എന്ന് പറഞ്ഞ ഫോമുലയിലെ 6ൽ നിന്ന് നമ്മൾ എന്തങ്ങ് മൈനസ് ചെയ്യും? ഡിവിഡൻഡ് ഈൽഡ് അങ്ങ് മൈനസ് ചെയ്യും. ഓക്കെ ആണോ? അപ്പോൾ ഇ റേസ് ടു 9 അല്ല എടുക്കുക, പിന്നെയോ 9ൽ നിന്ന് 6 മൈനസ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള 3 ആയിരിക്കും എടുക്കുക. ഇൻറ്റു ടൈം പീരീഡ്. ടി എത്ര? ടൈം പീരീഡ് എന്ന് പറയുന്നത് BSE ഇൻഡെക്സ് വിത്ത് 4-month മെച്യൂരിറ്റി ഈസ് യൂസ്ഡ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇൻറ്റു 4/12. സോ 50,000 ഇൻറ്റു ഇ റേസ് ടു 3 ഇൻറ്റു 4/12. എത്ര ഇൻറ്റു 3 ഇൻറ്റു 4/12? 1%. അപ്പോൾ ഇ റേസ് ടു 1%. ഇ റേസ് ടു 1% എന്ന് വെച്ചാൽ ഇ റേസ് ടു 0.01. അപ്പോൾ 50,000 ഇൻറ്റു ഇ റേസ് ടു 0.01. ഇനി ഇ റേസ് ടു 0.01ൻ്റെ വാല്യൂ എത്ര ആണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഈ ഇ റേസ് ടു 0.01ൻ്റെ വാല്യൂ നോർമലി ക്വസ്റ്റിനിൽ തരേണ്ടതാണ്. എക്സ്പൊണൻഷ്യൽ വാല്യൂ എത്ര ആണെന്നുള്ളത് ക്വസ്റ്റിനിൽ തരേണ്ടതാണ്. തന്നിട്ടില്ലെങ്കിൽ നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാം. ആ വാല്യൂ കാണാനുള്ള ഫോമിലേക്ക് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. എക്സ്പൊണൻഷ്യൽ വാല്യൂ ഇ റേസ് ടു 0.01ൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? 1 പ്ലസ് 0.01 raised to 1 divided by 1 factorial plus 0.01 raised to 2 divided by 2 factorial, that is 2, plus 0.01 raised to 3 divided by 3 factorial, etc. ഇങ്ങനെ പോകുന്നതാണ് നമ്മുടെ ഇ റേസ് ടു 0.01ൻ്റെ വാല്യൂ. അത്രയൊന്നും നീളത്തിൽ പോകണ്ട, 2 സ്റ്റെപ്പ് ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെ അതിൻ്റെ വാല്യൂ വരിക? 1 പ്ലസ് 0.01 raised to 1 by 1 എന്ന് വെച്ചാൽ 0.01 തന്നെ, പ്ലസ്
0.01 raised to 2 divided by 2 എത്ര വരിക? 0.01 raised to 2 divided by 2 0.001. അപ്പോൾ 1 plus 0.01 plus 0.0001 എല്ലാം കൂടെ ആഡ് ചെയ്ത് എത്ര കിട്ടും? 1 plus 0.01 plus 0.001 എന്ന് പറഞ്ഞാൽ 1.01 തന്നെ 1.0101 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ തിയറിറ്റിക്കൽ വാല്യൂ ഓഫ് ഫ്യൂച്ചർ എത്ര കിട്ടുക? വാല്യൂ ഓഫ് ഫ്യൂച്ചർ എന്ന് പറയുന്നത് 40 ഇൻറ്റു 50,000 ഇൻറ്റു ഇ റേസ് ടു ആർ ടി. ഇ റേസ് ടു ആർ ടിയുടെ വാല്യൂ 1.0101 എത്ര കിട്ടും? 50,000 ഇൻറ്റു 1.0101 50,505 എന്ന് കിട്ടും. നമുക്കതിനെ വേണമെങ്കിൽ ഒന്ന് റൗണ്ടഡ് ഓഫ് ആക്കാം. റൗണ്ടഡ് ഓഫ് ആസ് 50,500. ഓക്കെ ആണോ? അപ്പോൾ ഇതാണ് നമ്മളുടെ ഫ്യൂച്ചറിൻ്റെ തിയറിറ്റിക്കൽ വാല്യൂ എന്ന് പറയുന്നത്. അതായത് ഇന്ന് സ്പോട്ടിൽ 50,000 രൂപയാണ് ഇൻഡെക്സിൻ്റെ പ്രൈസ് എങ്കിൽ 4 മാസം മെച്യൂരിറ്റി ഉള്ള ഇൻഡെക്സ് ഫ്യൂച്ചറിന് തിയറിറ്റിക്കലി 50,500 രൂപ 50,500 റുപ്പീസ് ആയിരിക്കും വാല്യൂ ഉണ്ടാവുക. അപ്പോൾ ഇതാണ് നമ്മുടെ തിയറിറ്റിക്കൽ വാല്യൂ ഫ്യൂച്ചർ എന്ന് പറയുക. അപ്പോൾ എങ്ങനെയാണ് തിയറിറ്റിക്കൽ വാല്യൂ ഫ്യൂച്ചർ കാണുക? സ്പോട്ട് റേറ്റ് ഇൻറ്റു ഇ റേസ് ടു ആർ ടി. അതിൽ 6 എടുക്കുമ്പോൾ ഡിവിഡൻഡ് ഈൽഡ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഡിവിഡൻഡ് ഈൽഡ് 6ൽ നിന്ന് മൈനസ് ചെയ്യാൻ വേണം. അടുത്ത ഇതുപയോഗിച്ച് എങ്ങനെ ഹെഡ്ജ് ചെയ്യാം? അപ്പോൾ നമ്മുടെ അടുത്ത ടോപ്പിക്ക് ഹെഡ്ജിങ്. നമ്മുടെ പോർട്ട്ഫോളിയോയുടെ വാല്യൂ എത്ര ഉണ്ടെന്ന് നോക്കുക. വാല്യൂ ഓഫ് പോർട്ട്ഫോളിയോ 1 crore 1 lakh rupees ആണ്. അതിൻ്റെ ബീറ്റ 2 times ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോ എങ്ങനെയാണ് നമ്മൾ ഹെഡ്ജ് ചെയ്യുന്നത്? നമ്പർ ഓഫ് കോൺട്രാക്ട്സ് ടു ബി ഹെഡ്ജ്ഡ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഫ്യൂച്ചർ കോൺട്രാക്ട് ടു ബി ഷോർട്ട്. എത്ര ഫ്യൂച്ചർ കോൺട്രാക്ട് ഷോർട്ട് ചെയ്യണം? ഫസ്റ്റ് ഓഫ് ഓൾ എന്തിനാണ് ഷോർട്ട് ചെയ്യുന്നത്? കാരണം നമ്മൾ ഒരു പോർട്ട്ഫോളിയോ ഹോൾഡ് ചെയ്യുകയാണ്. 1 crore 1 lakhൻ്റെ പോർട്ട്ഫോളിയോ നമ്മുടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കതിൽ എന്ത് പൊസിഷനാണ്? ലോങ് പൊസിഷനാണ്. അപ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ നമുക്ക് ലോങ് പൊസിഷൻ ആണെങ്കിൽ നമ്മൾ ഇൻഡെക്സ് ഫ്യൂച്ചറിനകത്ത് എന്ത് പൊസിഷൻ എടുക്കണം? ഷോർട്ട് പൊസിഷൻ എടുക്കണം. നേരെ ഓപ്പോസിറ്റ് പൊസിഷൻ എടുക്കണം. അതല്ല, നമ്മൾ പോർട്ട്ഫോളിയോയിൽ ഷോർട്ട് പൊസിഷൻ ആണെന്ന് വിചാരിക്കുക. നമ്മൾ ഷോർട്ട് ചെയ്തേക്കാണെങ്കിൽ നമ്മുടെ ഇൻഡെക്സ് ഫ്യൂച്ചറിനകത്ത് എന്ത് പൊസിഷൻ എടുക്കണം? ലോങ് പൊസിഷൻ എടുക്കണം. ഇവിടെ ഷോർട്ട് ചെയ്തേക്കാണ് എന്ന് പറഞ്ഞിട്ടില്ല. അതിൻ്റെ അർത്ഥം നമ്മൾ നമ്മുടെ പോർട്ട്ഫോളിയോ ഹോൾഡ് ചെയ്യുകയാണ്, ലോങ് പൊസിഷനാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് പൊസിഷനായ ഷോർട്ട് പൊസിഷൻ വേണം നമ്മൾ എവിടെ എടുക്കാനായിട്ട്? നമ്മളുടെ ഇൻഡെക്സ് ഫ്യൂച്ചറിനകത്ത് എടുക്കാൻ. ഓക്കെ ആണോ? അപ്പോൾ ഇൻഡെക്സ് ഫ്യൂച്ചറിൽ നമുക്ക് ഷോർട്ട് പൊസിഷൻ എടുക്കണം. എത്ര കോൺട്രാക്റ്റ് ഷോർട്ട് പൊസിഷൻ ചെയ്യണം അല്ലെങ്കിൽ എത്ര കോൺട്രാക്റ്റ് ഷോർട്ട് ചെയ്യണം? എത്ര കോൺട്രാക്ട് ഷോർട്ട് ചെയ്യണം എന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? അതിനൊരു ഫോർമുലയുണ്ട്. എന്താണ്? വാല്യൂ പോർട്ട്ഫോളിയോ ഇൻറ്റു ബീറ്റ ഡിവൈഡഡ് ബൈ വാല്യൂ ഓഫ് 1 ഫ്യൂച്ചർ കോൺട്രാക്ട്. അപ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോയുടെ എത്ര രൂപയുടെ പോർട്ട്ഫോളിയോ ആണോ ഹെഡ്ജ് ചെയ്യേണ്ടത് അതിനെ ബീറ്റ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. 1 crore 1 lakhൻ്റെ പോർട്ട്ഫോളിയോ ആണ്. ബീറ്റ 2 ആണെങ്കിൽ അതിൻ്റെ 2 times ഇക്വലൻ്റായ വാല്യൂവിന് ഹെഡ്ജ് എടുക്കണം. എങ്കിൽ മാത്രമേ പെർഫെക്റ്റ് ഹെഡ്ജിങ് അച്ചീവ് ചെയ്യാൻ പറ്റൂ. ആ ബീറ്റയാണ് നമ്മൾ ഹെഡ്ജ് റേഷ്യോ എന്നൊക്കെ പറയുക. ഓക്കെ, ഇതൊക്കെ ഹെഡ്ജിങ്ങിൻ്റെ കോൺസെപ്റ്റിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. നമുക്ക് വളരെ ക്വിക്കായിട്ട് അത് പറഞ്ഞ് ഇത് ചെയ്യാൻ പാടാണ്. അപ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോയുടെ വാല്യൂ എത്ര? 1 crore 1 lakh ഇൻറ്റു ബീറ്റ 2 ഡിവൈഡഡ് ബൈ വാല്യൂ ഓഫ് 1 ഫ്യൂച്ചർ കോൺട്രാക്ട്. ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റിൻ്റെ വാല്യൂ അതെത്ര? വാല്യൂ ഓഫ് 1 ഫ്യൂച്ചർ കോൺട്രാക്ട് എന്ന് പറയുന്നത് ഒരു ഫ്യൂച്ചറിൻ്റെ വാല്യൂ 50,500 ആണ്. ഇൻറ്റു ഒരു ഫ്യൂച്ചറിനകത്ത് എത്ര ഇൻഡെക്സ് ഉണ്ടെന്ന് നോക്കുക, അതിൻ്റെ ലോഡ് സൈസ് എത്ര ഉണ്ടെന്ന് നോക്കുക. അതാണ് അവർ പറഞ്ഞേക്കുന്നത്. 1 ഫ്യൂച്ചർ കോൺട്രാക്ട് ഈസ് ഫോർ ഡെലിവറി ഓഫ് 50 times ദ ഇൻഡെക്സ്. നമ്മുടെ ഒരു ഫ്യൂച്ചർ കോൺട്രാക്ട് എന്ന് പറയുന്നത് ഇൻഡെക്സിൻ്റെ 50 മടങ്ങാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 50 ഇൻഡെക്സ് ചേരുന്നതാണ് ഒരു ഫ്യൂച്ചർ കോൺട്രാക്ട് എന്ന് പറയുക. അപ്പോൾ ഒരു കോൺട്രാക്റ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 50,500 ഇൻറ്റു 50 25,25,000 റുപ്പീസ് ആണ് ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റിൻ്റെ വാല്യൂ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ എത്ര കോൺട്രാക്ട് ഹെഡ്ജ് ചെയ്യണം? നമ്മുടെ പോർട്ട്ഫോളിയോ വാല്യൂ 1 crore 1 lakh ഇൻറ്റു ബീറ്റ 2 times ഡിവൈഡഡ് ബൈ ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റിൻ്റെ വാല്യൂ 25,25,000 റുപ്പീസ്. അപ്പോൾ നമുക്ക് കിട്ടും എത്ര എന്ന് കിട്ടും? 1 crore 1 lakh ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 25,25,000. നമുക്ക് 8 കോൺട്രാക്ട്സ് എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര കോൺട്രാക്റ്റ് ആണ് ഷോർട്ട് ചെയ്യേണ്ടത്? 8 കോൺട്രാക്റ്റ് ആണ് നമ്മൾ ഷോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഫ്യൂച്ചറിനകത്ത് 8 ഫ്യൂച്ചർ കോൺട്രാക്റ്റുകൾ ഷോർട്ട് ചെയ്താൽ
നമുക്ക് പെർഫെക്റ്റ് ഹെഡ്ജിങ് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പം നമ്പർ ഓഫ് കോൺട്രാക്ട്സ് ടു ബി ഷോർട്ട്. എത്ര കോൺട്രാക്റ്റ് ഷോർട്ട് ചെയ്യണം? 8 ഫ്യൂച്ചർ കോൺട്രാക്റ്റുകൾ ഷോർട്ട് ചെയ്യണം. ഓക്കെ ആണോ? ഇനി അതിൻ്റെ ബാക്കി ചോദിച്ചിട്ടുണ്ട്. ദ ഗെയിൻ ഓൺ ഷോർട്ട് ഫ്യൂച്ചർ പൊസിഷൻ ഇഫ് ഇൻഡെക്സ് ടേൺസ് ഔട്ട് ടു ബി 45,000 ഇൻ 3 months ടൈം. അപ്പോൾ 3 മാസം കഴിഞ്ഞു. നമ്മൾ 4 മാസത്തേക്കാണ് ആക്ച്വലി ഹെഡ്ജ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ അതിൽ 3 മാസം കഴിഞ്ഞു. നമ്മുടെ ഇൻഡെക്സിൻ്റെ പ്രൈസ് 45,000 റുപ്പീസിലെത്തി. അങ്ങനെ എത്തിയാൽ നമ്മളുടെ ഫ്യൂച്ചറിനകത്തു നിന്നുള്ള ഗെയിൻ അല്ലെങ്കിൽ ലോസ് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ഈ ക്വസ്റ്റ്യൻ ഫർദറായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ആക്ച്വലി നമ്മുടെ പോർട്ട്ഫോളിയോയ്ക്ക് അന്നുള്ള നഷ്ടം എത്ര ആയിരിക്കും എന്നുള്ളതും ഇവിടെ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാൻ പറ്റും. ഇവിടെ ചോദിച്ചിട്ടില്ല, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഇൻഡെക്സ് 45,000 എത്തിയാൽ നമുക്ക് ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ നിന്നുള്ള ലാഭം അല്ലെങ്കിൽ നഷ്ടം എത്രയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൻ്റെ പ്രൈസ് ആഫ്റ്റർ 3 months, വാല്യൂ ഓഫ് ഫ്യൂച്ചർ ആഫ്റ്റർ 3 months ഇസ് ഈക്വൽ ടു 45,000. ഓക്കെ ആണോ? അപ്പോൾ 3 മാസം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് 45,000 ആക്ച്വലി ഈ ക്വസ്റ്റിനകത്തൊരു മിസ്റ്റേക്ക് ഉണ്ട്. എന്താണെന്നറിയോ? ഇൻഡെക്സ് 45,000 എന്നാണ് അവർ പറഞ്ഞേക്കണേ. ആക്ച്വലി ഇൻഡെക്സ് അല്ല 45,000 എത്തേണ്ടത്, ആ ഫ്യൂച്ചർ കോൺട്രാക്റ്റ്. ഇൻഡെക്സ് ഫ്യൂച്ചർ 45,000 എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി ആക്യുറേറ്റ്. കാരണം ഇൻഡെക്സ് 45,000 3 മാസം കഴിയുമ്പോൾ ഇൻഡെക്സ് ഫ്യൂച്ചർ 45,000 ആകണമെന്ന് ഒരു നിർബന്ധമില്ല. എൻ്റെ പ്രൈസ് മാറാം. അത് ക്വസ്റ്റ്യനകത്തുള്ളൊരു മിസ്റ്റേക്കാണ്. ഇൻഡെക്സ് എന്നല്ല പറയേണ്ടിയിരുന്നത്, ഇൻഡെക്സ് ഫ്യൂച്ചർ ടേൺസ് ഔട്ട് ടു ബി 45,000 ഇൻ 3 months ടൈം എന്നായിരുന്നു പറയേണ്ടിയിരുന്നത്. അതായിരുന്നു കുറച്ചുകൂടി ആക്യുറേറ്റ്. either way നമുക്കത് വെച്ച് ചെയ്യാം. 3 മാസം കഴിയുന്നു. നമ്മുടെ ഇൻഡെക്സ് ഫ്യൂച്ചർ എത്രയിലെത്തുന്നു? 45,000 നമ്മളുടെ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എത്രനാണ് നമ്മൾ നേരത്തെ ഷോർട്ട് ചെയ്ത് വെച്ചിരുന്നേ? നമ്മൾ 50,500 റുപ്പീസിനാണ് നമ്മുടെ ഫ്യൂച്ചർ കോൺട്രാക്ട് ഷോർട്ട് ചെയ്തത് അല്ലേ? അപ്പോൾ നമ്മുടെ ഒറിജിനൽ വാല്യൂ ഓഫ് ഫ്യൂച്ചർ എന്ന് പറയുന്നത് എത്ര ആയിരുന്നു? ഒറിജിനൽ വാല്യൂ ഓഫ് ഫ്യൂച്ചർ എന്ന് പറയുന്നത് എത്ര ആയിരുന്നു? 50,500 റുപ്പീസ് ആയിരുന്നു. ഇപ്പോൾ അതേ ഫ്യൂച്ചർ എത്രയിലെത്തി? 45,000 എത്തിയാൽ നമുക്ക് ലാഭമാണോ നഷ്ടമാണോ? ഇതെങ്ങനെ കണ്ടുപിടിക്കുക? വളരെ ഈസിയാണ്. ഫ്യൂച്ചറിനകത്ത് എന്ത് പൊസിഷനാണ് എടുത്തത്? ഷോർട്ട് ചെയ്തു. ഷോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? വിൽക്കാമെന്ന് എഗ്രി ചെയ്തു എന്നാണ് അർത്ഥം. നമ്മൾ എത്ര രൂപയ്ക്ക് വിൽക്കാമെന്ന് എഗ്രി ചെയ്തു? 50,500 റുപ്പീസിന് വിൽക്കാമെന്ന് എഗ്രി ചെയ്തു. ഇപ്പോൾ അതിൻ്റെ പ്രൈസ് എത്ര? 45,000 ആണ്. അപ്പോൾ 50,500 റുപ്പീസിന് വിൽക്കാമെന്ന് എഗ്രി ചെയ്ത ഒരു പ്രോഡക്റ്റിന് ഇപ്പോൾ മാർക്കറ്റിൽ 45,000 റുപ്പീസേ ഉള്ളൂ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഗെയിൻ ആണോ ലോസ് ആണോ? ഗെയിൻ ആണ്. കാരണം എന്താ? നമുക്ക് മാർക്കറ്റിൽ 45,000 രൂപ വിലയുള്ള സമയത്തും 50,500 റുപ്പീസിന് വിൽക്കാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതല്ല എൻ്റെ മീനിങ്. നമ്മൾ ഫ്യൂച്ചർ 50,500 ഷോർട്ട് ചെയ്തു എന്ന് പറഞ്ഞ മീനിങ് എന്താ? നമ്മൾ 50,500 വിൽക്കാമെന്ന് എഗ്രി ചെയ്തു. മാർക്കറ്റിലെ വില എന്തായാലും നമുക്ക് 50,500 വിൽക്കാം. മാർക്കറ്റിൽ 1 രൂപ ഉള്ളപ്പോഴും നമുക്ക് 50,500 വിൽക്കാം. അപ്പോൾ ഇവിടെ മാർക്കറ്റിൽ എത്ര ഉള്ള വില? 45,000 ആണ്. 45,000 ഉള്ളപ്പോഴും നമ്മൾക്ക് 50,500 റുപ്പീസിന് വിൽക്കാൻ പറ്റും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ലാഭമാണോ നഷ്ടമാണോ? ലാഭമാണ്. കാരണം എന്താ? മാർക്കറ്റിൽ അതിന് 40,000 രൂപയേ ഉള്ളൂ വില. പക്ഷേ നമ്മൾ കോൺട്രാക്ട് ഇട്ടതുകൊണ്ട് നമുക്ക് എത്ര വിൽക്കാം? 50,500 വിൽക്കാം. അപ്പോൾ ഒരു കോൺട്രാക്റ്റിനകത്ത് നമുക്ക് 50,500 45 ആയിട്ടുള്ള വ്യത്യാസം നമ്മുടെ ലാഭമാണ്. അപ്പോൾ പ്രോഫിറ്റ് ഫ്രം വൺ ഫ്യൂച്ചർ കോൺട്രാക്ട്, പ്രോഫിറ്റ് ഫ്രം വൺ ഫ്യൂച്ചർ, വൺ ഇൻഡെക്സ് ഫ്യൂച്ചർ. ഒരു ഇൻഡെക്സ് ഫ്യൂച്ചറിൽ നിന്ന് എത്ര രൂപയുടെ ലാഭം? 50,500 45,000 വ്യത്യാസം നമുക്ക് ലാഭം. അതായത് എത്ര രൂപ? 5,500 രൂപ ലാഭം. ഒരു കോൺട്രാക്റ്റിനകത്ത് അങ്ങനെ എത്ര ഇൻഡെക്സ് ഉണ്ട്? 50 ഇൻഡെക്സ് ഉണ്ട്. അപ്പോൾ പ്രോഫിറ്റ് ഫ്രം വൺ കോൺട്രാക്ട് എത്ര? പ്രോഫിറ്റ് ഫ്രം വൺ കോൺട്രാക്ട്, ഒരു കോൺട്രാക്റ്റിനകത്ത് നമ്മൾക്ക് 50 ഇൻഡെക്സ് ആണുള്ളത്. ഒരു ഇൻഡെക്സിൽ നിന്ന് 5,500 രൂപ ലാഭം. അങ്ങനെ 50 ഇൻഡെക്സിൽ നിന്ന് നമുക്ക് എത്ര രൂപ ലാഭം? 2,75,000 രൂപ ലാഭം. അങ്ങനെ എത്ര കോൺട്രാക്റ്റ് ആണ് നമ്മൾ ഷോർട്ട് ചെയ്തിട്ടുള്ളത്? 8 കോൺട്രാക്റ്റ് ആണ് ഷോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 2,75,000 × 8 ആയിരിക്കും. അതായത് 22 lakh റുപ്പീസ് ആയിരിക്കും നമ്മളുടെ ടോട്ടൽ ഗെയിൻ ഫ്രം ഫ്യൂച്ചർ കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? മനസ്സിലാവോ?
അപ്പോൾ ഇതാണ് നമ്മളുടെ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൻ്റെ പൊസിഷൻ. അപ്പോൾ നമ്മൾ 8 ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ആണ് ഷോർട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 8 ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എത്ര രൂപ മൊത്തത്തിൽ ലാഭം ഉണ്ടാക്കാൻ പറ്റും? 22 lakh rupees നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ ആണോ? നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റിലോട്ട് മൂവ് ചെയ്യാം. അടുത്തത് ഒരു പുട്ട് ഓപ്ഷൻ്റെ വാല്യുവേഷൻ ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണേ. കാൽക്കുലേറ്റ് ദ പ്രൈസ് ഓഫ് എ യൂറോപ്യൻ പുട്ട് ഓപ്ഷൻ ഓൺ എ നോൺ ഡിവിഡൻഡ് പേയിങ് സ്റ്റോക്ക് when stock price is rupees 69, strike price is rupees 70, risk-free interest rate is 5% per annum, volatility is 35% per annum, and the time to maturity is 6 months. കാണുമ്പോൾ വളരെ ചെറിയ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നാം, പക്ഷേ വളരെ ലെങ്തി ആയ ഒരു ആൻസർ ആണ് അതിന് കാണാനുള്ളത്. ഇത് ആക്ച്വലി ബ്ലാക്ക് ഷോൾസ് മോഡലിൻ്റെ ആപ്ലിക്കേഷനാണ്. നമ്മുടെ ഡെറിവേറ്റീവ്സിനകത്ത് ഓപ്ഷൻ വാല്യുവേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് നമ്മളുടെ ഡെറിവേറ്റീവ്സിൻ്റെ വാല്യുവേഷൻ അല്ലെങ്കിൽ ഓപ്ഷൻ്റെ വാല്യുവേഷൻ പ്രകാരമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് പുട്ട് ഓപ്ഷൻ്റെ വാല്യുവേഷൻ, വാല്യൂ ഓഫ് എ പുട്ട് ഓപ്ഷൻ. അത് തന്നെ ബ്ലാക്ക് ഷോൾസ് ഫോർമുല എന്ന് പറഞ്ഞൊരു ഫോർമുല വെച്ച് നമുക്ക് ചെയ്യാനായിട്ടുള്ള കോൺസെപ്റ്റാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ബ്ലാക്ക് ഷോൾസ് ഫോർമുല. ഓക്കെ, അപ്പോൾ ബ്ലാക്ക് ഷോൾസ് ഫോർമുല അനുസരിച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ ഓപ്ഷൻ്റെ പ്രൈസ് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഈ ബ്ലാക്ക് ഷോൾസ് ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓപ്ഷൻ മോഡലിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ബ്ലാക്ക് ഷോൾസ് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ വാല്യൂ ഓഫ് എ കോൾ ഓപ്ഷൻ അല്ലെങ്കിൽ വാല്യൂ ഓഫ് എ പുട്ട് ഓപ്ഷൻ രണ്ട് ടോപ്പിക്കായിട്ട് പറയുന്നുണ്ട്. വാല്യൂ ഓഫ് എ കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? S0 ഇൻറ്റു ND1 മൈനസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് എക്സസൈസ് പ്രൈസ് ഇൻറ്റു ND2. ഓക്കെ, അപ്പം ഞാനൊന്ന് എഴുതാം. വാല്യൂ ഓഫ് എ കോൾ എന്ന് പറയുന്നത് S0 ഇൻറ്റു ND1 N of D1 മൈനസ് PV ഓഫ് എക്സസൈസ് പ്രൈസ് ഇൻറ്റു N of D2. S0 ഇൻറ്റു ND1 മൈനസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് എക്സസൈസ് പ്രൈസ് ഇൻറ്റു ND2. അപ്പോൾ ഇതാണ് നമ്മളുടെ ബ്ലാക്ക് ഷോൾ ഫോർമുല അനുസരിച്ചിട്ട് എന്ത് കാണാനുള്ള ഇക്വേഷൻ? ബ്ലാക്ക് ഷോൾ ഫോർമുല അനുസരിച്ച് വാല്യൂ ഓഫ് എ കോൾ കാണാനായിട്ടുള്ള ഫോർമുല. ഇനി വാല്യൂ ഓഫ് എ പുട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S0 ഇൻറ്റു ND1 മൈനസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് എക്സസൈസ് പ്രൈസ് ഇൻറ്റു ND2. പുട്ട് ഓപ്ഷൻ്റെ പ്രൈസ് കാണാനുള്ള എങ്ങനെയാണ്? പ്രസൻറ്റ് വാല്യൂ ഓഫ് എക്സസൈസ് പ്രൈസ് മൈനസ് സ്പോട്ട്, അതാണ് നമ്മുടെ പുട്ട് ഓപ്ഷൻ്റെ നോർമൽ പ്രൈസ് വാല്യൂ കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രസൻറ്റ് വാല്യൂ ഓഫ് എക്സസൈസ് പ്രൈസ് ഇൻറ്റു N ഓഫ് മൈനസ് D2. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താ? ND2 വെറുതെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യല്ല, N ഓഫ് മൈനസ് D2 മൈനസ് സ്പോട്ട് ഇൻറ്റു ND1, അതും N ഓഫ് വെറും D1 അല്ല, മൈനസ് D1. അപ്പോൾ ഇതാണ് നമ്മുടെ പുട്ട് ഓപ്ഷൻ കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത്. എന്താ? പ്രസൻറ്റ് വാല്യൂ ഓഫ് എക്സസൈസ് പ്രൈസ് ഇൻറ്റു N ഓഫ് മൈനസ് D2 മൈനസ് സ്പോട്ട് റേറ്റ് ഇൻറ്റു N ഓഫ് മൈനസ് D1. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുമില്ല, ഈ ഫോർമുല കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ വളരെ ഈസിയാണ്. നമുക്ക് ഷുവർ ഷോർട്ടായിട്ട് ഒരു 7 മാർക്ക് കിട്ടാനുള്ളൊരു ഏരിയയാണ്. ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്താൽ മാത്രം മതി, വേറെ ട്വിസ്റ്റോ ചെയ്യണോ ഒന്നുമില്ല. ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഡയറക്റ്റ് ആയിട്ട് ഇതിൽ കെയർഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാന്നുള്ള ഒറ്റ കാര്യം മാത്രമേ നമുക്ക് എന്നോട് ചെയ്യാനുള്ളൂ. അപ്പോൾ നമുക്ക് വേണ്ടത് ND1ഉം ND2ൻ്റെയും വാല്യൂ കാണുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ D1ൻ്റെയും D2ൻ്റെയും വാല്യൂ കാണുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ആവശ്യം. അതിൽ D1 ഈസ് ഈക്വൽ ടു എന്താ? D1 നാച്ചുറൽ ലോഗ് LN, നാച്ചുറൽ ലോഗ് S0/E. S0 എന്ന് വെച്ചാൽ സ്പോട്ട് ബൈ എക്സസൈസ് പ്രൈസ് എന്നുള്ളതാണ്. അപ്പം നാച്ചുറൽ ലോഗ് S0/E പ്ലസ് R പ്ലസ് 0.5 വേരിയൻസ് ഇൻറ്റു T. അപ്പോൾ പ്ലസ് R പ്ലസ് 0.50 വേരിയൻസ് 0.50 വേരിയൻസ് ഇൻറ്റു T, the whole divided by sigma root T, standard deviation root T.
ഞാനിവിടെ ഫോമുല എക്സാക്റ്റ് ആയിട്ട് എഴുതുന്നില്ല. ഇതാണ് അതിൻ്റെ ഫോമുല. കാരണം ഇത് എക്സലിൽ ടൈപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെതായ റെസ്ട്രിക്ഷൻ ഉണ്ട്. എൻ്റെ സ്റ്റെൻസിൽ ഇവിടെ എവിടെയോ കാണുന്നില്ല. അപ്പോൾ ഞാനത് എക്സാക്റ്റ് ആയിട്ട് എഴുതുന്നില്ല. ഇവിടെ നിങ്ങൾക്ക് ഈ ഫോമുല നോക്കിയാൽ മനസ്സിലാവും. നാച്ചുറൽ ലോഗ് S0/E അല്ലെങ്കിൽ S0 സ്പോട്ട് ബൈ എക്സസൈസ് പ്രൈസ് പ്ലസ് R plus 0.5 variance, R plus 0.5 variance into T, the whole divided by sigma root T. ഇതാണ് D1ൻ്റെ വാല്യൂ എന്ന് പറയുക. ഇനി D2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് D1 മൈനസ് സിഗ്മ റൂട്ട് ടി ആണ്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം D1ൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് N ഓഫ് മൈനസ് D1 കണ്ടുപിടിക്കണം. എന്താ മൈനസ് D1? D1 എത്രയാണോ വാല്യൂ കിട്ടുക അതിനൊരു മൈനസ് ഫിഗർ ഇട്ട് കൊടുക്കുക. അപ്പോൾ മൈനസ് D1 കിട്ടും. എന്നിട്ട് അതിൻ്റെ N ഓഫ് കാണണം. N ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയ അണ്ടർ നോർമൽ കർവ് ഓഫ് D1 എന്നാണ് അർത്ഥം. ഏരിയ അണ്ടർ നോർമൽ കർവ് എന്ന് പറയുന്നത് ഒരു ബെൽ ഷേപ്ഡ് കർവാണ്. ഇസഡ് വാല്യൂ ടേബിൾ എന്ന് പറയും. ആ ഇസഡ് വാല്യൂ ടേബിൾ പ്രകാരമുള്ള D1ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ആവശ്യം. അതാണ് ND1ഉം ND2. അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് എങ്ങനെയാണ് പോകുന്നത്? ആദ്യം D1 കണ്ടുപിടിക്കുക, പിന്നെ D2 കണ്ടുപിടിക്കുക, ദെൻ ND1 കണ്ടുപിടിക്കുക, ND2 കണ്ടുപിടിക്കുക. എന്നിട്ട് വേണം നമുക്ക് ആ പുട്ട് ഓപ്ഷൻ്റെ വാല്യുവേഷൻ എടുക്കാനായിട്ട്. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് ആദ്യം D1ൻ്റെ വാല്യൂ കാണണം. എന്താ D1ൻ്റെ വാല്യൂ? നാച്ചുറൽ ലോഗ് S0/E. നാച്ചുറൽ ലോഗ് എന്ന് പറയുന്നത് നമുക്ക് നാച്ചുറൽ ലോഗരിതം വാല്യൂസ് എത്രയാണെന്നുള്ളത് ക്വസ്റ്റ്യനിൽ തരേണ്ടതാണ്. ക്വസ്റ്റ്യൻ അത് പറഞ്ഞിട്ടില്ല. ബട്ട് നമുക്ക് തൽക്കാലം ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് ക്വസ്റ്റ്യനകത്ത് തരേണ്ടതാണ്. നമ്മുടെ ടേബിളിനകത്ത് ഉണ്ടാവും. അപ്പോൾ നാച്ചുറൽ ലോഗ് S0/E സ്പോട്ട് ബൈ എക്സസൈസ് പ്രൈസ്. എത്ര സ്പോട്ട് പ്രൈസ്? സ്റ്റോക്ക് പ്രൈസ് ഈസ് 69, സ്ട്രൈക്ക് പ്രൈസ് ഈസ് 70. അപ്പോൾ എക്സസൈസ് പ്രൈസ് 70, സ്പോട്ട് റേറ്റ് 69. അങ്ങനെയാണെങ്കിൽ 69/70. നാച്ചുറൽ ലോഗ് 69/70 പ്ലസ് R പ്ലസ് 0.5 വേരിയൻസ് ഇൻറ്റു ടി. R റിസ്ക് ഫ്രീ റേറ്റ് ആണ്. എത്ര? 5%, 0.05. R പ്ലസ് 0.5 വേരിയൻസ്. എത്ര 0.5 വേരിയൻസ്? നമ്മുടെ വേരിയൻസ് തന്നിട്ടുണ്ട്. വോളറ്റിലിറ്റി 35% ആണ്. അത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് 35 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 0.35 എന്ന് പറയുന്നത്. അപ്പോൾ വേരിയൻസ് 0.35ൻ്റെ സ്ക്വയർ, അതിൻ്റെ പകുതി. അപ്പോൾ പ്ലസ് 0.35 സ്ക്വയർ ബൈ 2 ഇൻറ്റു ടി. ടി എത്ര? ടൈം പീരീഡ് ആണ്. എത്ര മാസത്തെ ഓപ്ഷനാണ്? 6 month ഓപ്ഷൻ ആണ്. അതായത് 6/12. ദ ഹോൾ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൂട്ട് ടി അല്ലെങ്കിൽ സിഗ്മ റൂട്ട് ടി. സിഗ്മ 0.35 ആണ്, റൂട്ട് ടി സ്ക്വയർ റൂട്ട് ഓഫ് ടി 0.5. അതായത് 6 മാസം. 6 മാസം എന്ന് പറഞ്ഞാൽ എത്ര? 6/12 ആണ്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 0.5. ഓക്കെ ആണോ? അപ്പോൾ ഇതാണ് നമ്മുടെ ഫോമുല. ഇനി നാച്ചുറൽ ലോഗ് 69/70. എത്ര 69/70? 69/70 എന്ന് പറയുന്നത് 0.9857 ആണ്. നമുക്ക് നാച്ചുറൽ ലോഗ് 0.99 എന്നെടുക്കാം. ഓക്കെ. ഇനി നാച്ചുറൽ ലോഗ് 0.99ൻ്റെ വാല്യൂ, നാച്ചുറൽ ലോഗ് ഓഫ് 0.99 എന്ന് പറയുന്നത് -0.01 ആണ്. ഓക്കെ. അപ്പം നാച്ചുറൽ ലോഗ് 69/70 എന്ന് പറയുന്നത്, നാച്ചുറൽ ലോഗ് സ്പോട്ട് റേറ്റ് ബൈ എക്സസൈസ് പ്രൈസ് എന്ന് പറയുന്നത്, സ്പോട്ട് റേറ്റ് ആണ് 69, സ്ട്രൈക്ക് റേറ്റ് 70 ആണ്. അപ്പോൾ 69/70 എന്ന് പറയുമ്പോൾ 0.99 എന്നാണ് നമുക്ക് കിട്ടുക. അപ്പം നാച്ചുറൽ ലോഗ് ഓഫ് 0.99 എന്ന് പറയുന്നത് -0.01 ആണ് എന്നാണ് കിട്ടുക. അത് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ ആ ടേബിൾ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് തരേണ്ടതാണ്. ഓക്കെ. പ്ലസ് 0.05, അതായത് R 0.05 പ്ലസ് 0.35 സ്ക്വയറിൻ്റെ പകുതി ഇൻറ്റു 6/12. ഓക്കെ ആണോ? അപ്പോൾ അതെത്ര കിട്ടുക? 0.05 പ്ലസ് 0.035 raised to 2 divided by 2 into 0.5. അപ്പോൾ 0.0506 into 0.5. നമുക്ക് 0.025 എന്ന് കിട്ടും. ഇനി നാച്ചുറൽ ലോഗ് 0.99 എന്ന് പറയുന്നത് -0.01 എന്നാണ്. -0.01. അപ്പോൾ -0.01 സോറി -0.01 പ്ലസ് 0.025. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ വരിക. അപ്പോൾ -0.01 പ്ലസ് 0.025, 0.015
divided by 0.35 റൂട്ട് 0.5. അപ്പോൾ ആദ്യം സ്ക്വയർ റൂട്ട് ഓഫ് 0.5 കണ്ടുപിടിക്കുക. സ്ക്വയർ റൂട്ട് ഓഫ് 0.50 എന്ന് പറയുന്നത് 0.71 ആണ്. അപ്പോൾ സിഗ്മ റൂട്ട് ടി എന്ന് പറഞ്ഞാൽ 0.35 ഇൻറ്റു 0.71. അപ്പോൾ നമുക്ക് 0.25 എന്ന് കിട്ടും. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇത് ഫൈനലി സോൾവ് ചെയ്യുമ്പോൾ 0.015 ഡിവൈഡഡ് ബൈ 0.25 എന്ന് പറയുമ്പോൾ നമുക്ക് D1ൻ്റെ വാല്യൂ 0.06 എന്ന് കിട്ടും. 0.0606 അല്ലെങ്കിൽ 0.06 എന്ന് കിട്ടും. ഇതാണ് നമ്മളുടെ D1 എന്ന് പറയുന്ന ഫിഗറിൻ്റെ വാല്യൂ. ഓക്കെ ആണോ? ഇനി നമുക്ക് N ഓഫ് D1 വേണം. സോറി, നമ്മുടെ പുട്ട് ഓപ്ഷൻ്റെ വാല്യൂലോട്ട് കൊണ്ടുവന്നാൽ ബ്ലാക്ക് ഷോൾസ് ഫോർമുലയിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് D1ൻ്റെ വാല്യൂ ആയിട്ട് ഫൈനലി കിട്ടുന്നത് 0.16 എന്നാണ്. സോറി, ഇപ്പം ഞാൻ ചെയ്തതിനകത്ത് എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. 0.06 അല്ല, 0.16 എന്നാണ് ഇതിൻ്റെ ഫൈനൽ വാല്യൂഷൻ കിട്ടുക. അപ്പോൾ നമ്മളിവിടെ ഫോർമുല അപ്ലൈ ചെയ്യുന്നത് ഇങ്ങനെയാണ്. നാച്ചുറൽ ലോഗ് 69/70 പ്ലസ് 0.05 പ്ലസ് 0.35ൻ്റെ സ്ക്വയർ ബൈ 2 ഇൻറ്റു 0.5 ദ ഹോൾ ഡിവൈഡഡ് ബൈ 0.35 റൂട്ട് 0.5. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനലി കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.166 അല്ലെങ്കിൽ 0.17 എന്നാണ്. അപ്പോൾ 0.166 എന്നാണ് നമുക്ക് എന്തിൻ്റെ വാല്യൂഷൻ കിട്ടുക? നമ്മളുടെ D1ൻ്റെ വാല്യൂവേഷൻ കിട്ടുക. ഇനി അതുപോലെ D2ൻ്റെ വാല്യൂ എടുക്കണം. എന്താ D2ൻ്റെ വാല്യൂ? D2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് D1 മൈനസ് സിഗ്മ റൂട്ട് ടി ആണ്. D1 മൈനസ് സിഗ്മ റൂട്ട് ടി. സിഗ്മ റൂട്ട് ടി. അപ്പോൾ D1 മൈനസ് സിഗ്മ റൂട്ട് ടി എന്ന് പറഞ്ഞാൽ D1 എത്ര? 0.166 എന്നാണ് കിട്ടുക. മൈനസ് സിഗ്മ റൂട്ട് ടി എന്ന് പറയുന്നത് 0.35 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 0.35. അപ്പോൾ 0.35 റൂട്ട് 0.5. അപ്പോൾ ആദ്യം നേരത്തെ നമ്മൾ ചെയ്ത പോലെ സ്ക്വയർ റൂട്ട് ഓഫ് 0.5 എടുക്കുക. സ്ക്വയർ റൂട്ട് ഓഫ് 0.5 എന്ന് പറയുന്നത് 0.71 ആണ്. അപ്പോൾ 0.35 ഇൻറ്റു 0.71 നമുക്ക് എത്ര കിട്ടും? 0.25 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ 0.166 മൈനസ് 0.25. അപ്പോൾ നമുക്ക് D2ൻ്റെ വാല്യൂ കിട്ടും. അത് മൈനസ് 0.08 എന്നാണ് കിട്ടുക. അപ്പോൾ നമുക്ക് D2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് 0.08 എന്നാണ് കിട്ടുക. അതാണ് നമ്മുടെ D2. അപ്പോൾ D1ൻ്റെ വാല്യൂ 0.166 എന്നും കിട്ടും. D2ൻ്റെ വാല്യൂ മൈനസ് 0.08 എന്നും കിട്ടും. ഇനി നമുക്ക് വേണ്ടത് N ഓഫ് മൈനസ് D1ഉം N ഓഫ് മൈനസ് D2 ആണ്. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് D1ൻ്റെ D2ൻ്റെ വാല്യൂ ആണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. D1 0.166 ആൻഡ് D2 0.08. നമ്മുടെ ആവശ്യം എന്താ? N ഓഫ് മൈനസ് D1, N ഓഫ് മൈനസ് D2. അതായത് ഏരിയ അണ്ടർ നോർമൽ കർവ് ഓഫ് D1 ആൻഡ് ഏരിയ അണ്ടർ നോർമൽ കർവ് ഓഫ് D2. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് വേണ്ടത് N ഓഫ് മൈനസ് D1 ആൻഡ് N ഓഫ് മൈനസ് D2. എന്താ N ഓഫ് മൈനസ് D1? ഏരിയ അണ്ടർ നോർമൽ കർവ് ഓഫ് 0.16 അല്ലെങ്കിൽ 0.17. ഏരിയ അണ്ടർ നോർമൽ കർവ് ഓഫ് മൈനസ് D1. എത്ര മൈനസ് D1? മൈനസ് 0.17. അപ്പോൾ ഈ മൈനസ് 0.17ൻ്റെ വാല്യൂ എങ്ങനെ എടുക്കുക? ഇസഡ് വാല്യൂ ടേബിൾ എടുത്തിട്ട് ഈ 0.17ൻ്റെ വാല്യൂ എടുക്കുക. എന്നിട്ട് 0.5ൽ നിന്ന് ഈ വാല്യൂ മൈനസ് ചെയ്യുക. 0.5 മൈനസ് 0.17ൻ്റെ വാല്യൂ. ഇതാണ് ഏരിയ അണ്ടർ നോർമൽ കർവ് ഓഫ് 0.17 എന്ന് പറയാം. അതായത് 0.50 മൈനസ് ഏരിയ അണ്ടർ നോർമൽ കർവ് ഓഫ് 0.17. ഈ ഏരിയ അണ്ടർ നോർമൽ കർവ് കാണാൻ ഇസഡ് വാല്യൂ ടേബിൾ തരും. ഇതാണ് ഇസഡ് വാല്യൂ ടേബിൾ എന്ന് പറയുന്നത്. ഈ ഇസഡ് വാല്യൂ ടേബിളിനകത്ത് 0.17ൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. എന്താ ഈ 0.17ൻ്റെ വാല്യൂ? 0.1 എടുക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 7ൻ്റെ വാല്യൂ എത്ര ഉണ്ടെന്ന് നോക്കുക. അത് 0.0675 എന്നാണ്. അപ്പോൾ ഈ കിടക്കുന്ന വാല്യൂ, ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്തേക്കുന്ന വാല്യൂ ആണ് നമ്മളുടെ 0.17ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.0675. അപ്പോൾ 0.5 മൈനസ് 0.0675 മൈനസ് 0.0675 ഇതാണ് ഏരിയ അണ്ടർ നോർമൽ കർവ് ഓഫ് മൈനസ് D1 എന്ന് പറയുക. എത്ര കിട്ടും? 0.50 മൈനസ് 0.0675 നമ്മൾക്ക് 0.4325 എന്ന് കിട്ടും. പോസിറ്റീവ് ഫിഗർ ആണ്. N ഓഫ് മൈനസ് D1. അതുപോലെ N ഓഫ് മൈനസ് D2 കാൽക്കുലേറ്റ് ചെയ്യണം. എന്താ മൈനസ് D2? N ഓഫ്, അതായത് ഏരിയ അണ്ടർ നോർമൽ കർവ് ഓഫ് വാല്യൂ ഓഫ്
മൈനസ് -0.08. അപ്പോൾ -0.08 എന്ന് പറയുമ്പോൾ എത്ര ആവും? +0.08 ആവും. അപ്പോൾ +0.08ന്റെ വാല്യൂ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. +0.08. അപ്പോൾ എങ്ങനെ +0.08ന്റെ വാല്യൂ എടുക്കുക? 0.50 പ്ലസ്, കാരണം പോസിറ്റീവ് ഫിഗർ ആയതുകൊണ്ട് 0.5ന്റെ കൂടെ എന്ത് ചെയ്യണം? 0.0ന്റെ വാല്യൂ ആഡ് ചെയ്യണം. അപ്പോൾ 0.50 പ്ലസ് 0.08ന്റെ വാല്യൂ 0.08ന്റെ വാല്യൂ 0.0319 എന്ന് കിട്ടും. 0.0319 എന്ന് കിട്ടും. അങ്ങനെയാണ് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 0.5 പ്ലസ് 0.0319 എന്ന് പറയുമ്പോൾ 0.5319 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇത് എന്തിൻ്റെ വാല്യൂ ആണ്? n ഓഫ് -d1ൻ്റെയും n ഓഫ് -d2ൻ്റെയും. ഓക്കെ ആണോ? അപ്പോൾ 0.4325 0.5319 അതാണ് n ഓഫ് -d1 ആൻഡ് n ഓഫ് -d2. ഇനി ഫൈനലി നമ്മുടെ പുട്ട് ഓപ്ഷൻ്റെ വാല്യൂ ആണ്. എന്താ പുട്ട് ഓപ്ഷൻ്റെ വാല്യൂ? പുട്ട് ഓപ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് പ്രസന്റ് വാല്യൂ ഓഫ് എക്സസൈസ് പ്രൈസ് ഇൻറ്റു n ഓഫ് -d2 മൈനസ് 40 ഇൻറ്റു n ഓഫ് -d1. അപ്പോൾ ആദ്യം പ്രസന്റ് വാല്യൂ ഓഫ് എക്സസൈസ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യണം. PV ഓഫ് എക്സസൈസ് പ്രൈസ്. PV ഓഫ് എക്സസൈസ് പ്രൈസ് എങ്ങനെ എടുക്കാം? PV ഓഫ് എക്സസൈസ് പ്രൈസ് 70 ആണ് നമ്മുടെ എക്സസൈസ് പ്രൈസ്. 70യുടെ പ്രസന്റ് വാല്യൂ 70 ഡിവൈഡഡ് ബൈ e raised to RT. e raised to RT എത്ര? റിസ്ക് ഫ്രീ റേറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ റിസ്ക് ഫ്രീ റേറ്റ് എന്ന് പറയുന്നത്, സോറി ക്വസ്റ്റ്യൻ വിട്ടുപോയി, ക്വസ്റ്റ്യൻ നോക്കാം. റിസ്ക് ഫ്രീ റേറ്റ് എന്ന് പറയുന്നത് 5% ആണ്. ടൈം പീരീഡ് 6 months ആണ്, 6 മാസം. അപ്പോൾ 5% ആണ് റിസ്ക് ഫ്രീ റേറ്റ്. 0.05 ഇൻറ്റു 6/12. അപ്പോൾ e raised to RTയുടെ വാല്യൂ കണ്ടുപിടിക്കണം. 0.05 ഇൻറ്റു 6/12 ദാറ്റ് ഈസ് 0.03. അപ്പോൾ e raised to 0.03യുടെ വാല്യൂ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. e raised to 0.03. അപ്പോൾ e raised to 0.03യുടെ വാല്യൂ എടുക്കാം. ഈ e raised to 0.03യുടെ വാല്യൂ എന്ന് പറയുന്നത് 1 പ്ലസ് 0.03 പ്ലസ് 0.03 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടുക? 1 പ്ലസ് 0.03 പ്ലസ് 0.03 raised to 2 divided by 2. എല്ലാം കൂടെ സോൾവ് ചെയ്യുമ്പോൾ 1.03 എന്ന് പറഞ്ഞൊരു വാല്യൂ തന്നെ കിട്ടും. 1.0305. അപ്പോൾ ആ പ്രസന്റ് വാല്യൂ ഓഫ് എക്സസൈസ് പ്രൈസ് എന്ന് പറയുന്നത് 70 ഡിവൈഡഡ് ബൈ 1.0305 എന്ന് പറഞ്ഞ ഫിഗർ ആണ്. ദാറ്റ് ഈസ് 70 ബൈ 1.0305 വിച്ച് ഈസ് 68 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ പ്രസന്റ് വാല്യൂ ഓഫ് എക്സസൈസ് പ്രൈസ് എന്ന് പറയുന്നത് എത്ര? 67.93 rupees ആണ്. അപ്പം വീണ്ടും നമ്മുടെ ഫോർമുലയിലോട്ട് എത്തുക. നമ്മുടെ ഫോർമുലയിലോട്ട് എത്തിക്കഴിഞ്ഞാൽ പ്രസന്റ് വാല്യൂ ഓഫ് എക്സസൈസ് പ്രൈസ് ഇൻറ്റു n ഓഫ് -d1. അപ്പോൾ പ്രസന്റ് വാല്യൂ ഓഫ് എക്സസൈസ് പ്രൈസ് എന്ന് പറയുന്നത് 67.93 ആണ്. 67.93 ഇൻറ്റു n ഓഫ് -d1. n ഓഫ് -d1 നമുക്ക് എത്ര കിട്ടി? n ഓഫ് -d2. പ്രസന്റ് വാല്യൂ ഓഫ് എക്സസൈസ് പ്രൈസ് ഇൻറ്റു n ഓഫ് -d2 ദാറ്റ് ഈസ് 0.5319 എന്ന് കിട്ടും. അപ്പോൾ 0.53. 67.93 ഇൻറ്റു 0.53 മൈനസ് 40 ഇൻറ്റു എത്ര സ്പോട്ട്? 69. 40 ഇൻറ്റു n ഓഫ് -d1. n ഓഫ് -d1ൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയത് 0.4325 എന്നാണ്. അപ്പോൾ ഇൻറ്റു 0.43 ഇൻറ്റു 0.43. അപ്പോൾ ഇത് സോൾവ് ചെയ്യാം. 67.93 ഇൻറ്റു 0.53 which is 36 minus 69 into 0.43 which is 29.67. അപ്പോൾ 36 minus 29.67 minus 29.67 which is 6 rupee എന്ന് കിട്ടും, അല്ലെങ്കിൽ 6.3 rupee അല്ലെങ്കിൽ 6.4 rupee എന്നൊക്കെ കിട്ടും. ഓക്കെ ആണോ? അപ്പോൾ ഇതാണ് നമ്മളുടെ പുട്ട് ഓപ്ഷൻ്റെ തിയററ്റിക്കൽ വാല്യൂ എന്ന് പറയുന്നത്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷേ ആ ഫോമുല കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ബ്ലാക്ക് ഷോൾസ് ഫോമുല ചെയ്യാനായിട്ടുള്ള ഈസി വേ. ആ ബ്ലാക്ക് ഷോൾസ് ഫോമുല ക്ലിയർ ആക്കുക, ആ ഫോമുലയിൽ കൃത്യമായി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, തെറ്റ് വരുത്താതെ മിസ്റ്റേക്ക് വരുത്താതെ അത് സോൾവ് ചെയ്യുക എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഇതിനകത്ത് ചെയ്യാനായിട്ടുള്ളൂ. ഒരു വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കാനോ ഉള്ള കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഫോമുലയിൽ നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പിന്നെ ഏരിയ അണ്ടർ നോർമൽ കർവ്, നാച്ചുറൽ ലോഗരിതം തുടങ്ങിയ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കുക. ഏരിയ അണ്ടർ നോർമൽ കർവ്, ഇസഡ് വാല്യൂ ടേബിൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ഇസഡ് വാല്യൂ ടേബിളിനകത്ത് 0.5 ആഡ് ചെയ്യണോ ലെസ് ചെയ്യണോ തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ബ്ലാക്ക് ഷോൾസ് ഫോമുല വെച്ചിട്ട് നമ്മുടെ കോൾ ഓപ്ഷൻ്റെയോ പുട്ട് ഓപ്ഷൻ്റെയോ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ.
നമുക്ക് ഇനിയുള്ളത് രണ്ട് നമ്മുടെ ഫോറക്സിലെ ക്വസ്റ്റ്യൻ കൂടെയാണ്. നമ്മുടെ ടൈം എക്സീഡ് ചെയ്യുന്നു, 9 o'clock ആവുന്നുണ്ട്. എങ്കിലും നമുക്ക് ആ ഫോറക്സിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ വളരെ ക്വിക്കായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തു തരാം. On 25th March 2023, a customer requested his bank to remit DG 12,50,000 to Netherlands in payment of import of diamond under an irrevocable LC. However, due to bank strike, bank could affect the remittance only on 2nd April 2023. Interbank market rates were as follows. നമ്മളോട് ചോദിച്ചേക്കുന്നത് ഇങ്ങനെ ഒരു റെമിറ്റൻസിൽ ഡിലേ ഉണ്ടായത് കാരണം നമ്മുടെ കസ്റ്റമർക്ക് എത്ര രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്ന് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇതിനകത്ത് നഷ്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 25th മാർച്ചിന് റെമിറ്റ് ചെയ്തിരുന്നെങ്കിൽ 12,50,000 DGക്ക് എത്ര ഇന്ത്യൻ രൂപ കൊടുക്കേണ്ടി വന്നേനെ. 2nd April ആയതുകൊണ്ട് നമ്മൾ എത്ര ഇന്ത്യൻ രൂപ കൊടുത്തു തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത്, നമ്മുടെ ലാഭം അല്ലെങ്കിൽ നഷ്ടം. അപ്പോൾ നമുക്ക് എന്താ അറിയേണ്ടത്, 12,50,000 കൊടുക്കാൻ DG കൊടുക്കാൻ എത്ര ഇന്ത്യൻ രൂപ വേണം എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ പലർക്കും ഉണ്ടാകുന്ന ഡൗട്ടാണ്, ഈ 12,50,000 ഇൻറ്റു നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുവാണോ ചെയ്യേണ്ടത്, അതോ ഡിവൈഡ് ചെയ്യുവാണോ ചെയ്യേണ്ടത്, ബിഡ് റേറ്റ് ആണോ എടുക്കേണ്ടത്, ആസ്ക് റേറ്റ് ആണോ എടുക്കേണ്ടത്, എന്താണ് അവിടെ എടുക്കേണ്ടതെന്ന് യൂഷ്വലി കുട്ടികൾക്ക് സംശയം ഉണ്ടാവാറുണ്ട്. വളരെ സിമ്പിളാണ്, നിങ്ങൾ ഇത്ര മാത്രം ചിന്തിക്കുക, ഈ ഫോറിൻ കറൻസി എന്താണ് 12,50,000 DG പർച്ചേസ് ചെയ്യണോ സെല് ചെയ്യണോ? പർച്ചേസ് ചെയ്യണം. കാരണം എന്താ, നമ്മളൊരു ഇന്ത്യൻ കസ്റ്റമറാണ്, അയാൾക്ക് 12,50,000 DG പുറത്തേക്ക് റെമിറ്റ് ചെയ്യുകയാണ് അയാളുടെ ആവശ്യം. അപ്പോൾ 12,50,000 DG പുറത്തേക്ക് റെമിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം, DG വാങ്ങണം. അപ്പോൾ DG വാങ്ങണമെങ്കിൽ DGയെ DGയുടെ ആസ്ക് റേറ്റ് ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അതല്ല DG വിൽക്കണമെങ്കിൽ DGയെ DGയുടെ ബിഡ് റേറ്റ് ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, DGയെ DGയുടെ ആസ്ക് റേറ്റ് ഉപയോഗിച്ചും DGയുടെ ബിഡ് റേറ്റ് ഉപയോഗിച്ചുമാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് DGയുടെ ആസ്കും ബിഡും? DGയുടെ ആസ്ക് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു കറൻസി നമ്മൾ എഴുതുന്നത് ഇപ്പോൾ ₹/DG എന്നാണെന്നുണ്ടെങ്കിൽ ഇവിടെ അർത്ഥം എന്താ, ഒരു DGക്ക് എത്ര ഇന്ത്യൻ രൂപ എന്നുള്ളതാണ്. അപ്പോൾ ₹/DG എന്ന് എഴുതുന്നത് സപ്പോസ് 51/52 എന്നാണെന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ ഒരു DG വാങ്ങാൻ 51 രൂപ കൊടുക്കണം, ഒരു DG വിറ്റാൽ 51 രൂപ കിട്ടും, ഒരു DG വാങ്ങണമെങ്കിൽ 52 രൂപ കൊടുക്കണം. അപ്പോൾ DGയുടെ ബിഡും ആസ്കും എന്താണെന്ന് ചോദിച്ചാൽ ₹/DG എന്ന് എഴുതുന്നതാണ് DGയുടെ ബിഡും ആസ്ക്. ഒരു ഫോറിൻ കറൻസി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യണമെങ്കിൽ, ഫോറിൻ കറൻസി വാങ്ങണമെങ്കിൽ ഫോറിൻ കറൻസിയുടെ ബിഡ് റേറ്റ് ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഫോറിൻ കറൻസി വാങ്ങണമെങ്കിൽ ഫോറിൻ കറൻസിയുടെ ആസ്ക് റേറ്റ് ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ ഒരു കോൺസെപ്റ്റ് ഫെമിലിയർ ആയാൽ നിങ്ങൾക്ക് ഇത് ഡിവൈഡ് ചെയ്യണോ മൾട്ടിപ്ലൈ ചെയ്യണോ എന്നുള്ള കൺഫ്യൂഷൻ ഒഴിവാകും. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ തന്നെ 12,50,000 DG വാങ്ങണമെങ്കിൽ 12,50,000 DGയെ DGയുടെ ആസ്ക് റേറ്റ് ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. എന്താ DGയുടെ ആസ്ക്? 1 DG = എത്ര ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്നതാണ് DGയുടെ ആസ്ക് റേറ്റ് എന്ന് പറയുക. എന്ന് വെച്ചാൽ നമ്മുടെ കോട്ട് എങ്ങനെയാണ് ഫ്രെയിം ചെയ്യേണ്ടത്, ₹/DG എന്നാണ് നമ്മൾ കോട്ട് ഫ്രെയിം ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ₹/DGക്ക് കോട്ടില്ല. നോക്കിയാൽ അറിയാം, ഇവിടെ തന്നേക്കുന്ന $/100 ആണ്. അതും ശ്രദ്ധിക്കുക, നമ്മളെ തെറ്റിക്കാൻ വേണ്ടി ₹100 ആണ് തന്നേക്കുന്നത്. 1 രൂപയുടെ കോട്ടല്ല, 100 രൂപയുടെ കോട്ടാണ് തന്നേക്കുന്നത്. അപ്പോൾ $/rupee എന്ന് പറയുമ്പോൾ 1 രൂപയ്ക്ക് എത്ര ഡോളർ, ഇത് 1 രൂപയ്ക്കല്ല, പകരം 100 രൂപയ്ക്ക് എത്ര ഡോളർ എന്നാണ് തന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യമേ തന്നെ ആ കോട്ടിനെ 100 വെച്ചങ്ങ് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 2.2873 എന്ന് കിടക്കുന്നത് 0.022873 എന്നാവും. 2.29 എന്നുള്ളത് 0.022962 എന്നും ആവും. ഡിവൈഡഡ് ബൈ 100 അങ്ങ് അടിച്ചാൽ ആ ഒരു കൺഫ്യൂഷൻ അപ്പം തന്നെ തീരും. കാരണം എന്താ, 100 രൂപയുടെയാണ്, നമുക്ക് 1 രൂപയുടെയാണ് വേണ്ടത്, അവിടെ വെച്ച് തന്നെ 100 വെച്ചങ്ങ് ഡിവൈഡ് ചെയ്യാം. പിന്നുള്ളത് ലണ്ടനിലെ റേറ്റ് ആണ്, $/പൗണ്ട് ആണ് തന്നേക്കണേ. എന്ന് വെച്ചാൽ ഒരു പൗണ്ടിന് എത്ര ഡോളർ എന്നാണ് തന്നേക്കണേ. അവസാനം DG/പൗണ്ട്, ഒരു പൗണ്ടിന് എത്ര DG എന്നും തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആവശ്യമുള്ള കോട്ട് എന്ന് പറയുന്നത് ₹/DG എന്ന് പറഞ്ഞ കോട്ടാണ് നമുക്ക് വേണ്ടത്. ₹/DGയുടെ ആസ്ക് റേറ്റ് ആണ് നമുക്ക് വേണ്ടത്. കറക്റ്റ് അല്ലേ? കാരണം എന്താ, നമുക്ക് DG പർച്ചേസ് ചെയ്യാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ റൂൾ എന്താ, ഫോറിൻ കറൻസിയുടെ ആസ്ക് ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം ₹/DG ആസ്ക് ആണ് നമുക്ക് വേണ്ടത്. ₹/DG ആസ്ക് എങ്ങനെ എടുക്കാം? നമുക്ക് റുപ്പിക്ക് ആരുമായിട്ടാണ് എക്സ്ചേഞ്ച് ഉള്ളത് നോക്കുക, ഡോളറുമായിട്ടാണ്. അപ്പോൾ $/$ ഇൻറ്റു, അതും $/$ന്റെ ഏത് റേറ്റ് എടുക്കണം, $/$ന്റെ ആസ്ക് റേറ്റ് എടുക്കണം. അപ്പോൾ $/$ ആസ്ക് ഇൻറ്റു അടുത്ത ഡോളറിന് ആരുമായിട്ടാണ് എക്സ്ചേഞ്ച് ഉള്ളത് നോക്കുക, ഡോളറിന് പൗണ്ടുമായിട്ട് എക്സ്ചേഞ്ച് ഉണ്ട്. അപ്പോൾ $/പൗണ്ട് ഇൻറ്റു പൗണ്ടിന് ആരുമായിട്ടാണ് എക്സ്ചേഞ്ച് ഉള്ളത് നോക്കുക, £/DG. ഇങ്ങനെ ഒരു കോട്ട് ഫ്രെയിം ചെയ്താൽ നമുക്ക് ആവശ്യമുള്ള സാധനം എടുക്കാൻ പറ്റും. പിടിയിട്ടോ? അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യേണ്ടത്, ₹/,
ഡോളർ ഇൻറ്റു ഡോളറിന് ആരുമായിട്ടാണ് റേറ്റ് ഉള്ളത് നോക്കുക. ഡോളറിന് പൗണ്ടുമായിട്ട് എക്സ്ചേഞ്ച് ഉണ്ട്. അപ്പോൾ ഡോളർ ബൈ പൗണ്ട് ഇൻറ്റു പൗണ്ട് ഡിവൈഡഡ് ബൈ ഡി ജി. ഈ ഒരു ഫോർമാറ്റിൽ കോട്ട് ഫ്രെയിം ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ ക്രോസ് റേറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. എല്ലായിടത്തും എന്തെടുക്കണം? ആസ്ക് റേറ്റ് എടുക്കണം. കാരണം നമുക്ക് റുപ്പി ബൈ ഡി ജിയുടെ ആസ്ക് ആണ് വേണ്ടത്. അപ്പോൾ റുപ്പി ബൈ ഡി ജിയുടെ ആസ്ക് വേണമെങ്കിൽ ഈ എടുക്കുന്ന കോട്ടിലെ ഓരോ കോട്ടിനകത്തും നമുക്ക് ആസ്ക് റേറ്റ് തന്നെ ഉപയോഗിക്കണം. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? ഈ ഡോളർ വെട്ടിപ്പോവും, പൗണ്ട് വെട്ടിപ്പോവും, അവസാനം നമുക്ക് റുപ്പി ബൈ ഡി ജി എന്ന് കോട്ട് കിട്ടും. അപ്പോൾ റുപ്പി ബൈ ഡോളറിൻ്റെ ആസ്ക് റേറ്റ് എത്രയാണെന്ന് നോക്കുക. ആദ്യമുള്ള പ്രശ്നം, റുപ്പി ബൈ ഡോളറിൻ്റെ റേറ്റ് തന്നേക്കുന്നത് 100 റുപ്പിയുടെയാണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ 100 അടിച്ചാലേ നമുക്ക് ബിഡും ആസ്കും കിട്ടും. എഗെയിൻ ആ തന്നേക്കുന്നത് 1 രൂപയ്ക്ക് എത്ര ഡോളർ എന്നാണ്. എന്ന് വെച്ചാൽ ഡോളർ ബൈ റുപ്പി എന്നല്ലേ കോട്ട് തന്നേക്കുന്നത്. നമുക്ക് വേണ്ടത് റുപ്പി ബൈ ഡോളറാണ്. അപ്പോൾ റുപ്പി ബൈ ഡോളറിൻ്റെ ആസ്ക് റേറ്റ് വേണമെങ്കിൽ തന്നേക്കുന്നത് തിരിച്ചാണ്. അപ്പോൾ 1 ബൈ ബിഡ് എടുത്താലല്ലേ ആസ്ക് റേറ്റ് ആവുള്ളൂ. അപ്പോൾ 1 ബൈ ബിഡ് റേറ്റ് എടുക്കുക. എത്ര ബിഡ് റേറ്റ്? 2.2873 ആണ്. അത് 100 റുപ്പിക്കാണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ 100 അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 രൂപയുടെ റേറ്റ് കിട്ടും. അപ്പോൾ 1 ബൈ ആ റേറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? നമുക്ക് റുപ്പി ബൈ ഡോളറിൻ്റെ ആസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് തന്നേക്കുന്നത് ഡോളർ ബൈ റുപ്പിയാണ്. അതെത്ര? 2.2873. അതിനെ അപ്പം തന്നെ 100 വെച്ചങ്ങ് ഡിവൈഡ് ചെയ്യുക. 2.2873 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മളുടെ കറക്റ്റ് റേറ്റ് കിട്ടും. 100 റുപ്പി മാറി 1 രൂപയുടെ റേറ്റ് എത്രയാണെന്ന് കിട്ടും. അപ്പോൾ 1 രൂപയ്ക്ക് ഡോളർ ബൈ റുപ്പി അവിടുത്തെ റേറ്റ് എത്ര? 0.022873. ഇത് ഏത് റേറ്റ് ആണ്? ബിഡ് റേറ്റ് ആണ്. നമുക്ക് വേണ്ടത് റുപ്പി ബൈ ഡോളർ ആസ്ക് ആണ്. അപ്പോൾ ആസ്ക് റേറ്റ് വേണമെങ്കിൽ 1 ബൈ ബിഡ് റേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ. അപ്പോൾ 1 ബൈ 0.022873 ഇൻറ്റു ആദ്യത്തെ പോർഷനായി. അടുത്ത ഡോളർ ബൈ പൗണ്ടിൻ്റെ റേറ്റ് വേണം. എന്ന് വെച്ചാൽ 1 പൗണ്ടിന് എത്ര ഡോളർ? നമുക്ക് തന്നേക്കുന്ന റേറ്റ് എങ്ങനെ? ഡോളർ ബൈ പൗണ്ട് തന്നെയാണ്. അപ്പോൾ നേരെ സിംപ്ലി അവിടുത്തെ ആസ്ക് റേറ്റ് അങ്ങ് എടുത്താൽ പോരെ. എത്ര അവിടുത്തെ ആസ്ക് റേറ്റ്? 912 ഉണ്ട്, 9135 ഉണ്ട്. 9135 ആണ് ആസ്ക് റേറ്റ്. അപ്പോൾ ഇൻറ്റു 1.9135 ഇൻറ്റു പൗണ്ട് ബൈ ഡി ജി. അതായത് ഒരു ഡി ജിക്ക് എത്ര പൗണ്ട്? പക്ഷെ തന്നേക്കുന്നത് ഡി ജി ബൈ പൗണ്ട് എന്നാണ്. എന്ന് വെച്ചാൽ 1 പൗണ്ടിന് എത്ര ഡി ജി എന്നാണ് തന്നേക്കുന്നത്. നമുക്ക് വേണ്ടത് 1 ഡി ജിക്ക് എത്ര പൗണ്ട് എന്നാണ്. പൗണ്ട് ബൈ ഡി ജിയുടെ ആസ്ക് ആണ് വേണ്ടത്. പക്ഷെ തന്നേക്കുന്നത് ഡി ജി ബൈ പൗണ്ടിൻ്റെ ബിഡും ആസ്കും ആണ്. അപ്പോൾ നമുക്ക് എന്ത് വേണം? പൗണ്ട് ബൈ ഡി ജിയുടെ ആസ്ക് വേണമെങ്കിൽ 1 ബൈ ബിഡ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1 ബൈ ബിഡ് റേറ്റ് അവിടെ എത്ര? 4.1125 ഉണ്ട്, 4.1140 ഉണ്ട്. 4.1125 ആണ് ബിഡ്. അതിൻ്റെ 1 ബൈ റേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 4.1125. ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ എടുക്കുക 1 ഡിവൈഡഡ് ബൈ 0.02 ആണ് അല്ലേ. 1 ഡിവൈഡഡ് ബൈ 0.022873 എന്ന് പറഞ്ഞാൽ അവിടുത്തെ റേറ്റ് 43.72 ഇൻറ്റു 1.9135 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 4.1125. അവിടെ റേറ്റ് എത്ര വരും? 0.2432 എന്ന് കിട്ടും. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 43.72 ഇൻറ്റു 1.9135 ഇൻറ്റു 0.2432 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ നമ്മുടെ റുപ്പി ബൈ ഡോളറിൻ്റെ ബിഡ് റേറ്റ് 20.35 ആണ്. ഓക്കെ ആണോ? ഡി ജിയുടെ ബിഡ് റേറ്റ് ആണ് നമുക്കിപ്പോൾ കിട്ടിയത്. എന്താണ്? റുപ്പി ബൈ ഡി ജിയുടെ ആസ്ക് റേറ്റ് ആണ് നമുക്കിപ്പോൾ കിട്ടിയത്. എന്താ? ഒരു ഡി ജിക്ക് 20.35 രൂപയാണ് നമ്മൾ കൊടുക്കേണ്ടിയിരുന്നത് എന്ന് നമ്മളുടെ 25 മാർച്ച് 2023. അപ്പോൾ നമ്മുടെ തുടങ്ങിയ ഡേറ്റിൽ നമ്മൾ ഒരു ഡി ജിക്ക് കൊടുക്കേണ്ടിയിരുന്ന റേറ്റ് 20.35 ആണ്. പക്ഷേ ഇനി ഒരു പ്രശ്നം കൂടെ ഉണ്ട്. അവിടെ ഒരു എക്സ്ചേഞ്ച് മാർജിൻ ഒരു 25% ഉണ്ട്. 0.25% എന്തും കൂടെ ഉണ്ട്. എക്സ്ചേഞ്ച് മാർജിൻ കൂടെ ഉണ്ട്. അപ്പോൾ 20.34 ആണ് നമുക്കിപ്പോൾ കിട്ടിയ റേറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ 2 ഏപ്രിലിൽ ഇതുപോലത്തെ റേറ്റും കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി തമ്മിലുള്ള ഡിഫറൻസ് എടുക്കണം. ആ ഡിഫറൻസ് ആണ് നമുക്കുണ്ടാകുന്ന ലാഭം അല്ലെങ്കിൽ നഷ്ടം എന്ന് പറയുന്നത്. മനസ്സിലാവും? അപ്പോൾ ഇവിടെ സോൾവ് ചെയ്തേക്കുന്നുണ്ടോ? 100 ഡിവൈഡഡ് ബൈ 2.2873. 2.2873 ഡിവൈഡ് ചെയ്താണ് നമ്മൾ 0.022873 എന്ന് എടുത്തേക്കണേ. ഇൻറ്റു 1.9135 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 4.1125. അപ്പോൾ ഇതാണ് നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് 20.34 പെർ ഡി ജി എന്ന് നമുക്ക് റേറ്റ് കിട്ടും. ഇനി നമുക്ക് എന്തും കൂടെ വേണം?
നമ്മളുടെ 2.4 എക്സ്ചേഞ്ച് റേറ്റ് കൂടെ വേണം. അപ്പോൾ 2.4 ഇതേ പ്രോസസ്സ് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. എന്താണ്? ഡോളറിനെ ഇൻവേഴ്സ് ചെയ്യുക, 100 വെച്ച് ഡിവൈഡ് ചെയ്തതിന് ശേഷം 1 ബിഡ് റേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, ഇൻറ്റു നമ്മുടെ ഡോളർ ബൈ പൗണ്ടിനകത്തെ ആസ്ക് റേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, ഇൻറ്റു പൗണ്ട് ബൈ ഡി ജിയുടെ ആസ്ക്. പൗണ്ട് ബൈ ഡി ജി ഇല്ല, ഡി ജി ബൈ പൗണ്ട് ആണ്. അപ്പോൾ 1 ബിഡ് റേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നത്തെ റേറ്റിൽ? നമ്മുടെ രണ്ടാമത്തെ ഡേറ്റ് ആയ 2.4 എക്സ്ചേഞ്ച് റേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അന്ന് കിട്ടുന്ന ആൻസർ 20.61 ആണ്. അപ്പോൾ നമുക്ക് എത്ര രൂപയുടെ നഷ്ടം ഉണ്ടായി? നമ്മൾ ഒരു ഡി ജിക്ക് 20.34 കൊടുക്കേണ്ട സ്ഥാനത്ത് 20.61 കൊടുക്കേണ്ടി വന്നു. അപ്പോൾ 20.61 20.34 ആയിട്ടുള്ള ഡിഫറൻസ് അത് എത്ര ഡി ജിക്കാണ്? ഒരു ഡി ജിക്കാണ്. അപ്പം മൊത്തം എത്ര ഡി ജി വന്നു? 12,50,000 ഡി ജി നമുക്ക് വന്നു. അപ്പോൾ 12,50,000 ഡി ജിക്ക് 20.61 20.34 ആയിട്ടുള്ള ഡിഫറൻസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3,37,500 റുപ്പി നമുക്ക് ലോസ് സംഭവിച്ചു. അത് മാത്രമല്ല, അതിൻ്റെ 0.25% എക്സ്ചേഞ്ച് മാർജിൻ കൂടെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് നമ്മുടെ ടോട്ടൽ ലോസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? വേണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആ 1.4 എക്സ്ചേഞ്ച് റേറ്റും കൂടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ 1.4 എക്സ്ചേഞ്ച് റേറ്റ് എങ്ങനെയാണ് നമ്മൾ എടുക്കുക? 2.4 എക്സ്ചേഞ്ച് റേറ്റ് ആണ്. അപ്പോൾ എക്സ്ചേഞ്ച് റേറ്റ് ഓൺ 2nd April എങ്ങനെ എടുക്കാം? ആദ്യം നമുക്ക് വേണ്ടത് നേരത്തെ നമ്മൾ ചെയ്ത പോലെ റുപ്പി ബൈ ഡോളറിൻ്റെ ആസ്ക്. അപ്പോൾ റുപ്പി ബൈ ഡോളറിൻ്റെ ആസ്ക് എങ്ങനെ എടുക്കുക? 2.4 റേറ്റ് നോക്കുക. 100 റുപ്പിയുടെ റേറ്റ് ആണ് തന്നേക്കുന്നത്. ഡോളർ ബൈ റുപ്പി എന്നാണ് നമുക്ക് വേണ്ടത്. റുപ്പി ബൈ ഡോളർ. അപ്പോൾ 1 ബിഡ് റേറ്റ് എടുക്കുക. 2.3063 ആണ്. ആദ്യം ഈ 2.3063യെ 100 വെച്ച് അങ്ങ് ഡിവൈഡ് ചെയ്യുക. 2.3063 ഡിവൈഡഡ് ബൈ 100. .023606 എന്ന് കിട്ടും. ഓക്കെ ആണോ? അപ്പോൾ അതിനെ ഇനി എന്ത് ചെയ്യാം? നമുക്ക് 1 അങ്ങ് ആക്കാം. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 0.023063 ഇൻറ്റു അടുത്ത എന്താ വേണ്ടേ? ഡോളർ ബൈ പൗണ്ടിൻ്റെ ആസ്ക്. അപ്പോൾ 2 ഏപ്രിലിലെ ഡോളർ ബൈ പൗണ്ട് തന്നെയാണ് തന്നേക്കണേ. ആസ്ക് റേറ്റ് എടുത്താൽ മതി 1.9070. അപ്പോൾ ഇൻറ്റു 1.9070 ഇൻറ്റു 1.9070 ഇൻറ്റു പൗണ്ട് ബൈ ഡി ജി വേണം. നമുക്ക് വേണ്ടത് പൗണ്ട് ബൈ ഡി ജി ആണ്. പക്ഷേ തന്നേക്കുന്ന ഡി ജി ബൈ പൗണ്ട് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? 1 ബിഡ് റേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. എത്ര 1 ബിഡ്? 4.0120 ആണ്. അപ്പോൾ ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 4.0120. അപ്പോൾ ഇവിടെ 1 ഡിവൈഡഡ് ബൈ 0.023063 എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് 43 റുപ്പി അല്ലെങ്കിൽ 43.36 കിട്ടും. ഇൻറ്റു 1.9070 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 4.0120 എന്ന് പറയുന്നത് 0.2493. മൾട്ടിപ്ലൈ ചെയ്യാം. 43.36 ഇൻറ്റു 1.9070 ഇൻറ്റു 0.2493 എല്ലാം അവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 20.61. അപ്പോൾ നേരത്തെ 20.35 അല്ലെങ്കിൽ 20.34, ഇവിടെ ഇപ്പോൾ കിട്ടുന്നത് 20.61 ആണ്. അപ്പോൾ നമ്മുടെ ലോസ് എന്ന് പറയുന്നത് എന്താണ്? ലോസ് ഡ്യൂ ടു ഡിലേ എന്ന് പറയുന്നത് ഒരു ഡി ജിക്ക് 20.61 20.34 അല്ലെങ്കിൽ 35 അവിടെ റൗണ്ട് ഓഫ് ചെയ്ത് വന്നതാണ് 35 ആയിട്ടുള്ള വ്യത്യാസം. ഇതാണ് നമ്മുടെ നഷ്ടം. അപ്പോൾ 20.61 20.35 ആയിട്ടുള്ള വ്യത്യാസം, ഇതാണ് നമ്മുടെ ലോസ് എന്ന് പറയുക. ഓക്കെ ആണോ? 0.26 ലോസ് ഉണ്ട്. അങ്ങനെ എത്ര ഡി ജി നമ്മൾ വാങ്ങിയിട്ടുണ്ട്? 12,50,000 ഡി ജി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഡി ജിക്ക് 26 പൈസയുടെ നഷ്ടം. അങ്ങനെ 12,50,000 രൂപയ്ക്ക് 26 പൈസയുടെ നഷ്ടം വെച്ച് 3,25,000 രൂപയാണ് നമ്മുടെ ലോസ്. ഇനി അതിൻ്റെ കൂടെ നമുക്ക് എക്സ്ചേഞ്ച് മാർജിൻ കൂടെ നമുക്ക് ലോസ് വരും. എക്സ്ചേഞ്ച് മാർജിൻ ഒരു 0.25% ഉണ്ട്. 0.25%. അപ്പോൾ ഈ 3,25,000ൻ്റെ 0.25% എക്സ്ചേഞ്ച് മാർജിൻ കൂടെ വരും 812 രൂപ. രണ്ടും കൂടെ ചേരുന്നതാണ് നമ്മളുടെ ടോട്ടൽ ലോസ് എന്ന് പറയുന്നത് 3,25,812 രൂപ. റൗണ്ട് ഓഫിലുള്ള ചെറിയ ഡിഫറൻസ് കൊണ്ടാണ് ചെറിയ വാല്യൂ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഫ്രാക്ഷൻ കംപ്ലീറ്റ് ആയിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ സമയം ഓൾമോസ്റ്റ് എക്സീഡ് ചെയ്തു. 9:15 ആവുന്നു. നിങ്ങൾക്കിത് സെഷൻ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എഗെയിൻ നിങ്ങളുടെ യൂട്യൂബിൽ കമൻറ്റ് ചെയ്യുക. ഞാനത് ഇടയ്ക്ക് വീഡിയോസ് വാച്ച് ചെയ്യുമ്പോൾ ഞാൻ ഇത് ചെയ്തോളാം, കമൻറ്റ് ചെയ്തോളാം. ഐ തിങ്ക് 1 കമൻറ്റ് വന്നു. ഹായ് സർ, എത്ര റിട്ടേൺ ഉണ്ട്?
ഏതിനാണ് റിട്ടേൺ, ഏത് ക്വസ്റ്റ്യൻ ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, അതൊന്ന് ചോദിച്ചാൽ മതി, സ്പെസിഫൈ ചെയ്ത് ചോദിക്കുക. അല്ലെങ്കിൽ ഞാൻ തന്നെ ആ യൂട്യൂബിൽ വീഡിയോസ് നോക്കിയിട്ട് ഞാൻ അതിൽ ലേറ്റർ കമൻറ്റ് ചെയ്തോളാം, നോ ഇഷ്യൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ സെഷൻ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽ ഫോക്കസ് ചെയ്യുക. എൻ്റെ ഒരു ലാസ്റ്റ് മിനിറ്റ് അഡ്വൈസ് എന്ന് പറയുന്നത് ഇതാണ്: നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽ ഫോക്കസ് ചെയ്യുക. സ്റ്റഡി മെറ്റീരിയൽ 100% കവർ ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ ശ്രമിക്കുക. ഡെറിവേറ്റീവ്സ്, ഫോറക്സ് തുടങ്ങിയ ഏരിയ കുറച്ച് കോംപ്ലക്സ് ആണ്. അപ്പോൾ ആ ഏരിയയിൽ മാക്സിമം ഫോക്കസ് കൊടുത്തിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക. സ്റ്റഡി മെറ്റീരിയൽ ഫുള്ള് ഫോക്കസ് കൊടുക്കുക, പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഫോക്കസ് കൊടുക്കുക ടൈം കിട്ടുന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ സെഷൻ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മൾ CMA ഫൈനലിലെ ക്ലാസ് വെരി സൂൺ ട്രിപ്ലൈയിൽ വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺ. താങ്ക് യു സോ മച്ച്.